എടാ എന്നാ എനിക്കൊന്ന് പിന്നെ ചെയ്തുകൂടായിരുന്നോ? പിൻ ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ റൈറ്റ്. യെസ്. ഹായ് ഗായ്സ്, ഹലോ, ആം ഐ ഓഡിബിൾ? കേൾക്കാമോ? ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഹായ്, ഹലോ 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 ഹലോ. സർ ഫസ്റ്റ് ഇൻഹെറിറ്റൻസ് ഞാൻ നേരെ ബാക്കിൽ നിന്ന് മുന്നിലോട്ടുള്ള ഓർഡറിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ഇൻഹെറിറ്റൻസ് അല്ലേ ഫസ്റ്റ് എടുക്കാറ്. ഹായ്, ഹലോ 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 ഹലോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, സോ ആം ഐ ഓഡിബിൾ? കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, യെസ്. സോളജി ഒന്ന് സെറ്റാക്കണം, നോമ്പാണ്, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും നമ്മളൊന്ന് സെറ്റാക്കി തരും. ഓക്കെ, സോ ഗൈസ്, മക്കളെ എത്ര ആളുണ്ട്? സച്ചിനെ കാണാൻ, സാറിനെ കാണാൻ സച്ചിൻ്റെ പോലെ ഉണ്ടെന്ന്. എടാ ഇതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാകെ വെളുപ്പിച്ചിട്ടേക്കുന്നത് എനിക്കറിയില്ല. ഞാനല്ല ഇത്, ഈ കാണുന്നത് ഞാനല്ല, ഞാൻ ഇങ്ങനെയല്ല. വെർ ഈസ് ലുക്മാൻ? ഓക്കെ, സോ ഗൈസ്, സാറ് ബ്ലറാണല്ലേ? ആകെ ബ്ലറാണല്ലോ സർ. ഡീറ്റെയിൽ ആയി എടുക്കോ, വേറെ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഓക്കെ, സോ ഗൈസ്, നമ്മൾ പ്രിൻസിപ്പിൾ നമ്മൾ നേരെ എപ്പോഴും പ്രിൻസിപ്പിൾ അല്ലേ നമ്മൾ ആദ്യം എടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പ്ലാൻ എന്ന് വെച്ചാൽ ബയോഡൈവേഴ്സിറ്റി, അത് കഴിഞ്ഞാൽ എന്താ പറയുക മൈക്രോബ്, അത് കഴിഞ്ഞാൽ മോളിക്കുലാർ ബേസിസ്, അത് കഴിഞ്ഞ് പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ മിനിഞ്ഞാന്ന് എന്ത് ഇഷ്യൂ ആണ് സാർ? ഓക്കെ ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എനിവേ ലെറ്റ് സ്റ്റാർട്ട് നൗ. അപ്പോൾ മക്കളെ, നിങ്ങളെ പഠനമൊക്കെ അടിപൊളിയായിട്ട് തന്നെ നടക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. വൺ സെക്കൻഡ്. ലുക്മാനെ ഇങ്ങോട്ട് വാടാ. ആ ഒരു നിറം നോക്കുക അതിനകത്ത്, എന്താ ഇങ്ങനെ? ലുക്ക് അറ്റ് ദിസ്. വൃത്തിയിലാക്ക്. എടാ മണ്ട, ക്യാമറക്ക് എന്തോ പ്രശ്നമുണ്ടോ, ഒന്ന് റെഡിയാക്ക്. ഈ ലുക്കുമാന്റെ കിളി പകുതി പാറിയിട്ടുണ്ട് ഗൈസ്, ബാക്കി പകുതി കിളിയെ ഇപ്പൊ ലുക്കുമാനേ ഉള്ളൂ. ഓക്കെ, സോ എനിവേ, സോ ഗൈസ് ഡീറ്റെയിൽ ആയിട്ട് യെസ് നോക്കൂ, നമ്മൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് നിങ്ങൾ എത്ര പഠിക്കാത്ത ആളുകളാണെങ്കിൽ, എടാ റെഡി ആയിട്ടില്ല ഇത്, ഞാൻ ഇവിടുന്ന് സ്ഥിരം എടുക്കുന്നതല്ലേ, എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദിസ്. നിനക്ക് മനസ്സിലാവുന്നില്ല? ഓക്കെ, സോ എനിവേ ഗൈസ്, നോക്കടാ, ശ്രദ്ധിക്ക്. ഇന്നത്തെ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾ ഇതുവരെ എത്ര പഠിക്കാത്ത ആളുകളാണല്ലോ, എത്ര അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ ഈ ഒരൊറ്റ വീഡിയോ കാണുന്നതോടുകൂടി ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, പക്ഷേ നിങ്ങളിത് കൃത്യമായിട്ട് പഠിക്കണം, എൻ്റെ കൂടെ പഠിച്ച് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകണം. ഓക്കെ, സോ ആദ്യം തന്നെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. നോക്കടാ, സിമ്പിൾ ചാപ്റ്ററാണ് ബയോഡൈവേഴ്സിറ്റി, പക്ഷേ എന്നാലും നമ്മൾ ചിലപ്പോൾ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ശ്രദ്ധിക്ക്, ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച്. വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി? ഒരു തവണ ചോദിച്ച ചോദ്യമാണ്, വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി? എന്താ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? ദ ടോട്ടൽ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് പ്രസന്റ് ഓൺ എർത്ത്. ഭൂമിയിലുള്ള എല്ലാ ജീവികളും അവരുടെ എണ്ണവും അവർ മൊത്തത്തിൽ പറയുന്ന പേരാണ്. ഓക്കെ, ദ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് പ്രസന്റ് ഓൺ എർത്ത്. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാട്ട് ഈസ് മെന്റ് ബൈ ദ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് പ്രസന്റ് ഓൺ എർത്ത്. ഒരൊറ്റ തവണ ചോദിച്ചാണ്, ദാറ്റ് ഈസ് ബയോഡൈവേഴ്സിറ്റി അല്ലേ? അപ്പോൾ അതാണ് ബയോഡൈവേഴ്സിറ്റി. ഇനി അടുത്തത്, ലുക്ക് അറ്റ് ദിസ് മാൻ. ആരാ ഇയാള്? ഇയാൾ ആരാന്ന് ചോദിച്ചാൽ, ഇയാളെ പറ്റി 3 തവണ ബയോഡൈവേഴ്സിറ്റിയിൽ നിന്ന് കേരള ബോർഡ് എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ട്. ഇദ്ദേഹമാണ് സർ എഡ്വേർഡ് വിൽസൺ. എന്താണ് മക്കളെ? എഡ്വേർഡ് വിൽസൺ. നോക്കൂ, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേമിനെ പോപ്പുലറൈസ് ചെയ്തത് ഈ സയന്റിസ്റ്റ് ആണ്. ദ ടേം ബയോഡൈവേഴ്സിറ്റി വാസ് പോപ്പുലറൈസ്ഡ് ബൈ എഡ്വേർഡ് വിൽസൺ. 3 തവണ ഇദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ദ ടേം ബയോഡൈവേഴ്സിറ്റി വാസ് പോപ്പുലറൈസ്ഡ് ബൈ എഡ്വേർഡ് വിൽസൺ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയുടെ കുറേ കണക്കുകളാണ്. അപ്പോൾ അതിൽ നോക്കൂ, 2004 IUCN എന്ന് പറഞ്ഞ ഈ ബയോഡൈവേഴ്സിറ്റി ഒക്കെ നോക്കുന്ന ടീമാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഇതാണ് IUCNന്റെ ഫുൾ ഫോം. ഈ സംഘടനയുടെ കണക്ക് പ്രകാരം 2004 കണക്ക് പ്രകാരം ടോട്ടൽ ബയോഡൈവേഴ്സിറ്റി സ്ലൈറ്റ്ലി മോർ ദാൻ 1.5 മില്യൺ. ലോകത്ത് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് 1.5 മില്യൺ ആണ് എന്നാണ്
IUCN 2004 കണക്ക്. പക്ഷേ റോബർട്ട് മേ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്. നോക്കൂ, റോബർട്ട് മേ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഒരുപാട് ജീവികളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, എന്നാൽ ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ജീവികളെ ഇപ്പോഴും കണ്ടുപിടിക്കപ്പെടാത്ത, നമ്മൾ എണ്ണം തിട്ടപ്പെടുത്താത്ത ഒരുപാട് ജീവികളുണ്ട്. അപ്പോൾ അവരെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ലോകത്തെ ടോട്ടൽ ഡൈവേഴ്സിറ്റി മേ ബി ഒരു 7 മില്യൺ ഉണ്ടാകാം എന്ന് പറഞ്ഞ ഒരാളാണ് ആര്? റോബർട്ട് മേ. അക്കോർഡിംഗ് ടു റോബർട്ട് മേ, ദ ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി മേ ബി അറൗണ്ട് 7 മില്യൺ, 7 മില്യൻ്റെ അടുത്തായിരിക്കാമെന്നാണ് റോബർട്ട് മേ പറഞ്ഞത്. ക്ലിയർ ആണ് കുട്ടികളെ? ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡി അല്ലേ? ഈസ് ദാറ്റ് ക്ലിയർ? റെഡി, ഓക്കെ, വെരി ഗുഡ്. അടുത്തത് നമ്മളോട് ചോദിക്കുക ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. മൂന്ന് തവണ 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റിയുടെ ലെവൽസ് എന്തൊക്കെയാണ്? അതിന് മുമ്പ് യു ക്യാൻ സി എ പിക്ചർ ഹിയർ. ഇവിടെ ഒരു പിക്ചർ കാണാം അല്ലേ? നോക്കൂ, ഈ പിക്ചർ നമ്മളോട് 2 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചർ 2 രീതിയിൽ ചോദിക്കാം. ഒന്ന്, ലുക്ക് അറ്റ് ദിസ്. നമ്മൾ ലോകത്തെ മൊത്തം ജീവികളെ എടുത്താൽ അതിൻ്റെ 70% ആനിമൽസ് ആണ്. ലോകത്തെ മൊത്തം ജീവികൾ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ 70% ആരാണ്? ആനിമൽസ് ആണ്. ഇനി ആനിമൽസിന് നോക്കിക്കഴിഞ്ഞാൽ ആനിമൽസിൻ്റെ 70% നോക്കൂ ഇൻസെക്റ്റുകളാണെന്ന് പറയാം. നോക്കൂ, ദാറ്റ് മീൻസ് ആർത്രോപോഡ, ഫൈലം ആർത്രോപോഡയിൽപ്പെട്ട ആളുകളാണ്. ഓക്കെ, അതിൽ തന്നെ ഇൻസെക്റ്റുകളാണ് 70%. അപ്പോൾ അത് കാണിക്കുന്ന ഒരു ഡയഗ്രമാണിത്. ഈ ഡയഗ്രം ഇതേപോലെ ചോദിക്കാറുണ്ട്. ഇതൊരു പൈ ഡയഗ്രം ആണല്ലേ? ഈ പൈ ഡയഗ്രം ഇതേപോലെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ഇപ്പോൾ ഇന്നും പഠിക്കണ്ട, പരീക്ഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് പരീക്ഷയുടെ തൊട്ട് മുന്നേ ഉള്ള ദിവസം മാത്രം ഈ ഡയഗ്രം നോക്കി ഒന്ന് പഠിക്കുക. കണ്ടോ, ഇത് ഇൻസെക്റ്റ് ആണ്, പിന്നെ ഇവിടെ മൊളസ്ക ഉണ്ട്, ഇവിടെ ക്രസ്റ്റേഷ്യൻസ് ഉണ്ട്, ഇവിടെ അതർ ആനിമൽ ഗ്രൂപ്പ്സ്. അതുപോലെ നമ്മൾ നോക്കൂ, നമ്മൾ വെർട്ടിബ്രേറ്റ് എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, വെർട്ടിബ്രേറ്റ്സിനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെജോറിറ്റിയും 50% ആരാണ്? ഫിഷസ് ആണ്. പിന്നെ വി ഹാവ് ബേർഡ്സ് ഉണ്ട്, റെപ്റ്റൈൽസ് ഉണ്ട്, കുറച്ച് ആംഫിബിയൻസ് ഉണ്ട്, മാമൽസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നോക്കൂ, ഇതേപോലെ ഈ ഒരു പിക്ചർ പഠിച്ചു പോവുക. ഓക്കെ, ഇതിനകത്ത് നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഈ പിക്ചർ ഇതേപോലെ പഠിച്ചു പോവുക. എക്സാം പോകുന്നതിൻ്റെ ഒരു കുറച്ച് മുന്നേ പഠിച്ചു പോയാലും മതി, അല്ലെങ്കിൽ തൊട്ട് മുന്നേയുള്ള ദിവസം. ഓക്കെ, പക്ഷേ ഇതെന്തായാലും പഠിക്കണം. ഓക്കെ, അതാണ് ബയോഡൈവേഴ്സിറ്റി സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് പറയാനുള്ളത്. പിന്നെ നമ്മളോട് 3 തവണ ചോദിച്ച ചോദ്യമാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റിയുടെ വ്യത്യസ്ത ലെവലുകൾ ഏതൊക്കെയാണ് നോക്കണം. ബയോഡൈവേഴ്സിറ്റി നമുക്ക് 3 ലെവലിലായിട്ട് പറയാൻ പറ്റും. ഒന്നാമത്തേതാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി, രണ്ടാമത്തേതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, മൂന്നാമത്തേതാണ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഏതൊക്കെയാണ് 3 ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ഉറക്കെ പറഞ്ഞ ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. അറ്റ്ലീസ്റ്റ് ഈ പേരെങ്കിലും പഠിച്ചോ. എന്തൊക്കെയാണ് ഉറക്കെ പറഞ്ഞേ? ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. എന്താ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? എടാ, നമ്മൾ മനുഷ്യരെല്ലാവരും തന്നെ ഒരേ സ്പീഷീസാലേ? നോക്കൂ ഗൈസ്, നമ്മളെല്ലാവരും തന്നെ ഒരേ സ്പീഷീസാണ്. പക്ഷേ നമ്മൾ ഒരേ സ്പീഷീസ് ആയിട്ട് നമ്മളെല്ലാവരും ഒരുപോലെയാ? അല്ല. നമുക്കിടയിൽ ഒരുപാട് ജനറ്റിക് വേരിയേഷൻസ് ഉണ്ട്. എന്നെ പോലെ അല്ല നിങ്ങൾ, നിങ്ങളെ പോലെ അല്ല അടുത്ത ആൾ അല്ലേ? സോ ദർ ആർ ജനറ്റിക് വേരിയേഷൻസ്. സോ ദാറ്റ് ഈസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ദ ജനറ്റിക് വേരിയേഷൻ ഷോൺ ബൈ എ സിംഗിൾ സ്പീഷീസ്. ഒരു സിംഗിൾ സ്പീഷീസിൽ തന്നെ അനേകം ജനറ്റിക് വേരിയേഷൻസ് ഉണ്ടാവും. ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുള്ളത് നോക്കൂ, റൗൾഫിയ വൊമിറ്റോറിയ. ചിലപ്പോൾ ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കും. റൗൾഫിയ വൊമിറ്റോറിയ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. ഇത് നമ്മൾ കാണുന്നത് ഹിമാലയത്തിലാണ്. ദേ ആർ ഗ്രോയിങ് ഇൻ ഹിമാലയൻ റേഞ്ചസ്. ഓക്കെ, ഈ റൗൾഫിയ വൊമിറ്റോറിയകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ റൗൾഫിയകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു കെമിക്കൽ ഉണ്ട്, ദാറ്റ് ഈസ് റിസർപ്പൈൻ. എന്താണ് കുട്ടികളെ? റിസർപ്പൈൻ. നോക്കൂ, നമ്മൾ റൗൾഫിയ വൊമിറ്റോറിയകൾ എടുത്താൽ ഈ റിസർപ്പൈനിൻ്റെ കോൺസെൻട്രേഷനിലും ഈ റിസർപ്പൈനിൻ്റെ പൊട്ടൻസിയിലും നമുക്ക് വേരിയേഷൻസ് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു റൗൾഫിയയിൽ നിന്ന് എടുക്കുന്ന റിസർപ്പൈനിൻ്റെ ക്വാളിറ്റി ആയിരിക്കില്ല അടുത്തതിൽ നിന്ന് കിട്ടുക. മറ്റൊരു റൗൾഫിയയിൽ നിന്ന് കിട്ടുന്ന റിസർപ്പൈനിൻ്റെ ക്വാളിറ്റി ആവില്ല മറ്റൊരു റൗൾഫിയയിൽ നിന്ന് കിട്ടുക. ലൈക്ക് റിസർപ്പൈൻ എന്ന് പറയുന്നത് നമുക്ക് റൗൾഫിയയിൽ നിന്ന് കിട്ടുന്ന ഒരു കെമിക്കലാണ്, ഒരു ഡ്രഗാണ്. ഓക്കെ, സോ ലുക്ക്, റോൾഫിയ വൊമിറ്റോറിയ ദേ ആർ ഗ്രോയിങ് ഇൻ ഹിമാലയൻ റേഞ്ചസ്. അവിടെ നമുക്ക് എന്ത് കിട്ടും? റിസർപ്പൈന് കിട്ടും. ഈ റിസർപ്പൈനിൻ്റെ പൊട്ടൻസിയിലും അതുപോലെ തന്നെ റിസർപ്പൈനിൻ്റെ അളവിലുമൊക്കെ ഓരോ റൗൾഫിയകളിലും മാറ്റം കാണാൻ പറ്റും. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇത് നമ്മളോട് സാധാരണ ചോദിക്കും വാട്ട് ആർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, റൈറ്റ് വിത്ത് എക്സാമ്പിൾസ്, സബ്സ്റ്റാൻഷിയേറ്റ് വിത്ത് എക്സാമ്പിൾസ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ നമ്മൾ ജനറ്റിക് ഡൈവേഴ്സിറ്റിയുടെ എക്സാമ്പിളാണ് എ സിംഗിൾ പ്ലാന്റ് കോൾഡ് റൗൾഫിയ വൊമിറ്റോറിയ which produce reserpine and it is seen in Himalayan ranges. ചിലപ്പോൾ ചേരുംപടി ചേർക്കാനും ചോദിക്കാം. ഓക്കെ, ആൻഡ് ഇറ്റ് ഷോ look variations in potency and concentration of reserpine. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.
നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ലെവലെങ്കിലും കാണാതെ പഠിച്ചാൽ മതി. അടുത്താണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. നോക്കൂ, ദ ഡൈവേഴ്സിറ്റി ഓഫ് അറ്റ് സ്പീഷീസ് ലെവൽ അല്ലെ, വ്യത്യസ്ത സ്പീഷീസുകൾ ലോകത്തുണ്ട്, അതിനെയാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ ഉദാഹരണമായിട്ട് NCERT പറയുന്നു, ദ വെസ്റ്റേൺ ഘട്ടം, നമ്മുടെ പശ്ചിമഘട്ടം ഹാവ് എ ഗ്രേറ്റർ ആംഫീബിയൻ ഡൈവേഴ്സിറ്റി ദാൻ ഈസ്റ്റേൺ ഘട്ട്. പശ്ചിമഘട്ടത്തിൽ ധാരാളം ആംഫീബിയൻ സ്പീഷീസ് ഉണ്ട് വെൻ കമ്പയർ ടു ഈസ്റ്റേൺ ഘട്ട്. ഈസ്റ്റേൺ ഘട്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ പശ്ചിമഘട്ടത്തിൽ വെസ്റ്റേൺ ഘട്ടിൽ ധാരാളം സ്പീഷീസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. സെറ്റ് അല്ലേ? അവസാനത്താണ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇതിന് ഉദാഹരണമായി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇൻ ഇന്ത്യ വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റംസ്. അങ്ങനെ പറഞ്ഞാൽ മതി, ഇൻ ഇന്ത്യ വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റംസ്. അപ്പോൾ ഇത് മൂന്നുമാണ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, അതിൻ്റെ എക്സാമ്പിൾസ്. ഇന്ത്യയിൽ വ്യത്യസ്ത എക്കോസിസ്റ്റങ്ങളുണ്ട്. സോ വി ഹാവ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി, വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ്, എസ്പെഷ്യലി വെസ്റ്റേൺ ഘട്ട് ഹാവ് മോർ സ്പീഷീസ് ദാൻ ഈസ്റ്റേൺ ഘട്ട്സ്. നോക്കൂ, വെസ്റ്റേൺ ഘട്ടിൽ ഈസ്റ്റേൺ ഘട്ടിനേക്കാളും ആംഫീബിയൻ സ്പീഷീസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. ആൻഡ് ജനറ്റിക് ഡൈവേഴ്സിറ്റിയുടെ ഉദാഹരണവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെറ്റ് അല്ലേ? റെഡിയാണോ? റെഡിയല്ലേ കുട്ടികളെ? യെസ് ഓർ നോ? റെഡിയല്ലേ കുട്ടികളെ? ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ലെറ്റ്സ് ടോക്ക് അബൌട്ട് പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നോക്കൂ, പാറ്റേൺസ്, രണ്ട് തരത്തിലുള്ള പാറ്റേൺ നിങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റിയിൽ കാണാൻ പറ്റും. ഒന്നാമത്തതാണ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ്, രണ്ടാമത്താണ് കുട്ടികളെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റും അതുപോലെ തന്നെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, രണ്ടിനെ കുറിച്ച് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ്? നോക്കൂ, ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമധ്യരേഖ, പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ രേഖകളുണ്ടല്ലോ, അതാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നോക്കൂ, ദാറ്റ് ഈസ് നിങ്ങൾ ഭൂമധ്യരേഖയിൽ നിന്ന്, ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ ഇക്വേറ്റർ, നമ്മൾ ഭൂമി എടുത്തു കഴിഞ്ഞാൽ ഭൂമിയുടെ നടുഭാഗത്ത് അല്ലെ ആ സെൻട്രൽ ഏരിയയിൽ നമുക്ക് ഇക്വേറ്റർ ഉണ്ടാകും. ദെൻ രണ്ട് സൈഡിലേക്കും മേലോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് പോൾസ് ഉണ്ടാകും അല്ലേ? സോ നിങ്ങൾ ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുന്നതിനനുസരിച്ച് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറഞ്ഞ് വരും. ക്ലിയർ അല്ലേ? ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ഇക്വേറ്ററിൽ നിന്ന് നിങ്ങൾ രണ്ട് സൈഡിലേക്ക് പോയി ഭൂമിയുടെ രണ്ട് പോളിലേക്കും പോകുന്നതിനനുസരിച്ച് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറഞ്ഞു വരും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ്. ക്ലിയർ അല്ലേ? സോ ദ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, നോക്കൂ, വാട്ട് ഈസ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ്? ദ സ്പീഷീസ് ഡൈവേഴ്സിറ്റി decreases as we move from equator towards poles. ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുന്നതിനനുസരിച്ച് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറഞ്ഞു വരും. ഇതാണ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ്. റെഡി അല്ലേ? ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം, ലാറ്റിറ്റ്യൂഡിനനുസരിച്ച് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിൽ വരുന്ന വ്യത്യാസം. റെഡിയാണല്ലോ? വെരി ഗുഡ്. ഇനി നമ്മളോട് സ്ഥിരം ചോദിക്കുന്നതാണ്, വാട്ട് ആർ ദ റീസൺസ് ഫോർ ദിസ്? എന്തുകൊണ്ടാണ് ഇക്വേറ്ററിൽ, ഭൂമധ്യരേഖാ പ്രദേശത്ത്, ഇക്വേറ്ററിനെ നമുക്ക് നോക്കൂ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയാം. ട്രോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖാ പ്രദേശം, ഇക്വേറ്ററിൻ്റെ അടുത്തുള്ള ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ്. ഓക്കെ, ദെൻ ഇക്വേറ്ററിൽ നിന്ന് ഇങ്ങനെ പോയാൽ പിന്നെ ശൈത്യരാജ്യങ്ങളാണ്. ശൈത്യരാജ്യങ്ങളെ ടെമ്പറേറ്റ് സോൺസ് എന്ന് പറയും. എന്താ പറയുക? ടെമ്പറേറ്റ് റീജിയൻ അല്ലെങ്കിൽ ടെമ്പറേറ്റ് സോൺ. ഭൂമധ്യരേഖയുടെ അടുത്തുള്ള സ്ഥലങ്ങൾ എന്താ പറയുക? ഇക്വേറ്റർ. റെഡിയാണല്ലോ? സോറി, ട്രോപ്പിക്സ്. ഓക്കെ, ഇക്വേറ്ററിന് അടുത്തുള്ള സ്ഥലങ്ങളെ ട്രോപ്പിക്സ് എന്നും അത് കഴിഞ്ഞാൽ ടെമ്പറേറ്റ് എന്നും അവസാനം ഭൂമിയുടെ രണ്ട് പോളിലുള്ള ഭാഗങ്ങളെ പോളാർ റീജിയൻ, നമ്മൾ അന്റാർട്ടിക്ക ഒക്കെ പോലുള്ള സ്ഥലങ്ങളെ പോളാർ റീജിയൻ എന്നും പറയും. അപ്പോൾ നോക്കൂ, എന്തുകൊണ്ടാണ് ഈ ട്രോപ്പിക്സിൽ സ്പീഷീസിൻ്റെ എണ്ണം കൂടുതൽ അല്ലെങ്കിൽ ഇക്വേറ്ററിൽ സ്പീഷീസിൻ്റെ എണ്ണം കൂടുതൽ എന്ന് ചോദിച്ചാൽ 3 റീസൺസ് ആണ്. ഒന്നാമത്തത്, ലുക്ക്, ടെമ്പറേറ്റ് റീജിയൻസ് ഹാവ് അണ്ടർഗോൺ ഫ്രീക്വൻറ്റ് ഗ്ലേസിയേഷൻസ് ഇൻ ദ പാസ്റ്റ്. പണ്ട് കാലത്ത് ടെമ്പറേറ്റ് റീജിയനിൽ നിരന്തരമായിട്ട് മഞ്ഞ് വന്ന് മൂടുന്ന പ്രശ്നം ഉണ്ടായിരുന്നു ശൈത്യരാജ്യങ്ങളിൽ. നോക്കൂ, ദാറ്റ് ഈസ് ഭൂമധ്യരേഖയുടെ അടുത്തല്ലാത്ത ബാക്കി പ്രദേശങ്ങൾ, അതാണ് നമ്മൾ ടെമ്പറേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നിരന്തരമായിട്ട് മഞ്ഞ് വന്ന് മൂടുമായിരുന്നു. അപ്പോൾ ജീവികൾക്കൊന്നും ജീവിക്കാൻ പറ്റൂലായിരുന്നു. അതേ സമയത്ത് നോക്കൂ, ട്രോപ്പിക്സ്, ദാറ്റ് ഈസ് ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള പ്രദേശം, വേർ റിലേറ്റീവ്ലി അൺഡിസ്റ്റർബ്ഡ്. കുറച്ചുകൂടെ എന്തായിരുന്നു കുട്ടികളെ? അൺഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജീവികൾക്ക് ഇവിടെ ഒരുപാട് കാലം ജീവിക്കാൻ പറ്റി. അങ്ങനെ പലതരം ജീവികൾ ഇവിടെ ഉണ്ടായി വന്നു. ക്ലിയർ ആണല്ലോ? സോ ഫസ്റ്റ് പോയിന്റ് എന്താ? ടെമ്പറേറ്റ് റീജിയൻസ് ഹാവ് അണ്ടർഗോൺ ഫ്രീക്വന്റ് ഗ്ലേസിയേഷൻസ് ഇൻ ദ പാസ്റ്റ്. പണ്ട് കാലം മുതൽ തന്നെ നിരന്തരമായിട്ട് മഞ്ഞിൽ മൂടപ്പെടുമായിരുന്നു. അതേസമയത്ത് ട്രോപ്പിക്സ് വർ റിലേറ്റീവ്ലി അൺഡിസ്റ്റർബ്ഡ്. ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ, 2 റീസണെങ്കിലും പഠിച്ചു, 2 മാർക്ക് ചോദ്യം ചോദിക്കുക. രണ്ടാമത്തത്, ട്രോപ്പിക്സ് ആർ ലെസ് സീസണൽ. നമ്മൾ ഈ പറയുന്ന ടെമ്പറേറ്റ് റീജിയണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ടെമ്പറേറ്റ് സോൺ അല്ലെങ്കിൽ ടെമ്പറേറ്റ് റീജിയണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രോപ്പിക്സ് ആർ ലെസ് സീസണൽ വെൻ കമ്പയർഡ് ടു ടെമ്പറേറ്റ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ജീവികൾക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു ഇമ്പോർട്ടൻസ്. റെഡി ആണല്ലോ?
ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ റീസൺ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പഠിച്ചോളൂ. മോർ സോളാർ എനർജി അവൈലബിൾ ഇൻ ട്രോപ്പിക്സ്. ട്രോപ്പിക്സിലാണ് കൂടുതൽ സോളാർ എനർജി കിട്ടുക. സോ മോർ ബയോമാസ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ ട്രോപ്പിക്സിൽ ധാരാളം ബയോമാസ് പ്രൊഡക്ഷൻ നടക്കും. അതുകൊണ്ട് കൂടുതൽ ജീവികൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. 3 റീസൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രണ്ടെണ്ണെങ്കിലും ഓർത്തു വെക്കുക. റെഡിയല്ലേ കുട്ടികളെ? റെഡിയാണോ? ഒന്ന് കമൻറ്റ് ചെയ്തേടാ. ഓക്കെ, സെറ്റ് അല്ലേ? Temperate region have undergone frequent glaciations in the past. ഒന്നാമത്തെ കാര്യം, but tropics were relatively undisturbed. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് tropics are less seasonal when compared to temperate. മൂന്നാമത്തെ, more solar energy available in tropics. Okay, very good. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന കുട്ടികളെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. അടുത്ത പാറ്റേൺ ആണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. And it was observed by Sir Alexander von Humboldt. Sir Alexander von Humboldt. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ ഒരു കോൺസെപ്റ്റ് ഒബ്സർവ് ചെയ്ത് ആദ്യമായിട്ട്. നോക്കൂ, അദ്ദേഹം ചെയ്ത കാര്യം എന്താ വെച്ചാൽ, അദ്ദേഹം സ്പീഷീസ് റിച്ച്നെസ്സും ഏരിയയും കൂടെ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് പഠനം നടത്തി. ഓക്കെ, അദ്ദേഹം വൈ ആക്സിസിൽ സ്പീഷീസ് റിച്ച്നെസ് എടുത്തു, വൈ ആക്സിസിൽ അദ്ദേഹം സ്പീഷീസ് റിച്ച്നെസ് എടുത്തു, എക്സ് ആക്സിസിൽ അദ്ദേഹം ഏരിയ എടുത്തു. എന്നിട്ട് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? ഏരിയ കൂടുന്നതിനനുസരിച്ച് നിങ്ങളിപ്പോൾ ഒരു സ്ഥലം പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്, കോഴിക്കോട് ടൗണ് മാത്രം. ആ ടൗണിൽ എത്ര സ്പീഷീസ് ഉണ്ട്? പിന്നെ നമ്മൾ ഏരിയ കുറച്ചുകൂടെ കൂട്ടി, കോഴിക്കോടും വടകരയും അടങ്ങുന്ന സ്ഥലം. പിന്നെ നമ്മൾ കുറച്ചുകൂടെ കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ മലപ്പുറം കൂടെ കൊണ്ടുവരുന്നു. ഇങ്ങനെ ഏരിയ കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ സ്പീഷീസിൻ്റെ റിച്ച്നെസ്, സ്പീഷീസിൻ്റെ എണ്ണത്തിൽ എന്ത് ചേഞ്ചാണ് വരുന്നത് നോക്കി ഗ്രാഫ് ഉപയോഗിച്ചിട്ട്. അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ദേണ്ട മക്കളെ ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടിയത്. സോ ഇറ്റ് വാസ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. അദ്ദേഹത്തിന് കിട്ടിയ ഗ്രാഫ് ഒരു റെക്ടാങ്കുലർ ഈ രീതിയിലുള്ള ഒരു ഗ്രാഫായിരുന്നു. എന്താണെന്ന് പഠിക്കണ്ട, ഇങ്ങനെ ഒരു എന്താ പറയുക ഗ്രാഫാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഈ ഗ്രാഫിൽ നിന്ന് അദ്ദേഹം ഒരു ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നു. ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു സി എ റൈസ് ടു സെഡ്. എന്താണ് കുട്ടികളെ? എസ് ഈക്വൽ ടു സി എ റൈസ് ടു സെഡ് എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നു. റെഡി അല്ലേ? ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ നിന്ന് അദ്ദേഹം പുതിയൊരു കോൺസെപ്റ്റ് ആലോചിച്ചു. ദാറ്റ് ഈസ് ഇതിലേക്ക് ലോഗ് അപ്ലൈ ചെയ്തു. ലോഗ് അപ്ലൈ ചെയ്താൽ എന്താ അവസ്ഥ? ലോഗ് എസ് ഈക്വൽ ടു, നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും, ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ എന്ന് കിട്ടി. റെഡിയാണല്ലോ? എസ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ് ആണ്, എ എന്ന് പറഞ്ഞാൽ ഏരിയയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഗ്രാഫ് ഇപ്പം നോക്കൂ, രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് നിങ്ങൾ നോക്കൂ. ദാറ്റ് ഈസ് ആക്ച്വലി ഇതിലേക്ക് ലോഗ് അപ്ലൈ ചെയ്തതാണ്. പക്ഷേ ഇപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്. നോക്കൂ, വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. റെഡിയാണോ? വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള ഒരു ഗ്രാഫ് പോലെ ആയില്ലേ? വെരി ഗുഡ്. ഇനി അദ്ദേഹം എന്താ ചെയ്തതെന്ന് അറിയോ? അദ്ദേഹം ലോഗ് ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഒരു ഗ്രാഫ് വരച്ചു. രണ്ടാമത്തെ ഇക്വേഷന്റെ പ്രത്യേകത എന്താ നോക്കൂ, വൈ എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് എസ് ആണ് അല്ലേ? വൈയുടെ സ്ഥാനത്ത് ലോഗ് എസ് ആണ്. അപ്പോൾ അദ്ദേഹം വൈയുടെ സ്ഥാനത്ത് ലോഗ് എസ് എടുത്തു. ഓക്കെ, ലോഗ് എസ്. ദെൻ എക്സിന്റെ സ്ഥാനത്ത് എന്താടാ? ലോഗ് എ ആണ്. എ അല്ല, ലോഗ് എ ആണ് ആക്ച്വലി. ഇനി അദ്ദേഹം ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫിന്റെ വൈ ഇന്റർസെപ്റ്റ് ആണ് എന്ത്? ലോഗ് സി. റെഡിയാണോ മക്കളെ? ആ ഗ്രാഫിന്റെ വൈ ഇന്റർസെപ്റ്റ് ആയിട്ട് ആര് വരുന്നുണ്ട്? ലോഗ് സി വരുന്നുണ്ട് അല്ലേ? സോ ദിസ് ഈസ് ലോഗ് സി. ആൻഡ് ആ ഗ്രാഫിന്റെ തീറ്റയാണ്, സ്ലോപ്പാണ് സെഡ് എന്ന് പറയുന്നത്. റെഡിയാണല്ലോ? സ്ലോപ്പ് ഓഫ് ഗ്രാഫ് ഈസ് സെഡ്. സെറ്റ് അല്ലേ? അപ്പൊ നോക്കൂ, അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം ആരാണ് കുട്ടികളെ? നമുക്ക് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് പറഞ്ഞത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അദ്ദേഹം ചെയ്തത്, അദ്ദേഹം ഒരു ഗ്രാഫ് റിലേഷൻഷിപ്പ് നോക്കി ബിറ്റ്വീൻ സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഏരിയ. അങ്ങനെ ഒരു ഗ്രാഫ് ജസ്റ്റ് വരച്ചു നോക്കിയപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ദിസ്. ആ ഗ്രാഫിനെ ബേസ് ചെയ്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഇക്വേഷൻ ആണ് എസ് ഈക്വൽ ടു സി എ റൈസ് ടു സെഡ്. ആ ഇക്വേഷനിലേക്ക് പിന്നെ അദ്ദേഹം ലോഗ് അപ്ലൈ ചെയ്തിട്ട് ലോഗ് എസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് എത്തി. എന്നിട്ട് ലോഗ് എസും ലോഗ് എയും കൂടെ വെച്ച് ഗ്രാഫ് വരച്ചു. ആൻഡ് ഹി ഗോട്ട് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ആ ഗ്രാഫിന്റെ സ്ലോപ്പാണ് സെഡ് എന്ന് പറയുന്നത്. ലോഗ് സി വൈ ഇന്റർസെപ്റ്റ് ആണ്. ഇനി നോക്കൂ ഗൈസ്, നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ചിലപ്പോൾ 3 സ്ഥലങ്ങളിലെ സെഡ് വാല്യൂ തരും. 3 സ്ഥലങ്ങളിലെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സെഡിൻ്റെ വാല്യൂകളാണെന്ന് പറഞ്ഞിട്ട് 0.1, 0.2, 0.3 അല്ലെങ്കിൽ 0.4 ഇങ്ങനെ തരാം. എന്നിട്ട് ചോദിക്കും എവിടെയാണ് സ്പീഷീസ് റിച്ച്നെസ് കൂടുതൽ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് എവിടെയാണോ സെഡിൻ്റെ വാല്യൂ കൂടുതൽ അവിടെയാണ് സ്പീഷീസ് റിച്ച്നെസ് കൂടുതലായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്കൊരു 3 or 4 ഒക്കെ സെഡ് വാല്യൂസ് തന്നു. എന്നിട്ട് ചോദിക്കുകയാണ് ഏത് സ്ഥലത്താണ് സ്പീഷീസ് റിച്ച്നെസ് കൂടുതൽ എന്ന് ചോദിച്ചാൽ എവിടെയാണോ സെഡിൻ്റെ വാല്യൂ കൂടുതലായിട്ടുള്ളത് അവിടെയാണ് സ്പീഷീസ് റിച്ച്നെസ് കൂടുതൽ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡിയാണോ കുട്ടികളെ? റെഡിയല്ലേ?
That's enough. Okay, പിന്നെ സെറ്റ് സ്മോൾ ഏരിയക്കും ലാർജ് ഏരിയക്കൊക്കെ മാറ്റമുണ്ട്. അത് നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ ഇത്ര കാര്യങ്ങൾ പഠിച്ചാൽ മതി. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ടു ദ എക്കോസിസ്റ്റം. നമ്മൾ എന്തിനാണ് കുറേ സ്പീഷീസുകൾ ഇവിടെ ഉണ്ടായിട്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ നമ്മുടെ എക്കോസിസ്റ്റത്തിന്, അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ? അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ്, ഒന്ന് ഡേവിഡ് ടിൽമാനും രണ്ട് പോൾ ഏളിച്ചും. നോക്കൂ, ഡേവിഡ് ടിൽമാന് ലോങ് ടേം എക്കോസിസ്റ്റം എക്സ്പെരിമെൻറ്റ്സ് ചെയ്തുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ലോങ് ടേം എക്കോസിസ്റ്റം എക്സ്പെരിമെൻറ്റിലൂടെയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ടു എക്കോസിസ്റ്റം ഈ ഒരു കോൺസെപ്റ്റിൻ്റെ എന്താണ് ഇമ്പോർട്ടൻസ് നമുക്ക് പറഞ്ഞു തന്നത്. റെഡി ആണല്ലോ? ആരടാ? ഡേവിഡ് ടിൽമാൻ. അദ്ദേഹം ചെയ്തത് എന്താ? ലോങ് ടേം എക്കോസിസ്റ്റം എക്സ്പെരിമെൻറ്റ്സ്. പിന്നീട് നോക്കൂ, റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്ന ഒരാളാണ് പോൾ ഏളിച്ച്. ആരാണ്? സർ പോൾ ഏളിച്ച് എന്ന് പറയുന്നയാൾ. റെഡിയാണല്ലോ? അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിലൂടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം NCERT ഇവിടെ കോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പറഞ്ഞു തന്നതാണ്. പോൾ ഏളിച്ച് എന്താ ചെയ്ത്? ചേരുമ്പടി ചേർക്കാൻ ചോദിക്കും. റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. എന്താണ് റിവറ്റ്? റിവറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആണി എന്നാണ് അർത്ഥം. നമ്മളെ ഈ എന്താ പറയുക, ഒരു ചെറിയ സാധനമുണ്ട്, ആണി പോലെയുള്ള ഒരു സാധനമാണ് റിവറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പോപ്പർ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുന്ന ആൾ. റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് ആരുടെ കുട്ടികളെ? പോൾ ഏളിച്ച്. ഡേവിഡ് ടിൽമാൻ എന്താണ്? ലോങ് ടേം എക്കോസിസ്റ്റം എക്സ്പെരിമെൻറ്റ്സ്. സെറ്റാണല്ലോ? വെരി ഗുഡ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇന്ന് ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ടോ അത് മാത്രം പഠിച്ചാൽ തന്നെ നാളത്തെ പരീക്ഷയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങളെ നെക്സ്റ്റ് ഡേ വരുന്ന പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഫുൾ മാർക്ക് കിട്ടും. ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്താ, ഞാൻ പറയാത്തത് ഒട്ടും പഠിക്കേണ്ടെന്നല്ല, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ പഠിച്ചോ, ബട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ മെജോറിറ്റി ചോദിക്കാൻ സാധ്യതയുള്ളൂ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നോക്കൂ, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നിരന്തരമായി ഇല്ലാണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്, ജീവികൾ എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള റീസെൻറ്റ് എക്സ്റ്റിങ്ഷൻസിൻ്റെ, ഈ അടുത്ത കാലത്ത് നടന്ന എക്സ്റ്റിങ്ഷൻസിൻ്റെ ഒരു ലിസ്റ്റാണ് താഴെ തന്നിട്ടുള്ളത്. നോക്കൂ, മൗറീഷ്യസിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയ ജീവിയാണ് ഡോഡോ. ആരടാ? ഡോഡോ ഫ്രം മൗറീഷ്യസ്. അടുത്ത ആളാണ് ക്വഗ്ഗ, ദറ്റ് ഈസ് ഫ്രം ആഫ്രിക്ക. സോ ഡോഡോ ഫ്രം മൗറീഷ്യസ്. അടുത്തത് ക്വഗ്ഗ. ഉറക്കെ പറഞ്ഞ എൻ്റെ കൂടെ പറഞ്ഞു. ക്വഗ്ഗ ഉറക്കെ പറയടാ. ക്വഗ്ഗ ഫ്രം ആഫ്രിക്ക. അടുത്താണ് തൈലസീൻ. ഓക്കെ, ഇറ്റ് ഇസ് ഒരു കൈൻഡ് ഓഫ് ചെന്നായയാണിത്. ഇറ്റ് ഈസ് ഫ്രം ഓസ്ട്രേലിയ. എവിടെന്നാ കുട്ടികളെ? ഓസ്ട്രേലിയയിൽ നിന്നാണ്. അടുത്താണ് സ്റ്റെല്ലേഴ്സ് സീക്കവ് ഫ്രം റഷ്യ. സ്റ്റെല്ലേഴ്സ് സീക്കവ് എവിടുന്നാടാ? റഷ്യ. പിന്നെ 3 സബ് സ്പീഷീസ് ഓഫ് ടൈഗർ. നോക്കൂ, 3 സബ് സ്പീഷീസ്. നോക്കൂ, ടൈഗ്രീസ് എന്ന് പറയുന്ന സ്പീഷീസിൽ അനേകം സബ് സ്പീഷീസുകളുണ്ട്. അത്തരത്തിൽ ടൈഗറിൻ്റെ 3 സബ് സ്പീഷീസുകൾ ഏതൊക്കെ? ബാലി, ജാവൻ ടൈഗർ, കാസ്പിയൻ ടൈഗർ. 3 ടൈഗറുകളും എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഡോഡോ മൗറീഷ്യസ്, കൊഗ്ഗ ആഫ്രിക്ക, തൈലസീൻ ഓസ്ട്രേലിയ, സ്റ്റെല്ലേഴ്സ് സീക്കവ് റഷ്യ, ജാവ, ബാലി, കാസ്പിയൻ ടൈഗേഴ്സ്. റെഡി അല്ലേ? വെരി ഗുഡ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ച ഭാഗം ഇതാണ്, കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഇങ്ങനെ നശിക്കാൻ, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നോക്കൂ, ആ കാരണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈവിൾ ക്വാർട്ടറ്റ് അല്ലേ? ആ കാരണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈവിൾ ക്വാർട്ടറ്റ്. ഓക്കെ, ദ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് ടുഗദർ ആർ കോൾഡ് ഈവിൾ ക്വാർട്ടറ്റ്. 4 കാരണങ്ങളാണുള്ളത്. ഏതൊക്കെയാ കുട്ടികളെ? ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ അല്ലേ? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ആണ് ഒന്നാമത്തെ റീസൺ. ഓക്കെ, നൗ വാട്ട് ഈസ് ദ സെക്കൻഡ് റീസൺ എന്താ കുട്ടികളെ? വെരി ഗുഡ്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. സോ വി ഹാവ് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. മൂന്നാമത്തെ എന്താ കുട്ടികളെ? ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. വെരി ഗുഡ്, ഏലിയൻ സ്പീഷീസ്. ഇതെല്ലാം ഉദാഹരണ സഹിതം ചോദിക്കും കേട്ടോ. ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. വെരി ഗുഡ്. നാലാമത്തത് എന്താടാ? നാലാമത്തത് കോ എക്സ്റ്റിങ്ഷൻ ആണോ? കോ എക്സ്റ്റിങ്ഷൻ. സോ ദീസ് ആർ ദ 4 റീസൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. ഇവരെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് ഈവിൾ ക്വാർട്ടറ്റ്. റെഡി ആണല്ലോ? ഒന്നാമത്തെ എന്താണ്? അതാണ് ക്വാർട്ടറ്റ് എന്ന് പറഞ്ഞാൽ 4 അല്ലേ? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, കോ എക്സ്റ്റിങ്ഷൻ. നോക്കൂ, വാട്ട് ഈസ് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ? നോക്കൂ, നമ്മുടെ ജീവികൾക്ക് ജീവിക്കുക, നമ്മൾ വനം കട്ട് ചെയ്ത് അവിടെ കൃഷി ചെയ്യാനൊക്കെ വേണ്ടി വനം ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ എസ്പെഷ്യലി വലിയ ജീവികളാണ്. ഇറ്റ് അഫക്റ്റ് മെയിൻലി ലാർജ് ആനിമൽസ് അല്ലേ? ലാർജ് ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെയാണ് ഇത് പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുക. ചെറിയ ജീവികൾക്കൊക്കെ കുറച്ച് വനമാണെങ്കിലും ജീവിക്കാൻ പറ്റും ഒരു പരിധി വരെ. പക്ഷേ ലാർജ് ആനിമൽസ് ഒക്കെ പെട്ടെന്ന്, കാരണം അവർക്ക് ഒരുപാട് ഏരിയ വേണം സഞ്ചരിക്കാനൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ലാർജ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഇവന്മാരൊക്കെയാണ് മെയിൻലി അഫക്റ്റഡ് ആവുക നമുക്ക് ഈ
ഈ ഹാബിറ്റാറ്റ് ലോസ് വരുന്ന സമയത്ത്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. റെഡി ആണല്ലോ? ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. നോക്ക്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഒരു ഉദാഹരണമാണ് സ്റ്റെല്ലേഴ്സ് സീ കൗ. സ്റ്റെല്ലേഴ്സ് സീ കൗ നശിച്ചു പോകാനുള്ള കാരണം ആളുകൾ ഇതിനെ വേട്ടയാടി തിന്നാണ് അവസാനം ഇത് ഇല്ലാണ്ടായി പോയത്, എക്സ്റ്റിങ്ക്റ്റ് ആയി പോയത്. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് പാസഞ്ചർ പീജിയൻ. ഇതൊക്കെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണം നശിച്ചു പോയതാണ്. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും വെൻ അവർ നീഡ് ടേൺസ് ടു ഗ്രീഡ്. നമ്മുടെ ആവശ്യം അത്യാഗ്രഹത്തിലേക്ക് നയിക്കുമ്പോഴാണ് നമ്മൾ ഈ നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും അത് എക്സ്റ്റിങ്ഷൻസിലേക്ക് നയിക്കുന്നതും. റെഡി ആണല്ലോ? ഓക്കെ, സോ ഇങ്ങനെ ചോദിക്കും ചിലപ്പോൾ വെൻ അവർ നീഡ് ടേൺസ് ടു ഗ്രീഡ്. ഇതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇറ്റ് ഈസ് അബൌട്ട് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. റെഡി ആണല്ലോ? വെരി ഗുഡ്. അടുത്തതാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. വാട്ട് ഈസ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ? നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരു സ്പീഷീസിനെ പുറം രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ എന്തിനെങ്കിലും കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവരുന്നത് കാരണം നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും സ്പീഷീസ് നശിച്ചു പോവുക, അത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോവുക. സോ ദാറ്റ് ഈസ് കോൾഡ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. ഇതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ NCERT പറയുന്നുണ്ട്. വൺ സച്ച് എക്സാമ്പിൾ ഈസ്, നോക്കൂ, നൈൽ പെർച്ച് എന്ന് പറയുന്ന ഒരു ഫിഷിനെ വിക്ടോറിയ ലേക്ക് വിക്ടോറിയയിലേക്ക് കൊണ്ടുപോയി ഇട്ടു. ഓക്കെ, അവിടുത്തെ ആളുകൾ അങ്ങനെ കൊണ്ടുപോയി ഇട്ടത് കാരണം ഈ വിക്ടോറിയ ലേക്കിലുണ്ടായിരുന്ന കിച്ച്ലിഡ് ഫിഷുകൾ എന്നറിയപ്പെട്ടിരുന്ന ഫിഷുകൾ അവന്മാർ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. കാരണം നൈൽ പെർച്ച് ഭയങ്കര വലിയ മീനാണ്. അതേസമയത്ത് കിച്ച്ലിഡ് ഫിഷുകൾ, ലേക്ക് വിക്ടോറിയയിൽ ഉണ്ടായിരുന്ന കിച്ച്ലിഡ് ഫിഷുകൾ വളരെ ചെറിയ മത്സ്യങ്ങളായിരുന്നു. അപ്പോൾ ഈ ലേക്ക് വിക്ടോറിയയിൽ നൈൽ പെർച്ച് എന്ന് പറയുന്ന ഒരു ഏലിയൻ സ്പീഷീസിനെ, അവിടെ ഇല്ലാതിരുന്ന സ്പീഷീസാണ്, ആ സ്പീഷീസിനെ കൊണ്ടുപോയിട്ട് വിക്ടോറിയ ലേക്കിലിട്ട സമയത്ത് ആ ലേക്കിലുള്ള ഫിഷുകളെ മൊത്തം ഇവറ്റകൾ തിന്ന് അവസാനം അവന്മാർ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാൻ കാരണമായി. ക്ലിയർ ആണല്ലോ? സോ നൈൽ പെർച്ച് ഇൻ ലേക്ക് വിക്ടോറിയ led to extinction of കിച്ച്ലിഡ് ഫിഷുകളുടെ എക്സ്റ്റിങ്ഷനിലേക്ക് നയിച്ചു. ക്ലിയർ ആണല്ലോ? റെഡിയാണോ? മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ ആഫ്രിക്കൻ കാറ്റ് ഫിഷ്, അല്ലേ? ദാറ്റ് ഈസ് ക്ലാരിയാസ് ഗാരിയപ്പിനസ് എന്ന് പറയും, ആഫ്രിക്കൻ കാറ്റ് ഫിഷ്. ഓക്കെ, നോക്കൂ, ആഫ്രിക്കൻ കാറ്റ് ഫിഷ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അത് പതിയെ ഇറ്റ് ഈസ് കോസിങ് എ ത്രെറ്റ് ടു അവർ കാറ്റ് ഫിഷസ്. നമ്മുടെ നാട്ടിലെ കാറ്റ് ഫിഷുകൾക്ക് ഇതൊരു ത്രെറ്റായിട്ട് മാറുന്നുണ്ട്. ഈ ആഫ്രിക്കൻ മുഷികൾ, അതാണ് ആഫ്രിക്കൻ കാറ്റ് ഫിഷ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ മുഷികൾ. നമ്മുടെ നാട്ടിലുള്ള മുഷികൾ പതിയെ ചത്തൊടുങ്ങി അവന്മാർ എക്സ്റ്റിങ്ക്റ്റ് ആവാൻ കാരണമാകുന്നുണ്ട് എന്ന് NCERT പറയുന്നുണ്ട്. വേറെയും ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് കേട്ടോ, പക്ഷേ സാധാരണ നമ്മളോട് സ്പെസിഫിക് ആയിട്ടൊന്നും ചോദിക്കില്ല. മറ്റൊരു ഉദാഹരണമാണ് ലെൻഡാന. ഓക്കെ, ലെൻഡാന, അതുപോലെ തന്നെ പാർത്തീനിയം അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസ്, പിന്നെ ദെൻ ഐക്കോർണിയ ക്രാസിപ്പസ്, വാട്ടർ ഹയാസിന്ത്, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ്. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ചാൽ മതി, അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നും ചോദിക്കില്ല. നിങ്ങൾക്ക് ഒന്നുകിൽ നൈൽ പെർച്ചിൻ്റെ ഉദാഹരണം വെച്ച് പറയാം, അല്ലെങ്കിൽ ഇത് പറയുന്നതിനേക്കാളും നല്ല ഇതായിരിക്കും, നൈൽ പെർച്ച് ഇൻ ലേക്ക് വിക്ടോറിയ. ഇതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ലേക്ക് വിക്ടോറിയയിലേക്ക് നൈൽ പെർച്ചിനെ കൊണ്ടുപോയിട്ടപ്പോൾ ദാറ്റ് ലീഡ് ടു എക്സ്റ്റിങ്ഷൻ ഓഫ് കിച്ച്ലിഡ് ഫിഷസ്. റെഡിയല്ലേ ഗൈസ്? റെഡിയല്ലേ? ഇനി അവസാനത്താണ് കോ എക്സ്റ്റിങ്ഷൻ. വാട്ട് ഈസ് കോ എക്സ്റ്റിങ്ഷൻ? നോക്കൂ, ഒരു പോളിനേറ്റർ എക്സ്റ്റിങ്ക്റ്റ് ആയി കഴിഞ്ഞാൽ ആ പ്ലാന്റ് എക്സ്റ്റിങ്ക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. നോക്കൂ, ഒരു പ്ലാന്റ്, ആ പ്ലാന്റിനെ പോളിനേഷൻ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പോളിനേറ്റർ, ഈ പോളിനേറ്റർ എക്സ്റ്റിങ്ക്റ്റ് ആയി കഴിഞ്ഞാൽ പ്ലാന്റും എക്സ്റ്റിങ്ക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, നമുക്കൊരു 2 മാർക്ക് എന്തായാലും ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ, സോ വെൻ എ pollinator become extinct, the plant also become extinct. That is called co-extinction. അല്ലെങ്കിൽ when a host fish become extinct. നോക്കൂ, ഇതൊരു ഹോസ്റ്റ് ആണ്. ഈ ഹോസ്റ്റിൻ്റെ പുറത്ത് പാരസൈറ്റ് ആയിട്ട് മറ്റു കുറേ ആളുകൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്റ്റ് എക്സ്റ്റിങ്ക്റ്റ് ആയി കഴിഞ്ഞാൽ ആരും എക്സ്റ്റിങ്ക്റ്റ് ആവും, പതിയെ പാരസൈറ്റും എക്സ്റ്റിങ്ക്റ്റ് ആവും. ഓക്കെ, സോ എക്സ്റ്റിങ്ഷൻ ഓഫ് വൺ സ്പീഷീസ്, ശ്രദ്ധിക്കുക മക്കളെ, എക്സ്റ്റിങ്ഷൻ ഓഫ് വൺ സ്പീഷീസ് lead to extinction of other obligatory species. നോക്കൂ, അതായത് ആ സ്പീഷീസിനോട് ഒബ്ലിഗേറ്റ് ആയി ജീവിക്കുന്ന, നോക്കൂ, ആ സ്പീഷീസിനോട് ചേർന്ന് ജീവിക്കുന്ന മറ്റ് സ്പീഷീസുകളും നശിച്ചുവാൻ കാരണമാവും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോ എക്സ്റ്റിങ്ഷൻ. ഉദാഹരണം നമ്മൾ എന്താ പറയുക? വെൻ എ പോളിനേറ്റർ ബിക്കം എക്സ്റ്റിങ്ക്റ്റ്, ഒരു പോളിനേറ്റർ എക്സ്റ്റിങ്ക്റ്റ് ആയി കഴിഞ്ഞാൽ ദാറ്റ് ലീഡ് ടു എക്സ്റ്റിങ്ഷൻ ഓഫ് ദ പർട്ടിക്കുലർ പ്ലാന്റ്, അത് ആ പ്ലാന്റിൻ്റെ എക്സ്റ്റിങ്ഷനും കാരണമാകും. ആൻഡ് വെൻ എ ഹോസ്റ്റ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ്, ദ
പാരസൈറ്റ്, ആ ഹോസ്റ്റിന്റെ പുറത്ത് പറ്റിപ്പിടിച്ച് ജീവിക്കുന്ന പാരസൈറ്റും എന്താവും, എക്സ്റ്റിങ്ക്റ്റ് ആവും. ക്ലിയർ ആണല്ലോ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ദാറ്റ് ഈസ് കോ എക്സ്റ്റിങ്ഷൻ. നൗ വൈ ഡു വി കൺസർവ് ബയോഡൈവേഴ്സിറ്റി? എന്തിനാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യുന്നത്? നോക്കടാ ഗൈസ്, നമുക്ക് 3 തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് പറയാം. നാരോലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റ്സ്, അതുപോലെ അടുത്തതാണ് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റ്സ്, അതുപോലെ തന്നെ എത്തിക്കൽ ആർഗ്യുമെന്റ്സ്. എന്താണ് എത്തിക്കൽ ആർഗ്യുമെന്റ്സ്? സോ 3 തരത്തിലുള്ള ആർഗ്യുമെന്റ്സ്. എന്തിനാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യുന്നത് വെച്ചാൽ 3 തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് പറയാം. ഒന്ന്, നാരോ മൈൻഡഡ് ആയ ആളുകളോട് നമുക്ക് നാരോലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റ്സ് പറഞ്ഞു കൊടുക്കാം. ബ്രോഡ് മൈൻഡഡ് ആയുള്ള വിശാല ഹൃദയരായുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റ്സ് പറയാൻ പറ്റും. അടുത്താണ് എത്തിക്കൽ ആർഗ്യുമെന്റ്. നിങ്ങൾക്ക് എത്തിക്കലായിട്ടുള്ള ചില കാര്യങ്ങളൂടെ ഉൾപ്പെടുത്തി പറയാൻ പറ്റും. നാരോലി യൂട്ടിലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര പറഞ്ഞാൽ മതി. നോക്കൂ, വി ആർ ഗെറ്റിംഗ് ഫുഡ് ഫ്രം നാച്ചർ, വി ആർ ഗെറ്റിംഗ് ഫയർവുഡ്സ് ഫ്രം നാച്ചർ. നമുക്ക് പ്രകൃതിയിൽ നിന്ന് പലതരം മെഡിസിൻസ് കിട്ടുന്നുണ്ട്, നമുക്ക് ഫുഡുകൾ കിട്ടുന്നുണ്ട്, നമുക്ക് എന്താ പറയുക, കത്തിക്കാനുള്ള വിറക് കിട്ടുന്നുണ്ട് അല്ലേ? സോ ഫുഡ് ആൻഡ് ഫയർവുഡ് ഫ്രം നാച്ചർ. അതുപോലെ തന്നെ വി ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് ഡ്രഗ്സ് ഫ്രം നാച്ചർ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഇത് നമ്മളോട് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല കേട്ടോ, ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് ഇതുവരെ കാര്യമായിട്ട് ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല. ജസ്റ്റ് പറഞ്ഞതാണ് നാരോ യൂട്ടിലിറ്റേറിയൻ എന്ന ഓരോ ആളുകൾക്കും എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റ്. നോക്കൂ, നാച്ചർ ഗീവ്സ് അസ് ഓക്സിജൻ. നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഫോട്ടോസിന്തസിസ് നടക്കുന്നതുകൊണ്ടാണ് ഓക്സിജൻ കിട്ടുന്നത്. ഡു യു നോ ദ ആമസോൺ ഫോറസ്റ്റ്? ലുക്ക്, ലോകത്തെ ഏറ്റവും ബയോഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്. And this Amazonian rainforest produce 20% of oxygen in earth atmosphere. എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള അറൗണ്ട് 20% ഓക്സിജനും ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് കോൾഡ് ലങ്സ് ഓഫ് ദി പ്ലാനറ്റ്. നമ്മുടെ പ്ലാനറ്റിൻ്റെ ലങ് ആണെന്നാണ് അയാളെ പറ്റി നമ്മൾ പറയുക. നമ്മുടെ പ്ലാനറ്റിൻ്റെ ശ്വാസകോശമാണ്, നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശമാണെന്നാണ് നമ്മൾ ഇയാളെ പറ്റി പറയാം. റെഡി ആണല്ലോ? ഓക്കെ, ഇത് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇനി എത്തിക്കൽ ആർഗ്യുമെന്റ്സ് പറഞ്ഞാൽ we have a moral duty to protect our nature. നമ്മുടെ നാച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മോറൽ ഡ്യൂട്ടി, ഒരു ധാർമ്മികമായ ഡ്യൂട്ടി നമുക്കുണ്ട്. റെഡി ആണല്ലോ? ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഈ 3 കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നാരോലി യൂട്ടിലിറ്റേറിയൻ ആൻഡ് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ, ദെൻ എത്തിക്കൽ ആർഗ്യുമെന്റ്സ്. 3 തരത്തിലുള്ള ആർഗ്യുമെന്റ്സ്. നൗ ഹൗ ഡു വി കൺസർവ് ബയോഡൈവേഴ്സിറ്റി? ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇതാണ്. ഫസ്റ്റ്, നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഒന്നും പഠിക്കാനാവില്ല, 2 കാര്യങ്ങളെ പഠിക്കുള്ളെങ്കിൽ ഞാൻ പറയും നിങ്ങൾ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസും പഠിച്ചോളൂ, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനും പഠിച്ചോളൂ എന്നാണ് പറയുക. ഒന്നും പഠിക്കാൻ സമയമില്ലെങ്കിൽ ഈ 2 കാര്യം മാത്രമെങ്കിലും പഠിച്ചു പോവുക. ഇതാണ് ഈ ചാപ്റ്ററിലെ മെജോറിറ്റി, ഒരു 70% ടൈമും ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി പഠിക്കുക. ദെൻ എഡ്വേർഡ് വിൽസന്റെ പേര് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നൗ ഹൗ ഡു വി കൺസർവ് ബയോഡൈവേഴ്സിറ്റി? നമുക്ക് ബയോഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യാൻ 2 തരത്തിലുള്ള മെത്തേഡുകളുണ്ട്. ഒന്നാമത്തേതാണ് ഇൻ സിറ്റു കൺസർവേഷൻ മെത്തേഡ്. നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടാവുമല്ലേ ചിലപ്പോൾ, ഇൻ സിറ്റു കൺസർവേഷൻ മെത്തേഡ്. രണ്ടാമത്തേതാണ് എക്സ് സിറ്റു കൺസർവേഷൻ മെത്തേഡ്. What is in situ conservation, guys? നമ്മളൊരു ജീവിയെ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ കൺസർവ് ചെയ്യുന്നതിനെയാണ് ഇൻ സിറ്റു കൺസർവേഷൻ അല്ലെങ്കിൽ ഓൺ സൈറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത്. സോ ഇൻ സിറ്റു കൺസർവേഷൻ ആൻ ഓർഗാനിസം ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. എൻ്റെ കൂടെ ഉറക്കെ പറഞ്ഞേ, ഇൻ സിറ്റു കൺസർവേഷൻ ആൻ ഓർഗാനിസം ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. ഇനി വാട്ട് ഈസ് എക്സ് സിറ്റു കൺസർവേഷൻ, വിച്ച് ഈസ് ഓഫ് site conservation, that is away from natural habitat. So in ex situ conservation, the organism is protected outside its natural environment under human care. നമ്മുടെ കെയറിൽ അതിൻ്റെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൻ്റെ പുറത്ത് നമ്മൾ കൺസർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ് സിറ്റു കൺസർവേഷൻ എന്ന് പറയുക. റെഡി ആണല്ലോ ഗൈസ്? ഇൻ സിറ്റു കൺസർവേഷൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തതാണ് വി ഹാവ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്. ബയോഡൈവേഴ്സിറ്റി ഹോട്ട് സ്പോട്ടുകൾ ഉദാഹരണം നമ്മളോട് ചോദിക്കും. അതുപോലെ തന്നെ വി ഹാവ് നാഷണൽ പാർക്സ്, വി ഹാവ് ബയോസ്ഫിയർ റിസർവ്സ്. ഓക്കെ,
നോക്കൂ, ഇവിടെ നമ്മൾ എൻറ്റയർ ജീവികളെ മൊത്തത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഒരു കാട് നമ്മൾ അങ്ങ് സംരക്ഷിക്കുമ്പോൾ ആ കാട്ടിലുള്ള ജീവികളെല്ലാം അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു. അതാണ് സംഭവിക്കുന്നത്. ക്ലിയർ അല്ലേ കുട്ടികളെ? അടുത്തതാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. എന്താണ് കുട്ടികളെ? വന്യജീവി സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. മറ്റൊരു ഉദാഹരണമാണ് സേക്രഡ് ഗ്രൂവ്സ്. നമ്മൾ കാവുകൾ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റാണ്. കാവ് എന്ന് പറഞ്ഞാൽ കാടുകളാണ്. നമ്മൾ പലതരം വിശ്വാസങ്ങളുടെ പേരിൽ സംരക്ഷിക്കപ്പെടുന്ന കാടുകളാണ്. അപ്പോൾ കാട് സംരക്ഷിക്കപ്പെടുമ്പോൾ അവിടെയുള്ള എല്ലാ ജീവികളും പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു. ഏതൊക്കെയാണ്? വി ഹാവ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്, വി ഹാവ് നാഷണൽ പാർക്സ്, ബയോസ്ഫിയർ റിസർവ്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, സാക്രഡ് ഗ്രൂവ്സ്. ഇത്രയുമാണ് കുട്ടികളെ ഇൻസിറ്റു കൺസർവേഷൻ്റെ ഉദാഹരണങ്ങൾ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എക്സിറ്റു കൺസർവേഷൻ. എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം ഒന്ന് എന്താടാ? സൂകൾ, സോളജിക്കൽ പാർക്ക്, അതാണ് സൂകൾ. അതുപോലെ തന്നെ രണ്ടാമത്തതാണ് ബോട്ടാണിക്കൽ ഗാർഡൻ. നോക്കൂ, ബോട്ടാണിക്കൽ ഗാർഡൻ. ഓക്കെ. മൂന്നാമത്തതാണ് വൈൽഡ് ലൈഫ് സഫാരി പാർക്സ്. സഫാരി പാർക്സ്. റെഡി അല്ലേ? ഓക്കെ. നാലാമത്തത് നോക്കടാ, വി ഹാവ് സീഡ് ബാങ്ക്. നമ്മൾ സീഡ് ബാങ്കുകളിൽ ചെടികളുടെ സീഡിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. ദെൻ വി ക്യാൻ യൂസ് ക്രയോ പ്രിസർവേഷൻ ടെക്നിക്സ്. ക്രയോ പ്രിസർവേഷൻ ഓഫ് ഗാമീറ്റ്സ്. നമ്മൾ ജീവികളുടെ വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള ജീവികളുടെ ഗാമീറ്റിനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ആ ഗാമീറ്റ് പിന്നീട് നമുക്കെടുത്ത് ഫെർട്ടിലൈസേഷൻ നടത്തിക്കൊണ്ട് ജീവികളെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവരുടെ ഹാബിറ്റേറ്റിന് പുറത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന മെത്തേഡുകളാണ്. ക്ലിയർ ആണോ ഗൈസ്? ക്ലിയർ ആണോ? ക്രയോ പ്രിസർവേഷൻ ഓഫ് ഗാമീറ്റ്സ് എന്ന് പറയണം കേട്ടോ. വെറുതെ ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്രയോ പ്രിസർവേഷൻ ഓഫ് ഗാമീറ്റ്സ്. സെറ്റ് ആണല്ലോ? റെഡി ആണോ? റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ ഗൈസ്. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. തീർന്നു. ഇനി നോക്ക്, രണ്ട് കാര്യം കൂടെ പറഞ്ഞാൽ മതി. ഒന്ന്, ദ എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യാൻ വേണ്ടി നടന്ന എർത്ത് സമ്മിറ്റ് റിയോ ഡി ജനീറോയിലാണ് നടന്നത്. എവിടെയാണ്? റിയോ ഡി ജനീറോയിലാണ് എർത്ത് സമ്മിറ്റ് നടന്നത്. അടുത്തതാണ് വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇത് നടന്നത് ജോഹാന്നസ്ബർഗിലാണ്. എവിടെയാണ് കുട്ടികളെ? ജോഹാന്നസ്ബർഗിലാണ് വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നടന്നത്. ഇത് പഠിക്കണം ഞാൻ നിർബന്ധിക്കൂല. ചിലപ്പോൾ ചേരുംപടി ചേർക്കാൻ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് മാത്രം തന്നാണ് ഭയങ്കര ടഫ് എക്സാം ഒക്കെ ആയാലും. അങ്ങനെ ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നില്ല. നിങ്ങളൊന്നും പഠിക്കാത്ത ആളുകളാണെങ്കിൽ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, ബാക്കി ഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ മതി. സെറ്റല്ലേ? റെഡിയാണോ ഗൈസ്? റെഡിയാണോ? റെഡിയല്ലേ? റെഡിയല്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ സാധാരണഗതിയിൽ ചോദിക്കാൻ ഇത് സാധ്യതയില്ല കേട്ടോ. ചിലപ്പോൾ ഭയങ്കര ടഫൊക്കെ ആക്കാൻ വേണ്ടി നിന്നാൽ മാത്രമേ ഇതുപോലെ എഴുതിയ മാർക്ക് തരില്ലേ സാർ? യെസ്, ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ ആ പറഞ്ഞ രീതിയിൽ എഴുതിയാൽ മതി. അതെങ്കിൽ അത് എഴുതണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതണം, അത്രയേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. ആരോ ചോദിക്കുന്നുണ്ട്, സാർ അടുത്തത് ഇന്ന ചാപ്റ്റർ എടുക്കുമോ? എടാ, ആക്ച്വലി ഇത് ഇങ്ങനെ സ്ലൈഡ് അങ്ങനെ സെറ്റ് ചെയ്ത് പോയതാണ്. അപ്പോൾ ഇനി ആ സ്ലൈഡ് തിരിച്ച് മൊത്തത്തിൽ ഇങ്ങോട്ട് ഇടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഓക്കെ, സോ ഹൗ ഡു വി കൺസർവ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ അങ്ങനെയല്ല വരിക. ബയോഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യുന്നതിൻ്റെ മെത്തേഡുകൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ തന്നെ ചോദ്യം വരിക കേട്ടോ. ഇൻസിറ്റു ഏതൊക്കെ, എക്സിറ്റു ഏതൊക്കെ മെത്തേഡുകൾ എന്നുള്ള രീതിയിലാണ് ചോദ്യം വരിക. ഗൈസ്, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. Now let's talk about microbes in human welfare. What you are seeing here, നിങ്ങൾ ഇവിടെ എന്താ കാണുന്നത്? നോക്കട്ടെ, ഒരു ചെടി ഇതാ. ആ ചെടിയുടെ വേരുകൾ കാണുന്നുണ്ട്. ആ വേരിൽ കുറച്ച് ഫംഗസുകൾ നിൽക്കുന്നുണ്ട്. സോറി, കാണുന്നുണ്ടോ നിങ്ങൾ ഫംഗസുകൾ? യെസ്, കുറച്ച് ഫംഗസുകൾ ആ ചെടിയുടെ വേരിൽ. ആൻഡ് ദിസ് ഈസ് കോൾഡ് മൈക്കോറൈസ. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്കോറൈസ. 2 തവണ ചോദ്യം വന്നൊരു കോൺസെപ്റ്റ് ആയിട്ടോ, മൈക്കോറൈസ. സോ മൈക്കോറൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലുക്ക്, ഇറ്റ് ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് റൂട്ട് ഓഫ് ഹയർ plants, that is angiospermuകൾ, അവരെയാണ് ഈ ഹയർ പ്ലാന്റ്സ് എന്ന് പറയാ. സോ ദ സിംബയോട്ടിക് അസോസിയേഷൻ between fungi and root of higher plants, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്കോറൈസ. എന്താ കുട്ടികളെ വിളിക്കുക? മൈക്കോറൈസ.
ഈ മൈക്കോറൈസയിൽ ഒരു ബെനിഫിറ്റ് എന്താണെന്നറിയോ? ഫംഗസ് അബ്സോർബ് ഫോസ്ഫറസ് ഫോർ ദ പ്ലാന്റ്. പ്ലാന്റിന് ആവശ്യമായ ഫോസ്ഫറസിനെ ഫംഗസ് പ്ലാന്റിന് അബ്സോർബ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പ്ലാന്റ് പ്രൊവൈഡ് ഫുഡ് ടു ഫംഗസ്. ഫംഗസിന് ഫുഡ് ഫോർ ഫംഗസ്. ഫംഗസിന് ആവശ്യമായ ഫുഡ് പ്ലാന്റും പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഇവരുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് എന്ത് കുട്ടികളെ? മൈക്കോറൈസ എന്ന് പറയുന്നത്. ആൻഡ് ലുക്ക്, മെജോറിറ്റി ഓഫ് ഫംഗസ് ഫോമിംഗ് മൈക്കോറൈസ. മൈക്കോറൈസ ഉണ്ടാക്കുന്ന മെജോറിറ്റി ഫംഗസുകളും ദേ ബിലോങ് ടു ദ ജീനസ് ഗ്ലോമസ്. ഗ്ലോമസ് എന്ന് പറയുന്ന ജീനസിലുള്ള ഫംഗസുകളാണ്. മൈക്കോറൈസ ഉണ്ടാക്കുന്ന മിക്കവാറും ഫംഗസുകളൊക്കെ ഏത് ജീനസിൽപ്പെട്ടവരാണ്? ഗ്ലോമസ്. ദേ ബിലോങ് ടു ദ ജീനസ് ഗ്ലോമസ്. ക്ലിയർ ആണോ? ഓക്കെ, റെഡി ആണോ? So it is the symbiotic association between fungi and root of higher plants, and majority of fungi forming mycorrhiza belong to genus Glomus. Okay, very good. And look, the fungus absorb phosphate for plant. Plant phosphate കൊടുക്കും. Plant provide food to fungus. ഫംഗസിന് ഫുഡും കൊടുക്കും. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. അപ്പോൾ നോക്കൂ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബയോഫെർട്ടിലൈസർ. വാട്ട് ഈസ് ബയോഫെർട്ടിലൈസർ? ഒരു പ്ലാന്റിന് ന്യൂട്രിയൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ മണ്ണിൻ്റെ എന്താ പറയുക, ഫലഭൂയിഷ്ഠത, ന്യൂട്രിയൻസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഗാനിസങ്ങളെയാണ് നമ്മൾ ബയോഫെർട്ടിലൈസേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ മൈക്കോറൈസ ഒരു ബയോഫെർട്ടിലൈസർ ആണെന്ന് പറയാൻ പറ്റും. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കൂട്ടുന്നയാളാണ്, മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടുന്നയാളാണ് ഇയാളെന്ന് നമുക്ക് പറയാൻ പറ്റും. റെഡി ആണല്ലോ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നോ, നമ്മൾ ഈ ചാപ്റ്ററിൽ ബേസിക്കലി പഠിക്കുന്നത് മൈക്രോബ്സിൻ്റെ പലതരം യൂസ് ആണ്. ദറ്റ് ഈസ് മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റ്. വീട്ടിൽ നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു? ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ്, നമ്മൾ വ്യവസായ ആവശ്യത്തിന് മൈക്രോബ്സിന് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു? സീവേജ് ട്രീറ്റ്മെൻറ്റ്, നമ്മൾ വേസ്റ്റ് വാട്ടറിനെ ക്ലിയർ ആക്കാൻ മൈക്രോബിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു? നൗ ഫോർ ബയോഗ്യാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബയോ കൺട്രോളിന് വേണ്ടിയിട്ട്, ദറ്റ് ഈസ് നമ്മൾ കീടങ്ങളെ തുരത്താൻ വേണ്ടി, പെസ്റ്റുകളെ തുരത്താൻ വേണ്ടി മൈക്രോബ്സിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു? അവസാനം ബയോ ഫെർട്ടിലൈസേഴ്സ്. അത്തരത്തിലുള്ള ബയോ ഫെർട്ടിലൈസറിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ പിക്ചറിലൂടെ നിങ്ങൾക്ക് കാണിച്ചത്. ദാറ്റ് ഈസ് മൈക്കോറൈസ. ഏത് ജീനസിൽപ്പെട്ട ഫംഗസുകളാണ് മൈക്കോറൈസ ഉണ്ടാക്കുന്നത്? മെയിൻലി ഗ്ലോമസ് എന്ന് പറയുന്ന ജീനസിലുള്ള ആളുകൾ. ഗൈസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റ്. ഒന്നാമത്തേതാണ് മിൽക്ക്. മിൽക്ക് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന മൈക്രോബ് ആരാ? ചേരുംപടി ചേർക്കാൻ. ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വേറെ തന്നെ ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഇതിനകത്ത് അധികം ചോദ്യം ഉൾപ്പെടുത്താത്തത്. ഈ ചാപ്റ്ററിൽ എപ്പോഴും ചോദ്യം ചോദിക്കുക ചേരുംപടി ചേർക്കാനാണ്. എപ്പോഴും ചേരുംപടി ചേർക്കാനാണ് ചോദിക്കുക. 2 മാർക്കോ 3 മാർക്ക് വരെ ചോദിക്കാം. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും അവർ ചേരുംപടി ചേർക്കാനായിരിക്കും ചോദിക്കുക മെജോറിറ്റി ടൈം. ഓക്കെ, സോ നോക്കൂ, മിൽക്കിനെ കേടാക്കാൻ വേണ്ടിയിട്ട്, പാലിനെ കേടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ആളാണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. എന്താണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ? ഇതൊരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽപ്പെട്ട ധാരാളം ബാക്ടീരിയകളുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ലാക്ടോബാസിലസ്. എന്താണ് മക്കളെ? ലാക്ടോബാസിലസ്. റെഡി ആണല്ലോ? ഓക്കെ, സോ ലാബ് കൺവേർട്ട് മിൽക്ക് ടു കേർഡ്. നമുക്ക് പാലിൽ ഈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകൾ വളരും. ഉദാഹരണത്തിന് ലാക്ടോബാസിലസിനെ പോലെയുള്ള ആളുകൾ വളർന്നിട്ടാണ് അവർ ഈ പാലിനെ പതിയെ കേർഡാക്കി മാറ്റുന്നത്. അങ്ങനെ ആക്കി മാറ്റുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ദ ഇൻക്രീസ് വൈറ്റമിൻ B12 കണ്ടന്റ്. നോക്കൂ, ഇവർ ഈ കേർഡ് ഉണ്ടാക്കുന്നതിനോട് കൂടെ അതിനകത്ത് കുറേ വൈറ്റമിൻ B12 ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ തൈര് കുടിച്ചു കഴിഞ്ഞാൽ പാലിനേക്കാളും കൂടുതൽ വൈറ്റമിൻ B12 ഇവിടെ ഉണ്ടാവും, തൈരിലുണ്ടാകും. ക്ലിയർ ആണല്ലോ? സോ ഇറ്റ് ഇൻക്രീസ് വൈറ്റമിൻ B12 കണ്ടന്റ്. റെഡി അല്ലേ? വെരി ഗുഡ്. ഇനി അടുത്ത കുട്ടികളെ, അപ്പോൾ ഒന്നാമത്തെ യൂസ് നമ്മൾ പഠിച്ചു. രണ്ടാമത്തത് ദ ഡഫ് ഫോർ ദോശ ആൻഡ് ഇഡ്ലി. ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കാനുള്ള മാവ്, ആ മാവ് ഫെർമെൻറ്റേഷൻ നടത്താൻ നമ്മളെ സഹായിക്കുന്നതും ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയാണ്. ഇയാൾ തന്നെയാണ്, ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തന്നെയാണ് നമ്മൾ ഉഴുന്നാട്ടിയിട്ട് ദോശയൊക്കെ ഉണ്ടാക്കാറില്ല. അപ്പോൾ അതിനെ പുളിപ്പിക്കാൻ, അതിനെ ഫെർമെൻറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു ഇവർ തന്നെയാണ്. റെഡി ആണല്ലോ ഗൈസ്? സെറ്റ് അല്ലേ? റെഡി അല്ലടാ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്താണ് കുട്ടികളെ ഫോർ ബ്രെഡ് മേക്കിംഗ്. ബ്രെഡ് മേക്ക് ചെയ്യാൻ. ഓക്കെ, ടു മേക്ക് ബ്രെഡ്, ദറ്റ് ഈസ് ദ ഡഫ് ഫോർ ബ്രെഡ്. ബ്രെഡ് ഉണ്ടാക്കാനുള്ള മാവ്, അതിനെ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നയാളാണ് സെക്കാരോമൈസസ്. ഇതേപോലെ പഠിച്ചോ, സെക്കാരോമൈസസ് സെറവീസിയേ. ആരാണ് കുട്ടികളെ? സെക്കാരോമൈസസ് സെറവീസിയേ. ഇറ്റ് ഈസ് ആൻ ഈസ്റ്റ്. ഇതൊരു ഈസ്റ്റ് ആണ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ ഫംഗസുകളെ മൊത്തത്തിൽ
ാണ് ഈസ്റ്റുകൾ. ഓക്കെ, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് യൂണിസെല്ലുലാർ ഫംഗസ്. അതിൽപ്പെട്ട സെക്കാരോമൈസസ് സെറിവീസിയ എന്ന് പറയുന്ന ഈസ്റ്റാണ് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കാൻ, ദ ഡഫ് ഫോർ ബ്രെഡ് മേക്കിംഗ്, അതിനെ ഫെർമെൻറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. റെഡിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇയാൾ നമ്മൾ ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. എന്താ വിളിക്കുക കുട്ടികളെ? ബേക്കേഴ്സ് ഈസ്റ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. അടുത്തത് നോക്കൂ, സ്വിസ് ചീസ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ആൾ. സ്വിസ് ചീസിൻ്റെ പ്രത്യേകത, ഇതിൽ ധാരാളം ലാർജ് ഹോൾസ് ഉണ്ടാകും, ലാർജ് ഹോളുകൾ ഉണ്ടാകും. സ്വിസ് ചീസ് എന്ന് പറയുന്നത്, ഞങ്ങൾ ടോം ആൻഡ് ജെറി കണ്ടിട്ടുണ്ടോ കാർട്ടൂൺ? അപ്പോൾ ഈ ടോം ആൻഡ് ജെറിയിൽ ഈ ഒരു തരം ചീസ് ഉണ്ട്, അതിനകത്ത് നിറയെ വലിയ വലിയ ഓട്ടകളുള്ള ചീസ്, നിങ്ങൾക്ക് കാണാൻ പറ്റും പലപ്പോഴും പിക്ചർ. സോ നോ ദ ഡഫ് ഫോർ, നമ്മളെ മെഹറൂഫ് സാർ വന്ന് ക്ലാസ് എടുക്കണമെന്ന് ചോദിക്കാം. സോ ദ ഡഫ് ഫോർ സ്വിസ് ചീസ്, ദ ഡഫ് ഫോർ ഐം സോറി സ്വിസ് ചീസ് നമ്മൾ ഉണ്ടാക്കുന്ന മിൽക്കിൽ നിന്നാണ്. അപ്പോൾ സ്വിസ് ചീസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആളാണ് പ്രൊപ്പിയോണി ബാക്ടീരിയ. നിങ്ങളെ മെഹറൂഫ് സാർ വന്ന് എൻ്റെ കോൺസെൻട്രേഷൻ കളഞ്ഞു. പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി. ആരാണ് മക്കളെ? പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് നമ്മൾ എന്തുണ്ടാക്കാൻ സഹായിക്കുന്ന കുട്ടികളെ? സ്വിസ് ചീസ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അടുത്താണ് കുട്ടികളെ റോക്ക്ഫോർട്ട് ചീസ്. എന്താണ് റോക്ക്ഫോർട്ട് ചീസ്? അതുണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നത് ആക്ച്വലി ഒരു പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. ഓക്കെ, ആരുടെ ഒരു ഫംഗസ് ആണ്, പേര് നിങ്ങൾ പഠിക്കേണ്ട. പെനിസിലിയം റോക്ക്ഫോർട്ടി എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്, നൊട്ടേറ്റ് അല്ല, പെനിസിലിയം റോക്ക്ഫോർട്ടി നിങ്ങൾ പഠിക്കേണ്ട, ഇത്ര പഠിച്ചാൽ മതി. സോ മിൽക്കിനെ കേടുണ്ടാക്കാൻ സഹായിക്കുന്നത് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ഉദാഹരണത്തിന് ലാക്ടോബാസിലസ്, ഇതൊരു ഗ്രൂപ്പാണ്, മനസ്സിലാക്കുക. ദെൻ ദ ഇൻക്രീസ് വൈറ്റമിൻ B12 കണ്ടന്റ് ഓഫ് മിൽക്കിൽ ഇവർ വളരുമ്പോൾ വൈറ്റമിൻ B12 ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. അടുത്തത് ഡഫ് ഫോർ ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കാനുള്ള ഡഫിന് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകൾ തന്നെയാണ് ഫെർമെന്റ് ചെയ്യുന്നത്. ഇനി ഡഫ് ഫോർ ബ്രെഡ് ആരുടെ ഫെർമെന്റ് ചെയ്യുന്നത്? സെക്കാരോമൈസസ് സെറിവീസി എന്ന് പറയുന്ന ബേക്കേഴ്സ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഈസ്റ്റ്. സ്വിസ് ചീസിന്റെ പ്രത്യേകത ലാർജ് ഹോൾ ഉണ്ടാവും, ഡ്യൂ ടു മോർ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ദർ. അവിടെ ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ്, ഈ പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി എന്ന് പറയുന്ന ബാക്ടീരിയ ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും, അതുകൊണ്ടാണ് ലാർജ് ഹോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇനി റോക്ക്ഫോർട്ട് ചീസ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫംഗസ് ആണ്. സെറ്റ് അല്ലേ? റെഡിയാണോ? അപ്പോൾ അത് കഴിഞ്ഞു. സോ മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റ് കഴിഞ്ഞു. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്. നോക്കൂ, നമ്മൾ 3 തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. നമ്പർ 1, ഫെർമെൻറ്റഡ് ബീവറേജുകൾ, അതായത് ആൽക്കഹോളിക് ബീവറേജുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അബൌട്ട് ആൻറ്റിബയോട്ടിക്സ്, അത് കഴിഞ്ഞാൽ ചില എൻസൈംസ് ആൻഡ് അതർ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്. ഇങ്ങനെ ഇത്തരത്തിൽ 3 തരം ആളുകളുടെ പ്രൊഡക്ഷൻ. ബയോ ആക്റ്റീവ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ സിംപ്ലി മരുന്നുകളാണ് പലതരത്തിലുള്ള. ഇവരുടെ ഒക്കെ പ്രൊഡക്ഷന് മൈക്രോബ്സിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു? ക്ലിയർ ആണല്ലോ? ഈ 3 തരം യൂസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഫെർമെൻറ്റഡ് ബീവറേജുകൾ. നമ്മൾ ഫ്രൂട്ട് ജ്യൂസിനെ ഫെർമെൻറ്റ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ മാൾട്ടഡ് സിറിയൽസ് എന്ന് പറയും, അതായത് ഈ ഗോതമ്പൊക്കെ കുറേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ അത് പതിയെ മുളക്കാൻ തുടങ്ങും, അതാണ് മാൾട്ടഡ് സിറിയൽ. അപ്പോൾ അതിനെയൊക്കെ ഫെർമെൻറ്റേഷൻ നടത്തിയിട്ടാണ് പലതരം ആൽക്കഹോളിക് ബീവറേജുകൾ ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ആരാന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞ സെക്കാരോമൈസസ് സെറിവീസിയയില്ലേ, അയാൾ തന്നെയാണ് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ നമ്മൾ ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നും വിളിക്കാറുണ്ട്, ബ്രൂവറുടെ ഈസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. റെഡിയാണല്ലോ? ഓക്കെ, ദ സെയിം സെക്കാരോമൈസസ് സെറിവീസിയെ. റെഡിയല്ലേ? ഇനി നോക്കൂ, നിങ്ങളിങ്ങനെ ഈ സെക്കാരോമൈസസ് സെറിവീസിയ ഈസ്റ്റിനെ കൊണ്ടുപോയിട്ട്, അതായത് ബ്രൂവേഴ്സ് ഈസ്റ്റ് അല്ലെങ്കിൽ ബേക്കേഴ്സ് ഈസ്റ്റ്, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, അയാളെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഫ്രൂട്ട് ജ്യൂസിലിട്ടു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അയാൾ പതിയെ അവിടെ ഫെർമെൻറ്റേഷൻ നടത്തിയിട്ട് ആൽക്കഹോൾ ഉണ്ടാക്കും. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആൽക്കഹോൾ വളരെ പ്യുവറൊന്നും ആവില്ല, ഇമ്പ്യൂർ ആയിരിക്കും. അതിനെ നിങ്ങൾക്ക് നോക്കൂ, ഡിസ്റ്റിലേഷൻ നടത്തി കഴിഞ്ഞാൽ നല്ല കോൺസെൻട്രേഷൻ കൂടിയ ഹൈലി കോൺസെൻട്രേറ്റഡ് ബീവറേജുകൾ കിട്ടും. അപ്പോൾ നോക്കൂ, ആൽക്കഹോൾ കണ്ടന്റ് കൂടിയ ബീവറേജുകളും കുറഞ്ഞ ബീവറേജും ഉണ്ട്. സോ വിത്ത് ഡിസ്റ്റിലേഷൻ നടത്തി കഴിഞ്ഞാൽ ആൽക്കഹോൾ കണ്ടന്റ് കൂടിയ ബീവറേജുകൾ കിട്ടും. വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ നിങ്ങൾ നടത്താണ്ട് നിങ്ങൾക്ക് ബീവറേജ് ഉണ്ടാക്കിയാൽ കുറച്ചുകൂടെ ക്വാളിറ്റി കുറച്ചുകൂടെ ആൽക്കഹോൾ കണ്ടന്റ് കുറഞ്ഞത് കിട്ടും അല്ലേ? ഇതിൻ്റെ ഉദാഹരണം എന്താ കുട്ടികളെ? ബിയർ, അതുപോലെ തന്നെ വൈനൊക്കെ വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ ആണ്. ദെൻ ബ്രാൻഡി, വിസ്കി, റം, ഇതൊക്കെ വിത്ത് ഡിസ്റ്റിലേഷൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. റെഡിയല്ലേ കുട്ടികളെ?
അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. വിത്ത് ഡിസ്റ്റിലേഷനും വിത്തൗട്ട് ഡിസ്റ്റിലേഷനും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ തന്നെ ഇനഫ് ആണ്. Now let's talk about antibiotics. Guys, what is anti? Anti means against. ആൻറ്റി എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് എന്നാണ് അർത്ഥം. ബയോസ് മീൻസ് ലൈഫ്. അപ്പോൾ എഗെയിൻസ്റ്റ് ലൈഫ് എന്നാണ് ശരിക്കും ഈ ഒരു ടേമിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ ലൈഫ് ഓഫ് പാത്തോജൻസ്. പാത്തോജൻ എന്ന് പറഞ്ഞത് നമുക്ക് രോഗം ഉണ്ടാക്കുന്ന ജീവികൾ അല്ലേ. പാത്തോജൻസിൻ്റെ ലൈഫിനെതിരെ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് ആക്ച്വലി ആൻറ്റിബയോട്ടിക്സ്, വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ്. ക്ലിയർ അല്ലേ? ഓക്കെ. സോ ആൻറ്റിബയോട്ടിക്സ് ആർ ഡ്രഗ് പ്രൊഡ്യൂസ്ഡ് ബൈ അല്ലെങ്കിൽ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു കിൽ പാത്തോജൻസ്. ഓക്കെ, ഇതൊന്നും നമ്മളോട് ചോദിക്കാറില്ല. ലോകത്തെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഏതാന്ന് ചോദിക്കും. ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് ഡിസ്കവേർഡ് വാസ് പെനിസിലിൻ. എന്താണ് കുട്ടികളെ? പെനിസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് ആണ്. ആരാണ് ഡിസ്കവർ ചെയ്തത്? സർ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ഡിസ്കവർ ചെയ്തത്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഫ്രം എ ഫംഗസ് കോൾഡ് പെനിസിലിയം നൊട്ടേറ്റം. ആ ഫംഗസിൽ നിന്നാണ് നമുക്കിത് കിട്ടിയത്. പെനിസിലിയം നൊട്ടേറ്റം. എന്താണ്? പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിൽ വൂണ്ടായി കിടന്നിരുന്ന സോൾജിയേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആൻറ്റിബയോട്ടിക് ധാരാളമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് വാസ് പെനിസിലിൻ. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ അലക്സാണ്ടർ ഫ്ലെമിംഗ് ഫ്രം എ ഫംഗസ് കോൾഡ് പെനിസിലിയം നൊട്ടേറ്റം. എന്താ കുട്ടികളെ? പെനിസിലിയം നൊട്ടേറ്റം. റെഡി ആണല്ലോ? റെഡി അല്ലേ? Now let's talk about enzymes and other bioactive molecules and some acids. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആസിഡുകളുടെ പ്രൊഡക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ലുക്ക്, അവസാനത്തെ ഇൻഡസ്ട്രിയൽ യൂസ്. സോ പലതരം ആസിഡുകളുടെയും പലതരം എൻസൈമുകളുടെയും പലതരം ഡ്രഗുകളുടെയും ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലേ. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആസിഡ്സ്. ഒന്നാമതാണ് സിട്രിക് ആസിഡ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നത് ആസ്പെർഗില്ലസ് നൈഗർ എന്നറിയപ്പെടുന്ന ഒരു ഫംഗസ് ആണ്, വിച്ച് ഈസ് എ ഫംഗസ്. ആസ്പെർഗില്ലസ് നൈഗർ എന്നറിയപ്പെടുന്ന ഫംഗസ് ആണ് സിട്രിക് ആസിഡ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഇങ്ങനെ തന്നെ പഠിക്കണം, അയാൾ ഫംഗസ് ആണെന്ന് കൂടെ ചേർത്ത് വേണം പഠിക്കാൻ. റെഡിയല്ലേ കുട്ടികളെ? ഇനി അസറ്റിക് ആസിഡ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ബാക്ടീരിയയാണ്. ആ പേര് തന്നെയുണ്ട്, അസെറ്റോബാക്ടർ അസെറ്റി കേട്ടോ. ഇത് എ ആണ്. അസെറ്റോബാക്ടർ അസെറ്റി എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. ആ പേര് തന്നെയുണ്ട് അല്ലേ, ബാക്ടീരിയയാണ്. ഇനി അടുത്താണ് കുട്ടികളെ ബ്യൂട്ടൈറിക് ആസിഡ്. ഇതുണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നത് ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം എന്നറിയപ്പെടുന്ന ബാക്ടീരിയയാണ്. ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം. ക്ലിയർ ആണല്ലോ? വിച്ച് ഈസ് ഓൾസോ എ ബാക്ടീരിയ. റെഡി. ഇനി അടുത്തത് ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കാൻ ആരാ സഹായിക്കുന്നത്? ലാക്റ്റിക് ആസിഡ് ലാക്ടോബാസില്ലസ്. ഓക്കെ, ലാക്ടോബാസില്ലസ്. എഥനോൾ ഉണ്ടാക്കാൻ നമ്മൾ ആരാ സഹായിക്കുന്നത്? എഥനോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ. എഥനോൾ ഉണ്ടാക്കാൻ ആരാ സഹായിക്കുന്നത്? സെക്കാരോമൈസസ് സെറവീസിയെ അല്ലേ. എഥനോൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നത് സെക്കാരോമൈസസ് സെറവീസിയെ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേ, സിട്രിക് ആസിഡ് ഉണ്ടാക്കാൻ ആസ്പെർഗില്ലസ് നൈഗർ വിച്ച് ഈസ് എ ഫംഗസ്. അസറ്റിക് ആസിഡ് ഉണ്ടാക്കാൻ അസെറ്റോബാക്ടർ അസെറ്റി വിച്ച് ഈസ് എ ബാക്ടീരിയ. പേര് തന്നെയുണ്ട്. ബാക്കിയൊക്കെ ബാക്ടീരിയ ആണ് അല്ലേ, ഇതൊക്കെ ബാക്ടീരിയ ആണ്. റെഡിയല്ലേ കുട്ടികളെ? ബ്യൂട്ടൈറിക് ആസിഡ് ഉണ്ടാക്കാൻ ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം വിച്ച് ഈസ് ഓൾസോ എ ബാക്ടീരിയ. ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കാൻ ലാക്ടോബാസില്ലസ്. സെറ്റ്, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ പലതരം ആസിഡുകളുടെ പ്രൊഡക്ഷൻ പഠിച്ചു. ഇനി നോക്കൂ, പല എൻസൈമുകൾ ഉണ്ടാക്കാൻ നമ്മൾ മൈക്രോബ്സ് സഹായിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള 3 എൻസൈമുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ് പെക്റ്റിനേസ്, അടുത്തതാണ് പ്രോട്ടിയേസ്. എന്താണ് പെക്റ്റിനേസ് എന്ന് പറഞ്ഞാൽ? പെക്റ്റിൻ ഫൈബറുകൾ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം. പ്രോട്ടിയേസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമുകൾ. റെഡിയല്ലേ? മറ്റൊരു ഉദാഹരണമാണ് ലൈപ്പേസസ് ലിപ്പിഡ് ഡൈജസ്റ്റിംഗ് എൻസൈംസ്. നോക്കൂ, പെക്റ്റിനേസും പ്രോട്ടിയേസും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? ടു ക്ലാരിഫൈ ഫ്രൂട്ട് ജ്യൂസിലുള്ള നാരുകളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ക്ലാരിഫൈ ചെയ്യാനാണ് പെക്റ്റിനേസ് പ്രോട്ടിയേസ് ഈ 2 എൻസൈമുകൾ യൂസ് ചെയ്യുന്നത്. ടു ക്ലാരിഫൈ ഫ്രൂട്ട് ജ്യൂസസ്. റെഡിയല്ലേ? ഇനി ലൈപ്പേസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാന്നറിയോ? നമ്മുടെ ഡ്രസ്സിലൊക്കെ പറ്റി പിടിച്ചുള്ള ലിപ്പിഡൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. സോ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഹൈ ക്വാളിറ്റി ഡിറ്റർജൻസ്. ഓക്കെ, ഡിറ്റർജൻറ്റുകളിലാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത് കുട്ടികളെ?
ലൈപ്പേസസ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡ്രസ്സിലൊക്കെ നമ്മുടെ വിയർപ്പ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഓയിലി സെക്രീഷൻസ് ഒക്കെ പറ്റിപ്പിടിക്കും. അപ്പോൾ ഡ്രസ്സിൽ നിന്ന് ആ സെക്രീഷൻസിലൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യുന്നു? ഈ എൻസൈമിനെ യൂസ് ചെയ്യുന്നു, ലൈപ്പേസസ്. റെഡിയാണ് കുട്ടികളെ? നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് അതർ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്. മറ്റ് ചില ഡ്രഗുകൾ കൂടെ ഈ കൂട്ടത്തിൽ പഠിക്കാം. 3 പഠിച്ചാൽ മതി. ഒന്നാമത്തതാണ് കുട്ടികളെ സൈക്ലോസ്പോറിൻ എ. എന്താണ് സൈക്ലോസ്പോറിൻ എ? ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ട്രൈക്കോഡേർമ പോളിസ്പോറം. എന്താടാ? ട്രൈക്കോഡേർമ പോളിസ്പോറം എന്ന് പറയുന്ന ഒരു ഫംഗസിൽ നിന്നാണ് നമുക്ക് സൈക്ലോസ്പോറിൻ എ കിട്ടുന്നത്. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇമ്മ്യൂണോ സപ്രസൻറ്റ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രഗ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓർഗാനൊക്കെ മാറ്റിവെച്ച രോഗികളിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം പോയിട്ട് ആ മാറ്റിവെച്ച ഓർഗാനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അവരുടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിലെ T ലിംഫോസൈറ്റുകൾ പോയിട്ട് ഓർഗാനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റിയെ നമ്മൾ സപ്രസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിലാണ് നമ്മൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സൈക്ലോസ്പോറിൻ എ എവിടുന്നാണ് കിട്ടുന്നത്? ട്രൈക്കോഡേർമ പോളിസ്പോറം എന്ന് പറയുന്ന ഫംഗസിൽ നിന്ന്. റെഡിയല്ലേ? ഓക്കെ, വെരി ഗുഡ്. സെറ്റല്ലേ? ഇനി രണ്ടാമത്താണ് കുട്ടികളെ സ്ട്രെപ്റ്റോകൈനേസ്. എന്താടാ? സ്ട്രെപ്റ്റോകൈനേസ്. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം എ ബാക്ടീരിയം കോൾഡ് സ്ട്രെപ്റ്റോകോക്കസ്. സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയിൽ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്. സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ. ഓക്കെ, ഇതിൻ്റെ യൂസ് എന്താണെന്നറിയോ? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ക്ലോട്ട് ബസ്റ്റർ. നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന രോഗികളുടെ കൊറോണറി ആർട്ടറി, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഹാർട്ടിലൊക്കെ കാണുന്ന ചെറിയ ആർട്ടറികളാണ് കൊറോണറി ആർട്ടറികൾ. ആ കൊറോണറി ആർട്ടറികളിൽ ബ്ലോക്ക് വരുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ക്ലോട്ടിനെ പൊട്ടിച്ച് കളയാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഇതിനെ അലിയിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കെമിക്കൽ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഈ ക്ലോട്ട് പതിയെ അലിഞ്ഞു പോകും. അങ്ങനെ അലിഞ്ഞു പോയാൽ ഇതിലൂടെ ബ്ലഡ് ഫ്ലോ നന്നായിട്ട് നടക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ ക്ലോട്ട് ബസ്റ്റർ in patients with myocardial infarction. അങ്ങനെ പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് കേട്ടോ. മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസിലെ ക്ലോട്ട് ബസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് സ്ട്രെപ്റ്റോകൈനേസ്, വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം എ ബാക്ടീരിയം കോൾഡ് സ്ട്രെപ്റ്റോകോക്കസ്. സെറ്റ് ആണല്ലോ? അപ്പോൾ അതും പഠിച്ചു. അവസാനത്താണ് കുട്ടികളെ, നോക്കൂ, വി ഹാവ് സ്റ്റാറ്റിൻസ്. സ്റ്റാറ്റിൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസ് ആണ്. statins, which is obtained from Monascus purpureus. മൊണാസ്കസ് പെർപ്യൂരിയസ് എന്ന് പറയുന്ന ഒരു ഈസ്റ്റിൽ നിന്ന്. ഇറ്റ് ഈസ് യൂണിസെല്ലുലാർ ഫംഗസ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ ഫംഗസ്. ഓക്കെ, സോ മൊണാസ്കസ് പെർപ്യൂരിയസ് എന്നറിയപ്പെടുന്ന ഈസ്റ്റിൽ നിന്നാണ് നമുക്ക് സ്റ്റാറ്റിൻസ് കിട്ടുന്നത്, വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻറ്റ്. നമ്മുടെ ബ്ലഡിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഏജൻ്റ് ആയിട്ടാണ് ഇയാൾ ആക്ട് ചെയ്യുന്നത്. ക്ലിയർലി? നിങ്ങളുടെയൊക്കെ വീട്ടിൽ കൊളസ്ട്രോൾ ഉള്ള അപ്പാപ്പന്മാരും അമ്മാമ്മമാരൊക്കെ രാത്രി കഴിക്കുന്ന മരുന്നുണ്ടാവും, 10 mg 20 mg ഒക്കെ ആയിട്ട്, 40 mg വരെയൊക്കെ പോവാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും അട്ടോർവ സ്റ്റാറ്റിൻ, റോസുവ സ്റ്റാറ്റിൻ എന്നൊക്കെ പറഞ്ഞാൽ അവർ കുടിക്കുന്ന മരുന്ന്, അതിലെല്ലാം സ്റ്റാറ്റിൻ ഉണ്ടാവും. സോ സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻറ്റ്. ബ്ലഡിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഏജൻ്റാണ്, വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം എൻ ഈസ്റ്റ് കോൾഡ് മൊണാസ്കസ് പെർപ്യൂരിയസ്. എവിടുന്ന കുട്ടികളെ? മൊണാസ്കസ് പെർപ്യൂരിയസ്. സെറ്റാണല്ലോ? എടാ, ഇനി അടുത്ത ഡൗട്ട് താഴെ സ്ട്രെപ്റ്റോകൈനേസ് എൻസൈമിലല്ലേ വരിക. നിങ്ങൾ എവിടെ വന്നാലും കുഴപ്പമില്ല, ഇതൊന്നും നിങ്ങളോട് ചോദിക്കൂല ഇത് എൻസൈമാണോ, ഇത് മറ്റെന്തെങ്കിലും കാര്യമാണെന്നൊന്നും നിങ്ങളോട് ചോദിക്കൂല. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നീറ്റിൻ്റെ ഒക്കെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, സോ നൗ നിങ്ങൾ ഇത് ജസ്റ്റ് ചേരുംപടി ചേർക്കാൻ വേണ്ടി മാത്രം പഠിച്ചാൽ മതി. ചേരുംപടി ചേർക്കാനാണ് ചോദിക്കുക. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മൈക്രോബ്സ് ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ എങ്ങനെയാണ് സീവേജ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മൈക്രോബിനെ യൂസ് ചെയ്യുന്നത് നോക്കാം. വാട്ട് ഈസ് സീവേജ്? സീവേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ, അല്ലേ? മുനിസിപ്പൽ വേസ്റ്റ് വാട്ടറിനെയാണ് സീവേജ് എന്ന് പറയുന്നത്. അപ്പോൾ സീവേജിൽ എന്തൊക്കെ ഉണ്ടാവും? പലതരം ബാക്ടീരിയകൾ, പലതരം മൈക്രോ ഓർഗാനിസങ്ങളും, ബാക്ടീരിയകളും ഫംഗസുകളും വൈറസുകളും ഒക്കെ ഉണ്ടാവും. സോ പലതരം മൈക്രോബുകൾ ഉണ്ടാവും, പലതരം ഓർഗാനിക് വേസ്റ്റുകൾ ഉണ്ടാവും, ബയോ വേസ്റ്റുകൾ, പലതരം ആയിട്ടുള്ള ബയോ വേസ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാവും, ചെളിയും പൊടിയും ഒക്കെ ഉണ്ടാവും, അല്ലേ? എവ്രിതിങ് വിൽ ബി ദർ. അപ്പോൾ നമ്മൾ ആക്ച്വലി സീവേജിനെ 2 ഘട്ടത്തിലുള്ള ട്രീറ്റ്മെൻറ്റിലൂടെയാണ് ക്ലിയർ ചെയ്യുന്നത്, സീവേജിനെ ശുദ്ധീകരിക്കുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തതാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. രണ്ടാമത്തതാണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഈ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ആരൊക്കെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നറിയോ? ടു റിമൂവ്, ഒന്ന്
ഫ്ലോട്ടിംഗ് ഡെബ്രീസ്, ഒഴുകി നടക്കുന്ന ഈ ഡെബ്രികൾ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ പ്ലാസ്റ്റിക്കും മറ്റുമൊക്കെ ആയിട്ട് ഒഴുകി നടക്കുന്ന മാലിന്യങ്ങൾ, അവരെ റിമൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആൻഡ് ഗ്രിറ്റ്, ഈ ചെളിയും പൊടിയും ചേറും ഒക്കെ ഉണ്ടാവുമല്ലോ, മണ്ണും ഒക്കെ, അതിനെ ഈ വെള്ളത്തിൽ നിന്ന് ശുദ്ധീകരിക്കുക. ഇത് രണ്ടുമാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ നടക്കുന്നത്. ആൻഡ് ഈ സിംപ്ലി എ ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഇതൊരു ഫിസിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്, ഒരു ഫിസിക്കൽ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഫ്ലോട്ടിംഗ് ഡെബ്രീസിനെ ഒഴിവാക്കാൻ വേണ്ടി, ഈ ഒഴുകി നടക്കുന്ന ഈ മാലിന്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഫിൽട്രേഷൻ ചെയ്യും. സോ ഇറ്റ് ഈസ് ത്രൂ ഫിൽട്രേഷൻ. നമ്മൾ ഈ സീവേജിനെ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിലൂടെ കടത്തിവിട്ടാൽ ആ ഒഴുകി നടക്കുന്ന വസ്തുക്കളെല്ലാം നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. ദെൻ അടുത്തത് ഈ ഗ്രിറ്റ്, ചെളി ഒഴിവാക്കാൻ, ചെളിയും ചേറൊക്കെ ഒഴിവാക്കാനോ സെഡിമെൻറ്റേഷൻ. നിങ്ങൾ സീവേജിനെ കൊണ്ടുപോയിട്ട് ഒരു ലാർജ് ടാങ്കിൽ കുറച്ച് സമയം അങ്ങ് കെട്ടിക്കിടത്തുക. അങ്ങനെ കെട്ടിക്കിടക്കുന്ന സമയത്ത് അതിലുള്ള ചെളിയും പൊടിയൊക്കെ താഴെ വന്ന് അടിഞ്ഞുകൂടും. ക്ലിയർ ആണല്ലോ? ഇറ്റ് സെഡിമെൻറ്റ്സ് ദർ. ഓക്കെ, അപ്പോൾ അതാണ് ആക്ച്വലി നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ നടക്കുന്നത്, വിച്ച് ഈസ് എ ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ്. ബട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്, വിച്ച് ഈസ് ദ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഈ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നത്. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. നമുക്ക് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് നമ്മൾ മെയിനായിട്ട് ഒഴിവാക്കുന്നത് ഓർഗാനിക് മാറ്ററിനെയാണ്, ബയോ വേസ്റ്റുകളെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. സീവേജിൽ അലിഞ്ഞു കിടക്കുന്ന പലതരം ഓർഗാനിക് മാറ്ററിനെയാണ് നമ്മൾ ശുദ്ധീകരിക്കുന്നത്. അതിൽ നിന്നാണ് സീവേജിനെ ക്ലിയർ ചെയ്തെടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. നമ്മൾ പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഗ്രിറ്റിനൊക്കെ റിമൂവ് ചെയ്യുന്നത്. ഒരു പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ വെച്ചിട്ടാണ് ഈ ഗ്രിറ്റിനൊക്കെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ലുക്ക്, നന്നായി ശ്രദ്ധിച്ചോ. സോ ദിസ് ഈസ് യുവർ സീവേജ്. സീവേജ് വന്നു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ആദ്യം ഫിൽട്രേഷൻ, അല്ലേ, ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിലൂടെ കടത്തിവിടുന്നു. അപ്പോൾ ഫ്ലോട്ടിംഗ് ഡെബ്രികളെല്ലാം റിമൂവ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം നിങ്ങൾ ഇതിനെ സെഡിമെൻറ്റേഷൻ ചെയ്യുന്നു. സെഡിമെൻറ്റേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ആ ചെളിയെല്ലാം അടിഞ്ഞുകൂടുന്നു, അല്ലേ, ചെളിയെല്ലാം അടിഞ്ഞുകൂടുന്നു. ഓക്കെ, അതിനുശേഷം വാട്ട് യു ആർ ഡൂയിങ് ഈസ് യുവർ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. നോക്കൂ, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് വാട്ട് ഈസ് BOD. എന്താണ് BOD എന്ന് ചോദിക്കും. വാട്ട് ഈസ് BOD? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. എന്താ മക്കളെ? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ദാറ്റ് ഈസ് ആക്ച്വലി ഒരു വെള്ളത്തിൽ എത്രത്തോളം ഓർഗാനിക് മാറ്റർ ഉണ്ട് എന്നതിൻ്റെ ഒരു മെഷറാണ് BOD എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മൈക്രോ ഓർഗാനിസങ്ങൾ വെള്ളത്തിൽ ജീവിക്കുന്ന സമയത്ത് ആ വെള്ളത്തിലുള്ള ഓർഗാനിക് മാറ്ററിനെ അവന്മാർ ഭക്ഷിക്കും, അവന്മാർ കൺസ്യൂം ചെയ്യും. ഓക്കെ, അവർ കൺസ്യൂം ചെയ്യുന്നതിനോട് കൂടെ തന്നെ അവർക്ക് ഓക്സിജൻ വേണം. അപ്പോൾ നമ്മൾ എന്തിനാണ് ശരിക്കും ഓക്സിജൻ ശ്വസിക്കുന്നത്? നമുക്ക് എന്തിനാണ് ഓക്സിജൻ? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് എനർജി ഉണ്ടാക്കാനാണ് നമ്മുടെ ബോഡിക്ക് ഓക്സിജൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ഫുഡ് കിട്ടിയാലേ നമുക്ക് ഓക്സിജൻ കൊണ്ട് കാര്യമുള്ളൂ. ജസ്റ്റ് ലൈക്ക് ദാറ്റ് മൈക്രോ ഓർഗാനിസങ്ങൾ, മൈക്രോബ്സ്, ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെ ഇവന്മാർ ഈ സീവേജ് വാട്ടറിൽ ജീവിച്ച് ആ വാട്ടറിലുള്ള എല്ലാത്തരം ഓർഗാനിക് മാറ്ററിനെയും കൺസ്യൂം ചെയ്യും. അതേ സമയത്ത് അവർ കുറേ ഓക്സിജനും വലിച്ചെടുക്കും. സോ കുറേ ഓർഗാനിക് മാറ്റർ സീവേജിലുണ്ടെങ്കിൽ അവർക്ക് കുറേ ഓക്സിജൻ വേണ്ടി വരും. ഈ വേസ്റ്റ് വാട്ടറിലുള്ള ഓർഗാനിക് മാറ്ററിനെ മുഴുവൻ തിന്നും തീർക്കണമെങ്കിൽ ഇവർക്ക് ധാരാളം ഓക്സിജൻ വേണ്ടി വരും. അതേസമയത്ത് കുറച്ച് ഓർഗാനിക് മാറ്റർ ആണുള്ളതെങ്കിലോ കുറച്ച് ഓക്സിജൻ കിട്ടിയാൽ മതി. ക്ലിയർ ആണല്ലോ ഗൈസ്? അതിനെയാണ് നമ്മൾ BOD എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ എയറോബിക് മൈക്രോബ്സ്. എയറോബിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസങ്ങൾ റിക്വയർ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഓക്സിജൻ ടു ഓക്സിഡൈസ് organic matter present in 1 liter of water. നമുക്ക് 1 ലിറ്റർ വേസ്റ്റ് വാട്ടറിലുള്ള ഓർഗാനിക് മാറ്ററിനെ ഓക്സിഡൈസ് ചെയ്യാൻ എയറോബിക് മൈക്രോബ്സിന് എത്ര ഓക്സിജൻ വേണമോ അതിനെയാണ് നമ്മൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ 1 ലിറ്റർ ഓഫ് വേസ്റ്റ് വാട്ടർ. അപ്പോൾ നിങ്ങൾ 1 ലിറ്റർ വെള്ളം എടുക്കുന്നു, അതിനകത്ത് ഒരുപാട് ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിൽ അത്രയും ഓർഗാനിക് മാറ്ററിനെ എലിമിനേറ്റ് ചെയ്യാൻ കുറേ ഓക്സിജൻ വേണ്ടി വരും.
കുറച്ചേ ഉള്ളെങ്കിൽ കുറച്ച് ഓക്സിജൻ മതിയോ. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ഒരു 3-4 സ്ഥലത്തെ BOD മെഷേഴ്സ് തരും, ഒരു 3-4 വാട്ടറിലെ BOD തരും. എന്നിട്ട് ചോദിക്കും ഇതിൽ ഏത് വാട്ടറാണ് മോർ പൊല്യൂട്ടഡ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മൾ എന്താ പറയുക, എവിടെയാണോ BOD ഏറ്റവും കൂടുതൽ ആ വാട്ടറാണ് മോർ പൊല്യൂട്ടഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിലെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ വെള്ളത്തിലെ BOD റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ BOD റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ, നമ്മൾ ഈ പ്രൈമറി ട്രീറ്റ്മെൻറ്റിന് ശേഷം സീവേജിനെ നമ്മളൊരു സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആദ്യം അയക്കുന്നത് എയറേഷൻ ടാങ്ക് എന്നറിയപ്പെടുന്ന ടാങ്കിലേക്കാണ്. എങ്ങോട്ടാണ് കുട്ടികളെ? എയറേഷൻ ടാങ്ക്. ഈ എയറേഷൻ ടാങ്കിൽ നിരന്തരമായിട്ട് എയർ ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ എയർ പമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ധാരാളം ഓക്സിജൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എയറോബിക് മൈക്രോ ഓർഗാനിസങ്ങൾ, ബാക്ടീരിയകളും ഫംഗസുകളൊക്കെ കൂടെ അവർ ഈ ഓർഗാനിക് മാറ്ററിനെ, ഈ സീവേജ് വാട്ടറിലുള്ള ഓർഗാനിക് മാറ്ററിനെ പതിയെ കൺസ്യൂം ചെയ്യാൻ തുടങ്ങും, ഓക്സിഡൈസ് ചെയ്യാൻ തുടങ്ങും. റെഡി ആണല്ലോ? വെരി ഗുഡ്, സെറ്റല്ലേ? എന്നിട്ട് അവർ പെറ്റ് പെരുകാനും തുടങ്ങും. അവസാനം ഇവരെല്ലാം കൂടെ വളർന്നിട്ട് ഫംഗസുകളും ബാക്ടീരിയകളും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറും. ഇത് ഫംഗസിൻ്റെ ഫിലമെൻറ്റുകളാണ്. ഫംഗസ് നിങ്ങൾക്കറിയാം ഫിലമെൻ്റ് സ്ട്രക്ചറുള്ള ആളുകളാണ്. ആ ഫംഗസിൻ്റെ ഫിലമെൻറ്റുകളാണിത്. ആ ഫിലമെൻറ്റുകളിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ബാക്ടീരിയകളും ഇരിക്കും. ഇങ്ങനൊരു സ്ട്രക്ചറായിട്ട് മാറും. ആൻഡ് ദീസ് ആർ കോൾഡ് ഫ്ലോക്സ്. ഇത്തരത്തിലുള്ള സ്ട്രക്ചറുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലോക്ക്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബാക്ടീരിയ അസോസിയേറ്റഡ് വിത്ത് ഫംഗൽ ഫിലമെൻറ്റ്സ്. ഇതിനെയാണ് നമ്മൾ ഫ്ലോക്സ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഫ്ലോക്സ്. അപ്പോൾ ഇവർ ഫ്ലോക്സ് ആയിട്ട് മാറും. റെഡി ആണല്ലോ? അപ്പോൾ ഈ ഓർഗാനിക് മാറ്ററിന് മുഴുവൻ ഇവരിങ്ങനെ വളർന്ന് അവസാനം ഫ്ലോക്കുകളായിട്ട് മാറുന്ന സമയത്ത് ദേ കൺസ്യൂം ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ് ഇൻ വേസ്റ്റ് വാട്ടറിലുള്ള ഓർഗാനിക് മാറ്ററിനെ മുഴുവൻ ഇവന്മാർ കൺസ്യൂം ചെയ്യും. റെഡി ആണല്ലോ? അപ്പോൾ നോക്കൂ, ഓർഗാനിക് മാറ്റർ എല്ലാം പോയി. ഇനി നിങ്ങൾക്ക് ഈ വെള്ളത്തെ എങ്ങോട്ടെങ്കിലും നിങ്ങൾക്ക് നദിയിലേക്കോ അല്ലെങ്കിൽ പുഴകളിലേക്കോ അല്ലെങ്കിൽ റിവറുകളിലേക്കോ ഒക്കെ തുറന്നു വിടാൻ പറ്റും. റെഡി ആണല്ലോ? Okay, so what is flock? Bacteria associated with fungal filaments to form mesh-like structure. കണ്ടോ, ഇത്തരത്തിൽ മെഷ് പോലെയുള്ള വല പോലെയുള്ള സ്ട്രക്ചറുകളായിട്ട് മാറും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഫ്ലോക്സ്. റെഡി അല്ലേ കുട്ടികളെ? ഇത്രയും കാര്യങ്ങളാണ് സാധാരണഗതിയിൽ സീവേജ് ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യത. സീവേജ് ട്രീറ്റ്മെൻറ്റിൽ ഏതൊക്കെ ട്രീറ്റ്മെൻറ്റുകളുണ്ട്? പ്രൈമറി, സെക്കൻഡറി. ഇതിൽ ഏതാ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്? സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ആണ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. വൈ ഇറ്റ് ഈസ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്? ബിക്കോസ് ഇൻ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് വി യൂസ് മൈക്രോ ഓർഗാനിസംസ്. റെഡി അല്ലേ? ഓക്കെ, നൗ വാട്ട് ഈസ് BOD? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ എയറോബിക് മൈക്രോബ്സ് ടു ഓക്സിഡൈസ് ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ് ഇൻ 1 liter ഓഫ് വാട്ടർ. ഓക്കെ, റെഡി അല്ലേ കുട്ടികളെ? ഡോക്ടർ ഹാൻഡ് റൈറ്റിംഗ് എഴുതല്ലേ, ഇതൊന്നും തിരിയുന്നില്ല. ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഇതൊന്നും വായിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഓക്കെ, ശരി, ഫൈൻ. Now let's talk about microbes in production of biogas. What is biogas? It is a mixture of gases produced by microbes under anaerobic conditions, okay, which can be used as fuel. ഡെഫിനിഷൻ ഒന്നും ചോദിക്കൂല. അനേറോബിക് കണ്ടീഷനിൽ മൈക്രോബ്സ് ഉണ്ടാക്കുന്ന മിക്സ്ചർ ഓഫ് ഗ്യാസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബയോഗ്യാസ് എന്ന് വിളിക്കുക. ഇതുണ്ടാക്കാൻ നമ്മൾ പ്രധാനമായിട്ടും സഹായിക്കുന്ന മൈക്രോബ്സ് ആണ് കുട്ടികളെ മെത്തനോജൻസ്. ആരടാ? മെത്തനോജൻസ് എന്ന് പറയുന്ന മൈക്രോബ്. ഈ ഗ്രൂപ്പിൽപ്പെട്ട മൈക്രോബുകളാണ് നമ്മളിതിനെ സഹായിക്കുന്നത്. ഓക്കെ, ബയോഗ്യാസിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ബയോഗ്യാസിൽ മെയിൻലി ഉണ്ടാവുക മേജർ കണ്ടന്റ് എന്ന് പറയുന്നത് മീഥൈനാണ്. along with some amount of carbon dioxide, some amount of hydrogen. ഇനി നോക്കൂ, സാധാരണ നമ്മൾ നിങ്ങളുടെ NCERTയിൽ ബയോഗ്യാസ് പ്ലാന്റുകളെ പറ്റി പറയുന്നത് അബൌട്ട് ഗോബർ ഗ്യാസ് ആണ്. ചാണകത്തിൽ നിന്നുണ്ടാക്കുന്ന ബയോഗ്യാസിനെ കുറിച്ചാണ് പറയുന്നത്. ഗോബർ ഗ്യാസ്. ഓക്കെ, ഗോബർ ഗ്യാസ്. കാരണം ചാണകത്തിൽ ധാരാളം മെത്തനോജൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മെത്തനോജൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ഗോബർ ഗ്യാസ് ഉണ്ടാക്കാം. ഓക്കെ, ബയോഗ്യാസ് ഉണ്ടാക്കാം. ആ ബയോഗ്യാസിനെ പ്രത്യേകമായിട്ട് വിളിക്കുന്ന പേരാണ് ഗോബർ ഗ്യാസ്. റെഡി ആണല്ലോ? അപ്പോൾ ഗോബർ ഗ്യാസിലെ പ്രധാനമായിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് മീഥൈൻ ഉണ്ടാകും, കുറച്ച് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, ഹൈഡ്രജൻ ഉണ്ടാവും. അതേ സമയത്ത് നമ്മുടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിൽ അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററുകൾ എന്നറിയപ്പെടുന്ന ഒരു തരം സംവിധാനമുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകണ്ട. അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിലുണ്ട്.
അവിടെ നിങ്ങൾക്ക് ബയോഗ്യാസ് കിട്ടും. അതിലെന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയോ? അതിൽ മീഥെയിൻ ഉണ്ടാകും, അതുപോലെ തന്നെ ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാകും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും, ഹൈഡ്രജൻ ഉണ്ടാകും, ഇങ്ങനെ ഒരുപാട് കണ്ടന്റ് ഉണ്ടാകും. പക്ഷെ സാധാരണ നമ്മുടെ ഗോബർ ഗ്യാസിലെ കണ്ടന്റ് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി: മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ. ക്ലിയർ ആണല്ലോ കുട്ടികളെ? റെഡിയാണോ? സെറ്റാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. റെഡിയാണോ? ഓക്കെ, വെരി ഗുഡ്. നൗ ലുക്ക് ഗൈസ്, നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി എ കോൺക്രീറ്റ് ടാങ്ക്. ഒരു കോൺക്രീറ്റ് ടാങ്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ NCERT ഒരു ഡയഗ്രാം ഉണ്ട്, ചിലപ്പോൾ ചോദിക്കുള്ളൂ കേട്ടോ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ചാണകവും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഇൻലെറ്റ് ഉണ്ടാകും. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് സ്ലറി. ചാണകവും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്ലറി എന്ന് പറയുക. സോ ദിസ് ഈസ് ഇൻലെറ്റ് ഫോർ സ്ലറി ആഡ് ചെയ്യാനുള്ള ഇൻലെറ്റ് ആണിത്. ഓക്കെ, ഇനി നോക്കൂ കുട്ടികളെ, ഇവിടെ നമുക്ക് യെസ്, one second ഇടാ. ഓക്കെ, നോക്കട്ടെ മക്കളെ, ഇവിടെ നമുക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ടാവും. നമ്മൾ ഉപയോഗിച്ച സ്ലറികൾ ഉണ്ടാവുമല്ലോ, നമ്മൾ മുമ്പേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത പഴയ സ്ലറി ഉണ്ടല്ലോ, അതിനെ റിമൂവ് ചെയ്യാനുള്ള ഔട്ട്ലെറ്റ് ആണിത്. സോ ദിസ് ഈസ് ഔട്ട്ലെറ്റ് ഫോർ സ്പെൻഡ് സ്ലറി. നിങ്ങൾ ഉപയോഗിച്ച സ്ലറിയെ റിമൂവ് ചെയ്യാനുള്ള ഔട്ട്ലെറ്റ് ആണിത്. ഓക്കെ, സോ ലുക്ക്, ഈ ഒരു മെയിൻ ടാങ്കിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്ലോട്ടിംഗ് കവർ കാണാൻ പറ്റും. അതിനകത്താണ് ഈ ബയോഗ്യാസിനെ നമ്മൾ സംഭരിച്ചു വെക്കുന്നത്. സോ ദിസ് ഈസ് ഫ്ലോട്ടിംഗ് കവർ. റെഡി ആണല്ലോ? ഇനി നോക്ക്, ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാവും. ദിസ് ഈസ് ഔട്ട്ലെറ്റ് ഫോർ ബയോഗ്യാസ്. ഓക്കെ, ഇതിലൂടെയാണ് ബയോഗ്യാസ് കിട്ടുക. ഔട്ട്ലെറ്റ് ഫോർ ബയോഗ്യാസ്. റെഡി ആണല്ലോ? അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിക്കുന്ന ചോദ്യം വാട്ട് ഈസ് ബയോഗ്യാസ് എന്ന് ചോദിക്കില്ല. ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട ഗ്യാസുകൾ, പ്രധാനപ്പെട്ട കണ്ടന്റുകൾ എന്തൊക്കെയാ വെച്ചാൽ മീഥെയിൻ ഉണ്ടാകും, സം എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ എറ്റ്സെട്ര എന്ന് പറഞ്ഞാൽ മതി. ബയോഗ്യാസ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ആരുടെ? മെത്തനജൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. ഇതൊരു ബയോഗ്യാസ് പ്ലാന്റിന്റെ ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണ്? ഒരു മെയിൻ കോൺക്രീറ്റ് ടാങ്ക് ഉണ്ടാവും, അതിലേക്ക് ഒരു ഇൻലെറ്റ് ഫോർ സ്ലറി ഉണ്ടാകും, അതുപോലെ ഔട്ട്ലെറ്റ് ഫോർ സ്പെൻഡ് സ്ലറി, ഉപയോഗം കഴിഞ്ഞ മുമ്പ് ആഡ് ചെയ്ത് കൊടുത്ത സ്ലറി റിമൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് കവർ ഉണ്ടാകും, അതിന് മുകളിലായിട്ട് ഔട്ട്ലെറ്റ് ഫോർ ബയോഗ്യാസ് ഉണ്ടാകും. റെഡി ആണല്ലോ? റെഡി അല്ലേ ഗൈസ്? പ്ലീസ് ഡു കമൻറ്റ്. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻറ്റ്സ്. വാട്ട് ഈസ് ബയോ കൺട്രോൾ? യൂസ് ഓഫ് ബയോളജിക്കൽ മെത്തേഡ്സ് ഫോർ കൺട്രോളിംഗ് പെസ്റ്റ്സ് ആൻഡ് പ്ലാന്റ് ഡിസീസസ്. കീടങ്ങളെയും പ്ലാന്റുകൾക്ക് ഉണ്ടാകുന്ന ഡിസീസസിനെയും തുരത്താൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയോ കൺട്രോൾ എന്ന് പറയുന്നത്. യൂസ് ഓഫ് മൈക്രോബ്സ് അല്ലെങ്കിൽ യൂസ് ഓഫ് ബയോളജിക്കൽ മെത്തേഡ്സ് ഫോർ കൺട്രോളിങ് പെസ്റ്റ് എന്ന് പറഞ്ഞാൽ പലതരം കീടങ്ങളെയും അതുപോലെ തന്നെ പ്ലാന്റ് ഉണ്ടാകുന്ന ഡിസീസസിനെയും തുരത്താൻ വേണ്ടിയിട്ട്. അതിന് കുറച്ച് എക്സാമ്പിളാണ് NCERT തന്നിട്ടുള്ളത്. ഒന്നാമത്താണ് കുട്ടികളെ ലേഡി ബേർഡ്. എന്താടാ? ലേഡി ബേർഡ്. ഇത് ഈ കാണുന്ന ജീവിയാണ് ലേഡി ബേർഡ്. ലേഡി ബേർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എഗെയിൻസ്റ്റ് അഫിഡ്സ്. നമ്മുടെ ഇലകളുടെയൊക്കെ നാമ്പ് തിന്ന് നശിപ്പിക്കുന്ന, അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുണ്ടാകുന്ന ചെറിയ ഇലകളുണ്ടല്ലോ, അതിന് നാമ്പെന്ന് പറയാം. ആ നാമ്പെല്ലാം തിന്ന് നശിപ്പിക്കുന്ന ജീവികളാണ് അഫിഡ്സ്. അഫിഡ്സിനെ തുരത്താൻ വേണ്ടി യു ക്യാൻ യൂസ് ലേഡി ബേർഡ്. അടുത്താണ് ഡ്രാഗൺ ഫ്ലൈസ്, തുമ്പികൾ. ദേ ക്യാൻ ബി യൂസ്ഡ് ടു ഗെറ്റ് റിഡ് ഓഫ് മൊസ്കിറ്റോസ്. കൊതുകിനെ തുരത്താൻ വേണ്ടി യു ക്യാൻ യൂസ് ഡ്രാഗൺ ഫ്ലൈ. സെറ്റാണല്ലോ? ഓക്കെ, അടുത്താണ് ബാസില്ലസ് തുരിഞ്ചിയൻസിസ്. ഇതൊരു ബാക്ടീരിയയാണ്. ഓക്കെ, ഈ ബാക്ടീരിയനെ യു ക്യാൻ ബി യൂസ്ഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ബട്ടർഫ്ലൈ കാറ്റർപില്ലേഴ്സ്. നോക്കൂ, നമ്മുടെ ബട്ടർഫ്ലൈയുടെ കാറ്റർപില്ലേഴ്സിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. കാരണം നമ്മുടെ ചെടികളുടെ ഇലക്കെ ഇവന്മാർ തിന്ന് നശിപ്പിക്കും. ഈ ബട്ടർഫ്ലൈകളുടെ ഈ എന്താ പറയുക, പുഴുക്കൾ ഉണ്ടാവുമല്ലോ, ആദ്യം പുഴു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് പിന്നെ ബട്ടർഫ്ലൈ ആയിട്ട് മാറുക. അതിൻ്റെ ഈ കാറ്റർപില്ലറുകൾ നമ്മുടെ ഇലയെല്ലാം തിന്ന് നശിപ്പിക്കും. അപ്പോൾ അവന്മാരിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ യു ക്യാൻ യൂസ് ബാസില്ലസ് തുരിഞ്ചിയൻസിസ്. സെറ്റാണല്ലോ? അടുത്താണ് ബാക്കുലോ വൈറസ്. നോക്കൂ, ബാക്കുലോ വൈറസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ നാരോ സ്പെക്ട്രം. കാണുന്നുണ്ടോ നിങ്ങൾ? ബാക്കുലോ വൈറസ് ചെറുതായി പോയി അല്ലേ? നാരോ സ്പെക്ട്രം ഇൻസെക്ട്
ഇൻസെക്ടിസൈഡൽ ആപ്ലിക്കേഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താ, നമുക്ക് വളരെ കുറച്ച് ഇൻസെക്റ്റുകളെ മാത്രം കൊന്നാൽ മതി. എല്ലാ ഇൻസെക്റ്റുകളെയും കൂടി ഒറ്റയടിക്ക് കൊല്ലണ്ട, ചില പ്രത്യേക ഇൻസെക്റ്റുകളെ മാത്രമാണ് കൊല്ലേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്കുലോ വൈറസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ ഉപയോഗിച്ചാൽ മതി. ഈ ബാക്കുലോ വൈറസിൻ്റെ പ്രത്യേകത, ദേ ആർ സ്പീഷീസ് സ്പെസിഫിക്. ചില പ്രത്യേക സ്പീഷീസിൽപ്പെട്ട ഇൻസെക്റ്റുകളെ മാത്രമേ ഇവന്മാർ അറ്റാക്ക് ചെയ്യുള്ളൂ ഗൈസ്. സോ ബാക്കുലോ വൈറസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്പീഷീസ് സ്പെസിഫിക് ആയിട്ടുള്ള നാരോ സ്പെക്ട്രം, കുറച്ച് ഇൻസെക്റ്റുകളെ മാത്രം കൊല്ലുക. For such insecticidal application, you can use baculovirus. And majority of baculovirus we use belong to the group nucleopolyhedrovirus. ന്യൂക്ലിയോപോളിഹെഡ്രോവൈറസുകൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പിൽ ബാക്കുലോ വൈറസിൽ തന്നെ ന്യൂക്ലിയോപോളിഹെഡ്രോ വൈറസ് ഉണ്ട്, അതുപോലെ ഗ്രാനുലോ വൈറസുകളുണ്ട്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്കുലോ വൈറസുകളെല്ലാം തന്നെ ന്യൂക്ലിയോപോളിഹെഡ്രോ വൈറസ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. മെജോറിറ്റി ഓഫ് ബാക്കുലോ വൈറസസ് യൂസ്ഡ് ബിലോങ് ടു ന്യൂക്ലിയോപോളിഹെഡ്രോ വൈറസസ്. റെഡിയാണല്ലോ. അവസാനത്താണ് ട്രൈക്കോഡേർമ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ പെസ്റ്റുകൾക്കെതിരെ, പലതരം കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ബയോ കൺട്രോളാണ്. ബട്ട് ദിസ് ട്രൈക്കോഡേർമ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് പ്ലാന്റ് ഡിസീസ്, എഗെയിൻസ്റ്റ് പ്ലാന്റ് ഡിസീസ്. ആൻഡ് ഇറ്റ് ഈസ് എ ഫ്രീ ലിവിങ് ഫംഗസ്. ഇറ്റ് ഈസ് എ ഫ്രീ ലിവിങ് ഫംഗസ് ഇൻ റൂട്ട് എക്കോസിസ്റ്റം. നോക്കൂ, ചെടികളുടെ റൂട്ടിൻ്റെ എക്കോസിസ്റ്റം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് മണ്ണിൽ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ഒരു ഫംഗസ് ആണ് ട്രൈക്കോഡേർമ, വിച്ച് ക്യാൻ ബി യൂസ്ഡ് എഗെയിൻസ്റ്റ് പ്ലാന്റ് ഡിസീസസ്. പ്ലാന്റിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ ചെറുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇയാളെ യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അടുത്തത് ലെറ്റ്സ് ടോക്ക് അബൌട്ട് let's talk about biofertilizers. So what is biofertilizers? Biofertilizers are organisms that enrich the nutrient quality of soil. മണ്ണിൻ്റെ ന്യൂട്രിയൻ്റ് ക്വാളിറ്റി, മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടുന്ന മൈക്രോബുകളെ ഒന്നിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോ ഫെർട്ടിലൈസേഴ്സ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം ആരൊക്കെയാണ് നമ്മുടെ ബയോ ഫെർട്ടിലൈസറായി യൂസ് ചെയ്യുന്നത്. ഒന്നാമത്താണ് കുട്ടികളെ റൈസോബിയം. ഇറ്റ് ഈസ് എ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. വാട്ട് ഈസ് നൈട്രജൻ ഫിക്സേഷൻ? അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ പ്ലാന്റുകൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റി കൊടുക്കുന്നതിനെയാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയാം. ആ നൈട്രജൻ ഫിക്സേഷൻ രണ്ട് രീതിയിൽ നടക്കുന്നുണ്ട്. ചില ബാക്ടീരിയകൾ മണ്ണിൽ ഫ്രീ ആയി ജീവിച്ചുകൊണ്ട് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് റൈസോബിയത്തെ പോലെയുള്ള ചില ആളുകൾ ദേ ഫോം സിംബയോട്ടിക് അസോസിയേഷൻ വിത്ത് ലഗൂമിനസ് പ്ലാന്റ്സ്. നമ്മുടെ പയറ് വർഗത്തിൽപ്പെട്ട ചെടികളുടെ വേര് നിങ്ങൾ നോക്കിയാൽ ആ വേരിൽ കുറേ ഉണ്ടകൾ കാണാൻ പറ്റും. ഇറ്റ് ഈസ് ആക്ച്വലി ആ വേരുകൾക്കുള്ളിലേക്ക് റൈസോബിയം കയറിക്കൊണ്ട് ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ഉണ്ടാക്കിയേക്കുവാണ്. എന്നിട്ട് ആ വേരിനകത്തിരുന്നു കൊണ്ട് അന്തരീക്ഷത്തിലെ നൈട്രജനെ പ്ലാന്റുകൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റുന്ന ആളാണ് റൈസോബിയം. സോ നിങ്ങൾ അതൊന്നും പഠിക്കണം, നിങ്ങൾ സിമ്പിളായിട്ട് ഇങ്ങനെ പഠിച്ചോളൂ. ഇറ്റ് ഈസ് എ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേറ്റർ അല്ലെങ്കിൽ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. റെഡിയല്ലേ കുട്ടികളെ? ഇയാൾ സിംബയോട്ടിക് ആയിട്ടുള്ള നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയയാണ്. അതേ സമയത്ത് അസോസ്പൈറിലം അസോട്ടോബാക്ടർ, ഈ രണ്ട് പേരും മണ്ണിൽ ഫ്രീ ആയി ജീവിച്ചുകൊണ്ട്, ഫ്രീ ലിവിങ് നൈട്രോജൻ ഫിക്സേറ്റർ, ഫ്രീ ആയി ജീവിച്ചുകൊണ്ട് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന, അതായത് അന്തരീക്ഷത്തിലെ നൈട്രജനെ പ്ലാന്റുകൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റി കൊടുക്കുന്ന ആളാണ്. ആരൊക്കെ കുട്ടികളെ? അസോസ്പൈറിലം അസോട്ടോബാക്ടർ. ആരെ? സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേറ്റർ റൈസോബിയം. റെഡിയാണല്ലോ. റെഡിയല്ലേ കുട്ടികളെ? ഓക്കെ, ഇനി മൂന്നാമത്തെ ഉദാഹരണമാണ് കുട്ടികളെ പലതരം സയനോബാക്ടീരിയകൾ. ഉദാഹരണത്തിന് അനബീന, അടുത്ത ആളാണ് നോസ്റ്റോക്ക്, അടുത്ത ആളാണ് ഒസിലറ്റോറിയ. ഓൾ ദീസ് ആർ സയനോബാക്ടീരിയ. വ്യത്യസ്ത സയനോബാക്ടീരിയകളാണ് അനബീന, നോസ്റ്റോക്ക്, ഒസിലറ്റോറിയ. ഇവന്മാരുടെയൊക്കെ പ്രത്യേകത, ഇവർ ഇതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ജീവിച്ചുകൊണ്ടും പലപ്പോഴും സിംബയോട്ടിക് അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ആളുകളാണ്. ദേ ആർ മെയിൻലി ഇൻ പാഡി ഫീൽഡ്സ്. നമ്മുടെ പാടങ്ങളുടെ ഒക്കെ മെയിൻ നൈട്രജൻ ഫിക്സേറ്റർ ആണ് N2 ഫിക്സേറ്റർ. പാടങ്ങളിലൊക്കെ മെയിൻ ആയിട്ട് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന, പാടങ്ങളിലൊക്കെ കാണപ്പെടുന്ന നൈട്രജൻ ഫിക്സേറ്ററുകളാണ് സയനോബാക്ടീരിയകൾ. ഒരു ഉദാഹരണമാണ് അനബീന, നോസ്റ്റോക്ക്, ഒസിലറ്റോറിയ. എന്ന് ഉറക്കെ പറഞ്ഞ അനബീന, നോസ്റ്റോക്ക്, ഒസിലറ്റോറിയ.
റെഡി ആണല്ലോ. അവസാനത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ദാറ്റ് ഈസ് മൈക്കോറൈസ അല്ലേ. വാട്ട് ഈസ് മൈക്കോറൈസ? എന്താ കുട്ടികളെ മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ് അല്ലേ. സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഇതിൽ പ്ലാന്റ് പ്രൊവൈഡ് ഫുഡ് ഫോർ ദ ഫംഗസ് ആൻഡ് ഫംഗസ് പ്രൊവൈഡ് ഫോസ്ഫേറ്റ് ഫോർ ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് ആവശ്യമായ ഫോസ്ഫേറ്റ് ഇയാൾ കൊടുക്കും. പയർ ചെടിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എന്താ പറയുക മൈക്കോറൈസ കാണാനൊന്നും പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പയർ ചെടി. ഓക്കെ, റെഡി ആണല്ലോ. സെറ്റ് അല്ലേ മക്കളെ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ. ട്രൈക്കോഡർമ റൂട്ട് ബോൺ പാത്തോജൻസ് അല്ലേ സാർ? പ്ലീസ് റിപ്ലൈ. അതൊന്നും അങ്ങനെയൊന്നും ചോദിക്കൂല. സിംപ്ലി പാത്തോജൻസിനെതിരെ ചോദിക്കുള്ളൂ. അതായത് റൂട്ടിൽ കാണപ്പെടുന്ന ഫംഗസ് അല്ലേ ഇയാൾ. അപ്പോൾ റൂട്ടിലൂടെ പ്ലാന്റിന് വരാൻ സാധ്യതയുള്ള രോഗാണുക്കളെയാണ് അയാൾ മെയിനായിട്ട് അറ്റാക്ക് ചെയ്യുക. ആ രോഗാണുക്കളിൽ നിന്നാണ് പ്ലാന്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. റെഡിയാണോ ഗൈസ്? സാർ ക്ലാസ് എത്ര മണി വരെ കാണും? നമ്മൾ അറൗണ്ട് ഒരു 12:30 കേട്ടോ, 12:30 വരെ അതിനകത്ത് തീർക്കാൻ നോക്കാം. Okay, ready. Now let's talk about molecular basis of inheritance. Let's discuss അവസാനം പ്രിൻസിപ്പിൾസും വരും. ഓക്കെ, നമ്മുടെ റോസാന ചോദിക്കുന്നത് സാർ ട്രൈക്കോഡർമ റൂട്ട് ബോൺ പാത്തോജൻസിന് അല്ലേന്ന്. എടാ മക്കളെ, നിങ്ങൾ ജസ്റ്റ് യൂസ് സ്റ്റഡി പാത്തോജൻസ്, ദാറ്റ്സ് ഇനഫ്. റൂട്ട് ബോൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. നമ്മൾ അത്ര ഡീറ്റെയിൽസിലേക്ക് പോകണ്ടെന്ന് കരുതിയതാ. ഓക്കെ, സെറ്റ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഗൈസ് ലെറ്റ്സ് ടോക്ക് അബൌട്ട്. പിന്നെ എനിക്ക് കുറച്ച് എനർജി അത്രത്തോളം ഒന്നും ഉണ്ടാവില്ല കേട്ടോ, നോമ്പ് നോറ്റിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഓഫ്ലൈനിൽ ക്ലാസ് എടുക്കുമ്പോൾ കുഴപ്പമില്ല, നോമ്പ് നോറ്റിയിട്ടായാലും നമ്മൾ അങ്ങനെ ഭയങ്കര അധികം ഒന്നും സംസാരിക്കൂല അല്ലേ, കണ്ടന്റ് അങ്ങനെ പറഞ്ഞു പോവുക ചെയ്യുക. ബട്ട് ഹിയർ കണ്ടിന്യൂസ് സംസാരം വരികയാണ്. സോ ലൈക്ക് ഒരുപാട് എനർജി, നല്ല ബുദ്ധിമുട്ടുണ്ട്. സോ ലൈക്ക് ഐ ഹോപ്പ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത്. സെറ്റ് അല്ലടാ? സെറ്റാണെങ്കിൽ ഒരു 2 ലവ് സിമ്പിൾ തന്നെ. ഓക്കെ, റെഡിയാണോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നൈറ്റ് നമുക്ക് പവർ ആക്കാം. നൈറ്റ് നോമ്പ് തുറന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ക്ലാസ് എടുക്കുക. അപ്പോൾ നമുക്ക് അടിപൊളിയാക്കാം. ഓക്കെ, ശരി. സോ ലുക്കിന് നമ്മൾ നോക്കാൻ പോകുന്നത് അബൌട്ട് മോളിക്കുലാർ ബേസിസ്. ഇതിൽ ആദ്യ ഭാഗത്ത് ചിലപ്പോൾ ചേരുമ്പടി ചേർക്കാൻ ചോദിക്കും. ആദ്യമായിട്ട് DNA പ്രസൻസ് കണ്ടെത്തിയത് ഫ്രീഡ്രിച്ച് മീസ്റ്റർ എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം പക്ഷേ DNA എന്നുള്ള പേരല്ല ഇട്ടത്. അദ്ദേഹം ന്യൂക്ലീൻ എന്ന് പറയുന്ന ഒരു പേരിലാണ് ഇതിനെ വിളിച്ചത്. എന്താണ് ന്യൂക്ലീൻ? ചേരുമ്പടി ചേർക്കാൻ ചിലപ്പോൾ ചോദിക്കും. കൂടുതലൊന്നും നോക്കണ്ട, ഇത് മാത്രം. ഫ്രീഡ്രിച്ച് മീസ്റ്റർ ന്യൂക്ലീൻ, ഇങ്ങനെ ഇങ്ങ് പഠിച്ചോ. അതായത് ആദ്യമായിട്ട് ന്യൂക്ലിയസിൽ DNA പ്രസൻസ് കണ്ടെത്തിയത് മീസ്റ്റർ എന്ന് പറയുന്ന ഫ്രീഡ്രിച്ച് മീസ്റ്റർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം അതിനെ ന്യൂക്ലീൻ എന്നാണ് വിളിച്ചത്. പിന്നീടാണ് നമ്മളത് DNA ആണെന്നൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീടാണ് തിരിച്ചറിയുന്നത്. ഇനി ആ DNA കെമിക്കൽ സ്ട്രക്ചർ എന്താണ്? സയൻറ്റിസ്റ്റുകൾ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം ആ കെമിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തു. DNA സ്ട്രക്ചർ ഈ രൂപത്തിലാണ് ഉണ്ടാവുക എന്ന് പ്രപ്പോസ് ചെയ്തു. ആരൊക്കെയാണ് നമുക്കറിയാം? വാട്സണും ക്രിക്കും അല്ലേ. ആൻഡ് ദാറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. സെറ്റാണല്ലോ? ഓക്കെ, വാട്സൺ ആൻഡ് ക്രിക്ക്, ദാറ്റ് ഈസ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. അടുത്തത് നോക്കൂ ഗൈസ്, എന്തൊക്കെ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും അവരുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത്? ഒരു സെക്കൻഡ് ടാ. ഇപ്പോൾ കാണുന്നില്ലടാ ഗൈസ്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ? അത് ആക്ച്വലി ഭയങ്കര ചെറുതാക്കിയിട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പിടിച്ച് കുറച്ച് വലുതാക്കിയതാണ്.
ഓക്കെ, ശരി. എന്തൊക്കെ കാര്യങ്ങൾ ബേസ് ചെയ്ത് ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ. എന്താണ് ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ ഈ കാര്യം. എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ ഓഫ് DNA. DNAയിലൂടെ എക്സ്റേ പറഞ്ഞയച്ചപ്പോൾ DNAയുടെ കുറേ പോയിന്റ്സ്, DNAയുടെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇറ്റ് വാസ് ഡൺ ബൈ വിൽക്കിൻസ് ആൻഡ് ഫ്രാങ്ക്ലിൻ. വിൽക്കിൻസും ഫ്രാങ്ക്ലിനും കൂടെ നടത്തിയ DNAയുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട്. പിന്നീട് നോക്കൂ, ചർഗാഫ് എന്നറിയപ്പെടുന്ന എർവിൻ ചർഗാഫ് എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റ്, അദ്ദേഹം കണ്ടെത്തിയ ഒരു കണ്ടെത്തലുണ്ട്. ദാറ്റ് ഈസ്, നിങ്ങളൊരു ഡബിൾ സ്ട്രാൻഡഡ് DNA എടുത്തു കഴിഞ്ഞാൽ ദ റേഷ്യോസ് ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് തൈമിൻ ആൻഡ് ദ റേഷ്യോസ് ബിറ്റ്വീൻ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ആർ ഈക്വൽ ടു 1. ക്ലിയർ ആണല്ലോ? ഇൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA, ദ റേഷ്യോസ് ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് തൈമിൻ ആൻഡ് ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ഈക്വൽ ടു 1. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് കണ്ടെത്തിയത് എർവിൻ ചർഗാഫ് എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ദിസ് ഈസ് നോൺ ആസ് ചർഗാഫ് റൂൾ. ഈ ചർഗാഫ് വിൽക്കിൻസ് ആൻഡ് ഫ്രാങ്ക്ലിൻ, ആരൊക്കെയാ? വിൽക്കിൻസ് ആൻഡ് ഫ്രാങ്ക്ലിൻ. ഈ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യുന്നത്. സെറ്റാണല്ലോ? അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം, മീസ്റ്റർ ന്യൂക്ലിയന് കണ്ടെത്തുന്നു, അതായത് DNA ആദ്യത്തിൽ കണ്ടെത്തുന്ന മീസ്റ്ററാണ്. അദ്ദേഹം ന്യൂക്ലിയൻ എന്നുള്ള പേര് കൊടുത്തു ചേരുംപടി ചേർക്കാൻ. അതുപോലെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ വാട്സണും ക്രിക്കുമാണ് പ്രപ്പോസ് ചെയ്തത്. എന്തിനൊക്കെ ബേസ് ചെയ്ത? എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ പ്രൊഡ്യൂസ്ഡ് ബൈ വിൽക്കിൻസ് ആൻഡ് ഫ്രാങ്ക്ലിൻ. അടുത്തത് ചർഗാഫ് റൂൾ, ദാറ്റ് ഈസ് ദ റേഷ്യോസ് ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് തൈമിൻ ആൻഡ് ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ആർ ഈക്വൽ ടു 1. റെഡി അല്ലേ? ഇപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻ എ ഡബിൾ സ്ട്രാൻഡഡ് DNA, ദ റേഷ്യോസ് ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് തൈമിൻ ആൻഡ് ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ആർ കോൺസ്റ്റന്റ് ആൻഡ് ഈക്വൽ. ആ റേഷ്യോ എപ്പോഴും 1 ആയിരിക്കും, കോൺസ്റ്റന്റ് ആയി ചേഞ്ച് വരില്ല. ഹു ഒബ്സർവ്ഡ് ദിസ് ഫാക്ട്? ഈ ഫാക്ട് ആരാ ഒബ്സർവ് ചെയ്ത്? ആരാ? ചർഗാഫ് അല്ലേ? ചർഗാഫ്. 1 മാർക്ക് ചോദ്യമാണ്. ഇനി നോക്കൂ, ഈ ഒരു ചിത്രം തന്നിട്ട് ചിലപ്പോൾ DNAയിലെ വ്യത്യസ്ത ബോണ്ടുകൾ ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിക്കാം. നോക്കൂ, ആക്ച്വലി DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ പോളിമറാണ് കുട്ടികളെ? ന്യൂക്ലിയോടൈഡുകളുടെ പോളിമറാണ്. DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയോടൈഡുകളുടെ പോളിമറാണ്. എന്തോ ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ നന്നായി ശ്രദ്ധിച്ചോ. ദിസ് ഈസ് എ പെൻഡോസ് ഷുഗർ കോൾഡ് ഡിയോക്സിറൈബോസ്. റൈബോസ് എന്നറിയപ്പെടുന്ന മറ്റൊരു പെൻഡോസ് ഷുഗർ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് എ പെൻഡോസ് ഷുഗർ. പെൻഡോസ് ഷുഗർ എന്ന് പറഞ്ഞാൽ 5 കാർബൺ ഉള്ള ഷുഗറുകളെയാണ് പെൻഡോസ് ഷുഗർ. നിങ്ങൾ ടോട്ടൽ നോക്കിയാൽ കാണാൻ പറ്റും 5 കാർബൺ ഉണ്ട്. ഈ പെൻഡോസ് ഷുഗറിലെ ഇതാണ് 1ാമത്തെ കാർബൺ, 2ാമത്തെ കാർബൺ, 3ാമത്തെ കാർബൺ, 4ാമത്തെ കാർബൺ, 5ാമത്തെ കാർബൺ. ഈ പെൻഡോസ് ഷുഗറിലെ 1ാമത്തെ കാർബണിലേക്ക് ഒരു നൈട്രജൻ ബേസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അങ്ങനെ അറ്റാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെ ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? ന്യൂക്ലിയോസൈഡ്. ഈ ന്യൂക്ലിയോസൈഡിലെ 5ാമത്തെ കാർബണിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടലി ഇപ്പോൾ ഇതിനെ വിളിക്കാം ന്യൂക്ലിയോടൈഡ്. ക്ലിയർ ആണ് കുട്ടികളെ? ജസ്റ്റ് ഇത് മാത്രമാണെങ്കിൽ ന്യൂക്ലിയോസൈഡ്, പക്ഷെ അതിലേക്ക് ഒരു ഫോസ്ഫേറ്റ് കൂടെ അറ്റാച്ച് ചെയ്താൽ 5ാമത്തെ കാർബണിലേക്ക് ഫോസ്ഫേറ്റ് കൂടെ വന്നാൽ then it is ന്യൂക്ലിയോടൈഡ്. റെഡി അല്ലേ? ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. നോക്കൂ, പെൻഡോസ് ഷുഗർ 2 ടൈപ്പ് ഉണ്ട്. നമ്മൾ +1 ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലേ? പെൻഡോസ് ഷുഗർ 2 ടൈപ്പ് ഉണ്ട്. ആരൊക്കെയാ? റൈബോസ്, ഡിയോക്സി റൈബോസ്. നോക്കൂ, റൈബോസിന്റെ കൂടെ എപ്പോഴും യുറാസിൽ വരും, ഒരിക്കലും തൈമിൻ വരൂല. തൈമിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് റൈബോസിന്റെ കൂടെ വരൂല. അതുപോലെ യുറാസിൽ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് ഡിയോക്സി റൈബോസിന്റെ കൂടെയും അറ്റാച്ച് ചെയ്യൂല. ഈ പോയിന്റ് പഠിച്ചോളൂ. റെഡിയാണോ കുട്ടികളെ? ഓക്കെ, 1 സെക്കൻഡ്. യു ക്യാൻ സീ നൗ അല്ലെ? ഇപ്പൊ കാണുന്നുണ്ടാവും. റെഡി അല്ലടാ? ഒരിക്കലും യുറാസിൽ ഡിയോക്സി റൈബോസിന്റെ കൂടെ വരൂല, റൈബോസിന്റെ കൂടെ തൈമിനും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ RNAയിൽ റൈബോസ് ആണ് പെൻഡോസ് ഷുഗർ ആയിട്ടുള്ളത്. RNAയിൽ നിങ്ങൾക്ക് ഒരിക്കലും തൈമിൻ്റെ പ്രസൻസ് കാണാൻ പറ്റില്ല. കാരണം എന്താ? റൈബോസിന്റെ കൂടെ തൈമിൻ വരൂല. അതുപോലെ ഡിയോക്സി റൈബോസ് DNA നമുക്ക് കാണാൻ പറ്റുന്ന പെൻഡോസ് ഷുഗർ ഡിയോക്സി റൈബോസ് ആണ്. DNA ഒരിക്കലും യുറാസിൽ വരില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, കീപ്പ് ഇൻ മൈൻഡ്. ഇനി നമ്മളോട് ഈ ബോണ്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഇവിടെ എൻ്റെ കുട്ടികൾ നോക്കിയാൽ കാണാൻ പറ്റും, ദിസ് ഈസ് 1 പെൻഡോസ് ഷുഗർ ആൻഡ് ദിസ് ഈസ് 1 നൈട്രജൻ ബേസ്. ഒരു പെൻഡോസിൻ്റെയും നൈട്രജൻ ബേസിൻ്റെയും ഇടയിലുള്ള ഈ ബോണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് N ഗ്ലൈക്കോസിഡിക്. 1 സെക്കൻഡ്. ദാറ്റ് ഈസ് N ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഈ ബോണ്ടിൻ്റെ പേരാണ് N ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഉറക്കെ പറഞ്ഞ മക്കളെ, N ഗ്ലൈക്കോസിഡിക് ബോണ്ട്. സെറ്റ് ആണല്ലോ? ഓക്കെ, അടുത്ത ബോണ്ട് നോക്ക്. സോ ദിസ് ഈസ് N ഗ്ലൈക്കോസിഡിക് ബോണ്ട്.
look at this bond. Look at this bond. The bond between a pentose sugar, ഇതാണ് pentose sugar, ഇവിടം വരെയുള്ളതാണ് pentose sugar, and this is phosphate. Pentose sugarൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും ഇടയിലുള്ള ബോണ്ട്, this is called phosphoester bond. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് phosphoester bond. സെറ്റ് ആണല്ലോ? This is phosphoester bond. റെഡി അല്ലേ? Now look at this. The bond between two nitrogen bases. This is one nitrogen base, this is another nitrogen base. നോക്ക്, ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെയും ഇടയിൽ 3 ബോണ്ട് കാണുന്നുണ്ട്, അഡിനിൻ്റെയും തൈമിൻ്റെയും ഇടയിൽ 2 ബോണ്ടാണ് കാണുന്നത് അല്ലേ? ആൻഡ് ദിസ് ബോണ്ട് ഈസ് കോൾഡ് ഹൈഡ്രജൻ ബോണ്ട്. ഈ ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ 2 പെൻഡോസ് ഷുഗറുകളെ പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കുന്ന ബോണ്ടിൻ്റെ പേരാണ് ഹൈഡ്രോജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട്. റെഡി ആണല്ലോ? അത് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കടാ, ഇത് ഒരു ന്യൂക്ലിയോടൈഡ്, ഇത് ഒരു ന്യൂക്ലിയോടൈഡ്, ഇത് അടുത്ത ന്യൂക്ലിയോടൈഡ്, ഇത് അടുത്ത ന്യൂക്ലിയോടൈഡ്. പരസ്പരം 2 ന്യൂക്ലിയോടൈഡുകളെ കണക്ട് ചെയ്യുന്ന ബോണ്ട്. നോക്കൂ, പരസ്പരം 2 ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഈ ബോണ്ട്. ഓക്കെ, ദ ബോണ്ട് കണക്ടിങ് 2 ന്യൂക്ലിയോടൈഡ്സ്. ഈ 2 ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന ബോണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ബോണ്ട് ഈസ് കോൾഡ്, ഈ ബോണ്ടിനെ നമ്മൾ പ്രത്യേകമായിട്ട് വിളിക്കുന്ന പേരാണ് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. എന്താ മക്കളെ? ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. അപ്പോൾ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണക്ട് 2 ന്യൂക്ലിയോടൈഡ്സ്. ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് എന്ന് പറഞ്ഞാലോ ഫോസ്ഫേറ്റ് ആൻഡ് പെൻഡോസ് ഷുഗർ. ഫോസ്ഫേറ്റിനെയും പെൻഡോസ് ഷുഗറിനെയും കൂടി കണക്ട് ചെയ്യുന്നതാണ് ഫോസ്ഫോഎസ്റ്റർ ബോണ്ട്. ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണക്ട് 2 ന്യൂക്ലിയോടൈഡ്സ്. ക്ലിയർ ആണല്ലോ? ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 2 നൈട്രജൻ ബേസസ്. പിന്നെ ബിറ്റ്വീൻ 1 നൈട്രജൻ ബേസ് ആൻഡ് പെൻഡോസ് ഷുഗർ, N ഗ്ലൈക്കോസിഡിക് ബോണ്ട്. സെറ്റ് അല്ലേ? ഒരു തവണ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. റെഡി അല്ലേ? റെഡി ആണോ? സർ, സ്ക്രീൻ ഈസ് നോട്ട് വിസിബിൾ പ്രോപ്പർലി. കാണുന്നില്ല? എനിക്ക് കാണുന്നുണ്ടല്ലോ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നോക്കൂ കുട്ടികളെ. ഓക്കെ, ഐ ഹോപ്പ് യു ക്യാൻ സീ നൗ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. നോക്കട്ടെ, ഇതിൽ ഏതാണ് ഓഡ് വൺ? സൈറ്റിഡിനുണ്ട്, അഡിനിനുണ്ട്, തൈമിനുണ്ട്, ഗ്വാനിനുണ്ട്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ, ഇത്രയും ആളുകൾ നൈട്രജൻ ബേസുകളാണ്. വാട്ട് ഈസ് സൈറ്റിഡിൻ? സൈറ്റിഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ന്യൂക്ലിയോസൈഡ്. നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് സൈറ്റിഡിൻ ഒരു ന്യൂക്ലിയോസൈഡ് ആണ്. അപ്പോൾ സൈറ്റിഡിൻ ആണ് എക്സെപ്ഷൻ അല്ലേ? അടുത്ത നോക്കൂ, ഓഡ് വന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഡു നോട്ട് അപ്ലൈ ടു DNA? DNA-യിൽ വരാത്ത കോമ്പിനേഷൻ ഏതാണ്? നോക്കടാ, ലുക്ക് അറ്റ് ദിസ്. ഡിയോക്സി റൈബോസ് ഗ്വാനിൻ DNA-യിൽ വരൂലേ? വരും. DNA-യിൽ നമുക്ക് ഗ്വാനിൻ, കാരണം ഡിയോക്സി റൈബോസ് ആണ് പെൻഡോസ് ഷുഗർ ആയിട്ട് വരും. ഇതിൻ്റെ റൈബോസ് DNA-യിൽ വരുമോ? വരൂല. അപ്പോൾ ഓപ്ഷൻ ബി DNA-യിൽ വരാത്ത ആളാണ്. റൈബോസ് വരൂല ഒരിക്കലും. റൈബോസ് DNA-യിൽ ഉണ്ടാവില്ല, RNA-യിലേ ഉണ്ടാവുള്ളൂ. നൗ ഡിയോക്സി റൈബോസ് യുറാസിൽ, ഞാൻ പറഞ്ഞ കാര്യം, ഡിയോക്സി റൈബോസിന്റെ കൂടെ ഒരിക്കലും യുറാസിൽ വരൂലല്ലോ, വരൂല. അപ്പൊ ഇതും DNA-യിൽ വരില്ല. അപ്പൊ ബി ആൻഡ് സി അല്ലേ? സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ഇതാണ് DNA-യിൽ വരാത്ത കോമ്പിനേഷൻ. വെരി ഗുഡ്. സെറ്റ് ആണോ മക്കളെ? റെഡി ആണോ? Okay, very good, very good, very good. Now guys, 1 second. A screen and a size, some issues with that. ഇപ്പോൾ കാണുന്നില്ലേ? ഓക്കെ, ഓക്കെ, റൈറ്റ്.
കം ഹിയർ. സെറ്റ് അല്ലടാ കുട്ടികളെ? ഓക്കെ, റെഡി, ഗ്രേറ്റ്. അടുത്ത് നമ്മൾ നോക്കാവുന്നത് പാക്കേജിങ് ഓഫ് DNA. എങ്ങനെയാണ് നമ്മുടെ ന്യൂക്ലിയസിനകത്ത് DNA പാക്ക് ചെയ്തിട്ടുള്ളത്? സ്ഥിരമായിട്ട് ചോദിക്കുന്ന കോൺസെപ്റ്റാണ്. നമുക്ക് നമ്മുടെ ന്യൂക്ലിയസ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതൊരു സെല്ലിൻ്റെ ന്യൂക്ലിയസ് ആണ്. നമ്മളിങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എന്തോ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പോലെയാണ് കാണാൻ പറ്റുക. നമ്മളതിനെ ക്രൊമാറ്റിൻ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ക്രൊമാറ്റിൻ. ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ DNA പുറമെ നിന്ന് നമ്മുടെ ന്യൂക്ലിയസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ ആണ് കിട്ടുക. നമ്മുടെ DNA എന്താണെന്നൊന്നും മനസ്സിലാവില്ല, എന്തൊക്കെയോ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് കാണാൻ പറ്റുക. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ക്രൊമാറ്റിൻ. പക്ഷെ നിങ്ങൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് വളരെ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ആക്ച്വലി ആ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഒരു ബീഡ് ഓൺ സ്ട്രിങ് സ്ട്രക്ചറാണ്. ഒരു സ്ട്രിങ്ങിൽ ഒരു നൂലിൽ മുത്ത് കോർത്ത പോലെയുള്ള സ്ട്രക്ചറായിട്ടാണ് നമ്മുടെ DNA കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ന്യൂക്ലിയസിൽ കാണുന്ന ഈ മുത്തുകൾ എന്താണ് എന്ന് സയൻറ്റിസ്റ്റുകൾ വല്ലാണ്ട് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ന്യൂക്ലിയസിൽ ധാരാളം പോസിറ്റീവ്ലി ചാർജ്ഡ് ബേസിക് പ്രോട്ടീനുകളുണ്ട്. ദേ ആർ കോൾഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. ഇൻ അവർ ന്യൂക്ലിയസ് വി ഹാവ് പോസിറ്റീവ്ലി ചാർജ്ഡ് ബേസിക്, അതായത് ആൽക്കലി സ്വഭാവമുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് കാണാൻ പറ്റും നമ്മുടെ ന്യൂക്ലിയസിൽ. ആൻഡ് ദേ ആർ കോൾഡ് ഹിസ്റ്റോൺസ്. എന്താണ് കുട്ടികളെ? നമ്മൾ അവരെന്താ വിളിക്കുക? ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്നാണ് വിളിക്കുക. സോ ഇൻ അവർ ന്യൂക്ലിയസ് വി ഹാവ് പോസിറ്റീവ്ലി ചാർജ്ഡ് ബേസിക് പ്രോട്ടീൻസ് കോൾഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. നമുക്ക് ഇത്തരത്തിൽ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ്, 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കൂടി ചേർന്നുകൊണ്ട് ദേ ബിക്കം എ സിംഗിൾ യൂണിറ്റ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ ഒരു സിംഗിൾ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. എന്താ വിളിക്കുക? ഹിസ്റ്റോൺ ഒക്ടാമർ. റെഡി ആണല്ലോ? നൗ ദ DNA ഈസ് റാപ്ഡ് അറൗണ്ട് ദിസ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ ചുറ്റും ഇങ്ങനെ ചുറ്റി വരുന്ന രീതിയിലാണ് നമ്മുടെ DNA കിടക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഹിസ്റ്റോൺ H1 പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന മറ്റൊരു പ്രോട്ടീൻ കൂടിയുണ്ട്. സോ ദ DNA ഈസ് റാപ്ഡ് അറൗണ്ട് ഹിസ്റ്റോൺ ഒക്ടാമർ ആൻഡ് ഹിസ്റ്റോൺ H1 പ്രോട്ടീൻ. ഇത്രയും ആളുകളുടെ ചുറ്റും DNA ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു എൻറ്റയർ സ്ട്രക്ചറിനെ, ഇതിനെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. എന്താടാ? ന്യൂക്ലിയോസോം. അപ്പോൾ നമ്മുടെ ന്യൂക്ലിയസിൽ ധാരാളം ഹിസ്റ്റോൺ ഒക്ടാമറുകളുണ്ട്. അനേകം ഹിസ്റ്റോൺ ഒക്ടാമറുകൾ, കോടിക്കണക്കിന് ഹിസ്റ്റോൺ ഒക്ടാമറുകളുണ്ട്. ആ ഹിസ്റ്റോൺ ഒക്ടാമറുകൾക്കൊക്കെ ചുറ്റും ഇങ്ങനെ ചുറ്റി വെച്ച രീതിയിലാണ് നമ്മുടെ DNA കിടക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളോട് ചിലപ്പോൾ ചോദിക്കും, ലുക്ക് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ന്യൂക്ലിയോസോം? എന്താണ് ന്യൂക്ലിയോസോം? അപ്പോൾ നമ്മൾ പറയും ഇൻ അവർ ന്യൂക്ലിയസ് വി ഹാവ് പോസിറ്റീവ്ലി ചാർജ്ഡ് ബേസിക് പ്രോട്ടീൻസ് കോൾഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. 8 ഹിസ്റ്റോൺ മോളിക്യൂൾ, അങ്ങനെ തന്നെ പറയണം, 8 ഹിസ്റ്റോൺ മോളിക്യൂൾസ് join together to form a single structure called histone octamer. The DNA is wrapped എന്നൊന്നും എഴുതിയേക്കരുത് കേട്ടോ പരീക്ഷയ്ക്ക്. WRAPPED എന്ന് എഴുതണം. അതാണ് റാപ്പിഡ്. മറ്റേ റേപ്പിഡ് എന്നാവും അല്ലേ? DNA റേപ്പ് ചെയ്തു ഹിസ്റ്റോണിനെ എന്നൊക്കെ സാർ അർത്ഥം വെക്കും. ഓക്കെ, സോ ദ DNA is wrapped around histone octamer to form a structure called nucleosome. ഈ ഒരു സ്ട്രക്ചറിന് ന്യൂക്ലിയോസോം അല്ലെങ്കിൽ ഈ ചിത്രം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. നമുക്ക് ഹിസ്റ്റോൺ ഒക്ടാമറിനെ ഹിസ്റ്റോൺ കോർ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. റെഡി അല്ലേ? വെരി ഗുഡ്. ഇനി നോക്കടാ, നിങ്ങൾ ന്യൂക്ലിയസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി മറ്റൊരു കാര്യം കൂടെ, ഇത് സാധാരണഗതിയിൽ നമ്മുടെ DNA ന്യൂക്ലിയസിൽ കിടക്കാനാണ് ഇവരെ നമ്മൾ സഹായിക്കുന്നത്. സാധാരണ ന്യൂക്ലിയസിലേക്ക് നോക്കിയാൽ നമ്മളിങ്ങനെ ക്രൊമാറ്റിൻ ആണല്ലോ കാണുക. DNA ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന മാതിരിയാണ് കാണുക. ഈ ഒരു രീതിയിൽ DNA കിടക്കാനാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് നമ്മളെ സഹായിക്കുന്നത്. പക്ഷെ സെൽ ഡിവിഷൻ്റെ സമയത്ത് നമുക്കറിയാം ന്യൂക്ലിയർ എൻവലപ്പ് പതിയെ ഡിസപ്പിയർ ആകും അല്ലേ? പതിയെ ഡിസപ്പിയർ ആവാൻ തുടങ്ങും ന്യൂക്ലിയസിന് എൻവലപ്പ്. പതിയെ ഡിസപ്പിയർ ആയി അവസാനം നമ്മുടെ ന്യൂക്ലിയസിൽ ഉണ്ടായിരുന്ന DNA, സ്കാറ്റർ ചെയ്ത് കിടന്നിരുന്ന DNA കുറച്ചുകൂടെ നന്നായി കൂടിച്ചേർന്നുകൊണ്ട് ദേ ബിക്കം സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് കോൾഡ് ക്രോമസോംസ്. അവരിങ്ങനെ എക്സ് ഷേപ്പ്ഡ് ക്രോമസോമുകളായിട്ട് മാറും സെൽ ഡിവിഷൻ്റെ സമയത്ത്. ശരിയാണോടെ മക്കളെ? ഇങ്ങനെ ക്രോമസോമുകളായിട്ട് മാറും അല്ലേ? അപ്പോൾ DNA ഈ രൂപത്തിൽ കിടക്കാനാണ് ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ സഹായിക്കുന്നത്. ഓക്കെ, ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ സഹായിക്കുന്നത്. പക്ഷെ DNA ഈ രൂപത്തിൽ നിന്ന് ഇങ്ങനെ ക്രോമസോമുകളായി മാറാൻ സഹായിക്കുന്നത് ആക്ച്വലി NHC പ്രോട്ടീൻസ് എന്നറിയപ്പെടുന്ന മറ്റൊരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ്. ആരടാ? NHC പ്രോട്ടീൻസ്. ഓക്കെ, സോ ലുക്ക്, അറേഞ്ച്മെന്റ് ഓഫ് DNA in the form of chromosome
ക്രോമസോം രൂപത്തിൽ DNA അറേഞ്ച് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന പ്രോട്ടീനുകളാണ് NHC പ്രോട്ടീൻസ്. അവരാണ് നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ്. എന്താടാ NHC പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ്. ദേ ഹെൽപ്പ് ഇൻ അറേഞ്ച്മെന്റ് ഓഫ് DNA ഇൻ ദ ഫോം ഓഫ് ക്രോമസോംസ്. സെറ്റ് അല്ലേ? വെരി ഗുഡ്. ഇനി അടുത്തത്, നിങ്ങൾ സാധാരണ ന്യൂക്ലിയസിലേക്ക് നോക്കുക. സാധാരണ ന്യൂക്ലിയസിലേക്ക് നോക്കിയാൽ വി ക്യാൻ സീ ഇൻ സം റീജിയൻസ് ദ ക്രൊമാറ്റിൻ ഈസ് വെരി ഡെൻസ്ലി പാക്ക്ഡ്. ചില ഭാഗത്ത് ക്രൊമാറ്റിൻ വളരെ ഡെൻസായിട്ട് പാക്ക് ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ചില ഭാഗത്ത് വളരെ ലൂസായിട്ട് ക്രൊമാറ്റിൻ പാക്ക് ചെയ്ത് വെച്ചതായിട്ട് കാണാൻ പറ്റും. ഇത്തരത്തിൽ ഡെൻസ്ലി പാക്ക്ഡ് ക്രൊമാറ്റിനെയാണ് നമ്മൾ ഹെറ്റീറോ ക്രൊമാറ്റിൻ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം കേട്ടോ. ഡെൻസ്ലി പാക്ക്ഡ് ക്രൊമാറ്റിൻ. ക്രൊമാറ്റിൻ്റെ ചില റീജിയൻസ് വളരെ ഡെൻസ്ലി പാക്ക്ഡ് ആണ്. ആൻഡ് ദേ ആർ കോൾഡ് ഹെറ്റീറോ ക്രൊമാറ്റിൻ. എന്താ മക്കളെ വിളിക്കുക? ഹെറ്റീറോ ക്രൊമാറ്റിൻ. എടാ ഹെറ്റീറോ ക്രൊമാറ്റിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ്. ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കൂല. ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് ആയിരിക്കും. വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ? DNA RNA ഉണ്ടാകുന്ന പരിപാടി അത് നടക്കാത്ത സ്ഥലങ്ങളാണ് ഹെറ്റീറോ ക്രൊമാറ്റിൻ. ക്ലിയർ അല്ലേ? സോ ഇറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ്. അതേ സമയത്ത് ദിസ് ലൂസ്ലി പാക്ക്ഡ് ക്രൊമാറ്റിൻ, ഇറ്റ് ഈസ് കോൾഡ് യൂക്രൊമാറ്റിൻ. എന്താണ് മക്കളെ? യൂക്രൊമാറ്റിൻ, വിച്ച് ഈസ് ലൂസ്ലി പാക്ക്ഡ് ക്രൊമാറ്റിൻ. ഇറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ്. ഇറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ്. ക്രൊമാറ്റിൻ്റെ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആയുള്ള ഭാഗമാണ് യൂക്രൊമാറ്റിൻ, വിച്ച് ഈസ് ലൂസ്ലി പാക്ക്ഡ്. ചിലപ്പോൾ നമ്മളോട് 2 മാർക്കിൻ്റെ ചോദ്യം വരിക. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ യൂക്രൊമാറ്റിൻ ആൻഡ് ഹെറ്റീറോ ക്രൊമാറ്റിൻ. സ്ഥിരം ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ യൂക്രൊമാറ്റിൻ ആൻഡ് ഹെറ്റീറോ ക്രൊമാറ്റിൻ. യൂക്രൊമാറ്റിനും ഹെറ്റീറോ ക്രൊമാറ്റിനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. സോ ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ ഫിഗർ. എന്താ? ദിസ് ഈസ് ഹിസ്റ്റോൺ ഒക്ടാമർ. സോറി, ദിസ് ഈസ് ന്യൂക്ലിയോസോം അല്ലേ? ഹിസ്റ്റോൺ ഒക്ടാമറും അതിൻ്റെ ചുറ്റും H1 ഉണ്ട്, അതിൻ്റെ ചുറ്റും DNA റാപ്പ് ചെയ്ത് കിടക്കുന്നതാണ്. അടുത്ത ചോദ്യം, ഹൗ മെനി ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ദ ഹിസ്റ്റോൺ കോർ അല്ലെങ്കിൽ ഹിസ്റ്റോൺ ഒക്ടാമർ? എത്ര എണ്ണം ഉണ്ട്? 8 അല്ലേ? 8 ഹിസ്റ്റോൺ മോളിക്യൂളുണ്ട്. അടുത്തത്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂക്രൊമാറ്റിൻ ആൻഡ് ഹെറ്റീറോ ക്രൊമാറ്റിൻ. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ വ്യത്യാസം കൂടെ എഴുതി കൊടുത്താൽ മാർക്ക് കിട്ടി. റെഡി ആണല്ലോ ഗൈസ്? സെറ്റ് അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദ സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ. നോക്കൂ, DNA പണ്ടേ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ DNA ആണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് സയൻറ്റിസ്റ്റുകൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഏത് മോളിക്യൂളാണ് നമ്മുടെ ബോഡിയിൽ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്ന് കണ്ടെത്താൻ കുറേ സയൻറ്റിസ്റ്റുകൾ കൂടി ചേർന്ന് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അത് നമുക്ക് 3 എക്സ്പെരിമെൻ്റ് ആണ് അല്ലേ? ഒന്നാമത്തെ ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ്, രണ്ടാമത്തതാണ് ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ എക്സ്പെരിമെൻറ്റ്, മൂന്നാമത്താണ് ഹെർഷേ ചേസ് എക്സ്പെരിമെൻറ്റ്. നമുക്ക് ആദ്യം തന്നെ ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ് നോക്കാം. നോക്കൂ, ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ് വാസ് കണ്ടക്റ്റഡ് ബൈ ഗ്രിഫിത്ത് അല്ലേ? അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്തത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ബാക്ടീരിയനെ ആയിരുന്നു. ആരെയാടാ? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ബാക്ടീരിയനെയാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്തത്. നിങ്ങൾ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ബാക്ടീരിയനെ എടുത്തു കഴിഞ്ഞാൽ 2 തരം സ്ട്രെപ്റ്റോകോക്കസുകളുണ്ട്. ഒന്നാമത്തതാണ് എസ് സ്ട്രെയിൻ ബാക്ടീരിയ, രണ്ടാമത്താണ് ആർ സ്ട്രെയിൻ ബാക്ടീരിയ. ഏതൊക്കെയാണ്? എസ് സ്ട്രെയിൻ ബാക്ടീരിയ ആൻഡ് ആർ സ്ട്രെയിൻ ബാക്ടീരിയ. റെഡി ആണല്ലോ? നോക്കൂ, എസ് സ്ട്രെയിൻ ബാക്ടീരിയയുടെ പ്രത്യേകത, ഈ ബാക്ടീരിയക്ക് അയാളുടെ സെൽവാളിന് ചുറ്റും ഒരു സ്മൂത്ത് പോളിസാക്കറൈഡ് കോട്ടുണ്ട്. എന്തുണ്ട് കുട്ടികളെ? ഒരു സ്മൂത്ത് പോളിസാക്കറൈഡ് കോട്ടുണ്ട്. അതേ സമയത്ത് ആർ സ്ട്രെയിൻ ബാക്ടീരിയക്ക് ആ കോട്ടില്ല. അതാണ് ആകെയുള്ള വ്യത്യാസം. റെഡി ആണല്ലോ? എസ് സ്ട്രെയിൻ ഹാസ് എ സ്മൂത്ത് പോളിസാക്കറൈഡ് കോട്ട് അറൗണ്ട്. ഇയാൾക്ക് അയാളുടെ ബോഡിക്ക് ചുറ്റും എന്തുണ്ട്? ഒരു സ്മൂത്ത് പോളിസാക്കറൈഡ് കോട്ട് ഉണ്ട്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എസ് സ്ട്രെയിൻ. ഇറ്റ് ഹാസ് എ സ്മൂത്ത് പോളിസാക്കറൈഡ് കോട്ട്. ഓക്കെ, അതേ സമയത്ത് ആർ സ്ട്രെയിനോ നോ പോളിസാക്കറൈഡ് കോട്ട് അല്ലേ? ഇയാൾക്ക് പോളിസാക്കറൈഡ് കോട്ടില്ല. ദേ ലാക്ക് പോളിസാക്കറൈഡ് കോട്ട്. ഇയാൾക്ക് പോളിസാക്കറൈഡ് കോട്ട് ഇല്ല. റെഡി ആണല്ലോ? ഓക്കെ, നോക്കൂ, പോളിസാക്കറൈഡ് കോട്ട് ഉള്ളത് കൊണ്ട് തന്നെ എസ് സ്ട്രെയിൻ എന്താണ്? വിറുലൻ്റ് ആണ്. വിറുലൻ്റ് എന്ന് പറഞ്ഞാൽ രോഗമുണ്ടാക്കാൻ ക്യാപ്പബിലിറ്റി ഉള്ളതാണ് എസ് സ്ട്രെയിന്. അതേസമയത്ത് ആർ സ്ട്രെയിന് നോൺ വിറുലൻ്റ് ആണ്, അല്ലെങ്കിൽ എ വിറുലൻ്റ് ആണ്. ഇയാൾക്ക് രോഗം ഉണ്ടാക്കാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണല്ലോ ഗൈസ്? ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ?
ഓക്കെ, അപ്പോൾ ഇയാൾ വിറുലൻ്റ് ആണ്, മറ്റേയാൾ എന്തല്ല, വിറുലൻ്റ് അല്ല. ഒരാൾ വിറുലൻ്റ് ആണ്, മറ്റേയാൾ വിറുലൻ്റ് അല്ല. രോഗം ഉണ്ടാക്കാൻ ക്യാപ്പബിലിറ്റി ഇല്ല. ആർക്കാണ് ഇല്ലാത്തത്? ആർ സ്ട്രെയിന് ക്യാപ്പബിലിറ്റി ഇല്ല, എസ് സ്ട്രെയിന് ക്യാപ്പബിലിറ്റി ഉണ്ട്. ശ്രദ്ധിക്കും മക്കളെ. നോക്കൂ, ഗ്രിഫിത്ത് എന്താ ചെയ്തത് വെച്ചാൽ ഹി ഇഞ്ചക്റ്റഡ് എസ്ട്രെയിൻ ബാക്ടീരിയ ഇൻ ടു മൈസ്. എലികളിലേക്ക് എസ്ട്രെയിൻ ബാക്ടീരിയനെ ഇഞ്ചക്ട് ചെയ്തപ്പോൾ എലികൾ ചത്തുപോയി ബിക്കോസ് ഓഫ് ന്യൂമോണിയ. കാരണം ഇവർ വിറുലൻ്റ് ആണ്, രോഗം ഉണ്ടാക്കാൻ ക്യാപ്പബിലിറ്റി ഉള്ള ആളുകളാണ്. അടുത്തത്, അദ്ദേഹം ആർ സ്ട്രെയിൻ ബാക്ടീരിയനെ എലികളിലേക്ക് ഇഞ്ചക്ട് ചെയ്തു, ഇഞ്ചക്ട് ഇൻ ടു മൈസ്. എലികൾക്ക് ഒരു കുഴപ്പമില്ല, മൈസ് ലീവ് അല്ലേ. എലികൾക്ക് ഒരു കുഴപ്പമില്ല, കാരണം ആർ സ്ട്രെയിന് രോഗം ഉണ്ടാക്കാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. അടുത്ത അദ്ദേഹം ചെയ്ത പരിപാടി എന്താണെന്നറിയോ? ഹീറ്റ് കില്ലഡ് എസ്ട്രെയിൻ ബാക്ടീരിയനെ. അദ്ദേഹം എസ്ട്രെയിൻ ബാക്ടീരിയനെ ഹീറ്റ് ഉപയോഗിച്ച് കൊന്നു. അതിനുശേഷം മൈസിലേക്ക്, എലികളിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. അങ്ങനെ നോക്കിയ സമയത്ത് മൈസ് ലീവ്, മൈസ് ജീവിക്കുന്നുണ്ടായിരുന്നു, മൈസിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അദ്ദേഹം ഹി ക്രിയേറ്റഡ് എ മിക്സ്ചർ ഓഫ് എസ്ട്രെയിൻ ബാക്ടീരിയ ആൻഡ് ഹീറ്റ് കില്ലഡ് എസ്ട്രെയിൻ ബാക്ടീരിയ ആൻഡ് ലിവിങ് ആർ ബാക്ടീരിയ. ചത്ത എസ് ബാക്ടീരിയയും ലിവിങ് ആർ ബാക്ടീരിയയും കൂടിയുള്ള ഒരു മിശ്രിതം അദ്ദേഹം ഉണ്ടാക്കി. അതിനെ മൈസിലേക്ക് ഇഞ്ചക്ട് ചെയ്തു, എലികളിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ ഇഞ്ചക്ട് ചെയ്തപ്പോൾ എലികൾ ചത്തുപോയി ഗൈസ്, എലികൾ ചത്തുപോയി. അദ്ദേഹം ജസ്റ്റ് കില്ലഡ് എസ് ബാക്ടീരിയയും ലിവിങ് ആർ ബാക്ടീരിയയും കൂടിയുള്ള ഒരു മിശ്രിതമാണ് ഉണ്ടാക്കിയത്. ഓക്കെ, ഈ ക്രിയേറ്റഡ് എ മിക്സ്ചർ കൺസിസ്റ്റിംഗ് ഓഫ്, എന്തൊക്കെയാണ് ഈ മിക്സ്ചറിലുള്ള കുട്ടികളെ? കില്ലഡ് എസ് ബാക്ടീരിയ, കില്ലഡ് എസും ലിവിങ് ആറും കൂടെയുള്ള മിക്സ്ചറാണ്. ആ മിക്സ്ചർ ആഡ് ചെയ്തപ്പോൾ എലികളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തപ്പോൾ എലികൾ ചത്തുപോയി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് എലികളിൽ ലിവിങ് എസ് ബാക്ടീരിയയുടെ പ്രസൻസും കണ്ടെത്താൻ പറ്റി. അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് കൺക്ലൂഷനായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? എന്തോ ഒന്ന് ചത്ത എസ് ബാക്ടീരിയയിൽ നിന്ന് ജീവനുള്ള ആർ ബാക്ടീരിയയിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. നോക്കൂ, ചത്ത ഈ എസ് ബാക്ടീരിയ ഉണ്ടല്ലോ, അതിൽ നിന്ന് ജീവനുള്ള ആർ ബാക്ടീരിയയിലേക്ക് എന്തോ ഒരു വസ്തു കയറിപ്പോയിട്ടുണ്ട്. ആ വസ്തു കയറിപ്പോയത് കാരണം ഈ ആർ ബാക്ടീരിയക്ക് അയാളുടെ ചുറ്റും ഒരു സ്മൂത്ത് പോളിസാക്കറൈഡ് കോട്ട് ഉണ്ടാക്കി എസ് ബാക്ടീരിയയായി ട്രാൻസ്ഫർമേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടി എന്ന് ആണ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത്. ക്ലിയർ അല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. അദ്ദേഹം ഉണ്ടാക്കിയ മിക്സ്ചർ ഉണ്ടല്ലോ, കില്ലഡ് എസ്ട്രെയിൻ ബാക്ടീരിയയും ലിവിങ് ആർ സ്ട്രെയിനും കൂടെയുള്ള മിക്സ്ചറാണ് ഉണ്ടാക്കിയത്. ആ മിക്സ്ചറിൽ വെച്ച്, ആ ടെസ്റ്റ് ട്യൂബിൽ വെച്ച് സംഭവിച്ചത് എന്തോ ഒന്ന് ചത്ത എസ് ബാക്ടീരിയയിൽ നിന്ന് ജീവനുള്ള ആറിലേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ആ കയറിപ്പോയ വസ്തു കാരണം ഈ ആർ ബാക്ടീരിയക്ക് അയാളുടെ ചുറ്റും ഒരു പോളിസാക്കറൈഡ് കോട്ട് ഉണ്ടാക്കിയിട്ട് എന്തായി? ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചു, എസ് ബാക്ടീരിയയായി ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചു. ക്ലിയർ ആണല്ലോ? ഇതാണ് ഗ്രിഫിത്ത് പറഞ്ഞത്. റെഡിയാണോ? സോ ഹി കൺക്ലൂഡഡ് ദാറ്റ് some transforming principle transferred from killed S strain to living R strain, and that enabled the R strain to synthesize a polysaccharide coat and become virulent. അങ്ങനെ polysaccharide coat ഉണ്ടാക്കിയിട്ട് virulent ആവാൻ ഇയാളെ ഹെൽപ്പ് ചെയ്തു. റെഡിയാണോ ഗൈസ്? റെഡിയാണോ? So explain the transformation experiments performed by Frederick Griffith with bacteria Streptococcus pneumoniae. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ മാർക്ക് കിട്ടും. റെഡിയാണോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ നമ്മളത് പഠിച്ചു. സെറ്റാണല്ലോ? 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിയാൻ ആ 3 മാർക്കും കിട്ടും. Now next, ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. നമ്മുടെ ഗ്രിഫിത്ത് കണ്ടെത്തിയ ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിൻ്റെ ബയോകെമിക്കൽ നേച്ചർ എന്താണ്? അത് പ്രോട്ടീൻ ആണോ, DNA ആണോ, RNA ആണോ, എന്താണ് എസ്സിലേക്ക് കയറിപ്പോയത്? സോറി, എസ്സിൽ നിന്ന് ആറിലേക്ക് കയറിപ്പോയത്? ഗ്രിഫിത്ത് പറഞ്ഞ ഇതാണ്, എന്തോ ഒന്ന് എസ് ബാക്ടീരിയയിൽ നിന്ന് ആർ ബാക്ടീരിയയിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. ആ വസ്തു കാരണമാണ് ആർ ബാക്ടീരിയക്ക് അയാളുടെ ചുറ്റും പോളിസാക്കറൈഡ് കോട്ട് ഉണ്ടാക്കി എസ് ആയി മാറാൻ പറ്റിയത് എന്നാണ് പറഞ്ഞത്. പക്ഷെ കയറിപ്പോയ വസ്തു എന്താണെന്നുള്ളത് ഗ്രിഫിത്തിന് അറിയില്ലായിരുന്നു. അപ്പോൾ അതെന്താണ് എന്ന് കണ്ടെത്താൻ വേണ്ടി നടന്ന എക്സ്പെരിമെൻ്റ് ആണ് അടുത്തത്. ഓക്കെ, അതെന്താണ് എന്ന് കണ്ടെത്താൻ വേണ്ടി നടന്ന എക്സ്പെരിമെൻ്റ് ആണ് അടുത്തത്. ദാറ്റ് ഈസ് ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ എക്സ്പെരിമെൻറ്റ്. ഇറ്റ് വാസ് കണ്ടക്റ്റഡ് ബൈ 3 സയൻറ്റിസ്റ്റ്. ദേ ആർ ആവറി, മാക്ലിയോഡ്, മെക്കാർട്ടി. ആരൊക്കെയാടാ? ആവറി, മാക്ലിയോഡ്, മെക്കാർട്ടി. ഓക്കെ, റെഡി അല്ലടാ? റെഡി അല്ലേ? അപ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകണ്ട. യു സിംപ്ലി സ്റ്റഡി, പേര് പഠിച്ചാൽ മതി. ആവറി, മാക്ലിയോഡ്, മെക്കാർട്ടി. ഉറക്കെ പറഞ്ഞേ, ആവറി, മാക്ലിയോഡ്, മെക്കാർട്ടി. ഉറക്കെ പറഞ്ഞേ, ആവറി, മാക്ലിയോഡ്, മെക്കാർട്ടി. ഉറക്കെ ലാസ്റ്റ് ടൈം, ആവറി, മാക്ലിയോഡ്, മെക്കാർട്ടി.
റെഡിയല്ലേ? പേര് മാത്രം പഠിച്ചാൽ അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ചോദിക്കൂല. അടുത്താണ് ഹെർഷേ ചേസ് എക്സ്പെരിമെൻറ്റ്. നോക്കൂ, ഹെർഷേ ചേസ് എക്സ്പെരിമെൻറ്റിൻ്റെ പ്രത്യേകത, ദേ ഗേവ് ദ അണിക്യുവോക്കൽ പ്രൂഫ് ദാറ്റ് DNA is the genetic material. എല്ലാ സയൻറ്റിസ്റ്റുകളും അംഗീകരിച്ചത്, നമ്മുടെ ഗ്രിഫിത്തും അതുപോലെ തന്നെ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ എക്സ്പെരിമെൻറ്റ് നടത്തിയവരുടേതൊന്നും എല്ലാ സയൻറ്റിസ്റ്റുകളും എഗ്രി ചെയ്തില്ല. പക്ഷെ എല്ലാ സയൻറ്റിസ്റ്റുകളും DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് എഗ്രി ചെയ്തത് ഹെർഷേയുടെയും ചേസിൻ്റെയും എക്സ്പെരിമെൻറ്റിന് ശേഷമാണ്. ആൻഡ് ഫോർ ദെയർ എക്സ്പെരിമെൻറ്റ് ദേ യൂസ്ഡ് ബാക്ടീരിയോഫേജ്. ഒരു ബാക്ടീരിയോഫേജിനെയാണ് യൂസ് ചെയ്തത്. ബാക്ടീരിയോഫേജ് ആർ വൈറസസ് ദാറ്റ് ഇൻഫെക്റ്റ് ബാക്ടീരിയ, അല്ലെങ്കിൽ ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയ. ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക കുട്ടികളെ? ബാക്ടീരിയോഫേജസ് എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ? ഇവർ ചെയ്തത്, ദേ ഗ്രൂ സം ബാക്ടീരിയോഫേജസ്. ഇവർ കുറച്ച് ബാക്ടീരിയോഫേജുകൾ എടുത്തിട്ട് ദേ ഗ്രൂ സം ഫേജസ് ഇൻ റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയം. റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയം. കുറച്ച് ബാക്ടീരിയോഫേജുകളെ റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ വളർത്തി. നമുക്ക് ഈ സൾഫറിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ DNA ആൻഡ് പ്രസൻറ്റ് ഇൻ പ്രോട്ടീൻ. പ്രോട്ടീനിൽ സൾഫർ കാണാൻ പറ്റും, DNA സൾഫർ ഇല്ല. അപ്പോൾ നോക്കൂ, റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ വളർത്തിയ ബാക്ടീരിയോഫേജുകളുടെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവായിട്ട് മാറി. ഒരു ബാക്ടീരിയോഫേജിന് സാധാരണ പ്രോട്ടീൻ കോട്ട് ഉണ്ടാകും, അതുപോലെ തന്നെ അതിനകത്ത് DNA ഉണ്ടാകും. അതാണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ഈ ബാക്ടീരിയോഫേജുകളുടെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവായിട്ട് മാറി, DNA സാധാരണ റേഡിയോ ആക്ടിവിറ്റി ഇല്ലാത്ത DNA ആയിട്ട് മാറി. ബിക്കോസ് റേഡിയോ ആക്റ്റീവ് സൾഫറുള്ള മീഡിയത്തിലാണ് ഇയാളെ വളർത്തുന്നത്. സൾഫർ DNAയിലില്ല, സൾഫർ പ്രോട്ടീനിലേ ഉള്ളൂ. അപ്പോൾ ഈ ബാക്ടീരിയോഫേജ് വലിച്ചെടുക്കുന്ന സൾഫറൊക്കെ റേഡിയോ ആക്റ്റീവ് സൾഫർ ആയിരിക്കും, കാരണം ഇയാൾ വളരുന്നത് റേഡിയോ ആക്റ്റീവ് മീഡിയത്തിലാണ്. അപ്പോൾ അയാളുടെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവായിട്ട് മാറി. ക്ലിയർ ആണല്ലോ? ഇനി മറ്റ് ചില ഫേജുകളെ അവരെടുത്തിട്ട് സം ഫേജസ് ഇൻ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് മീഡിയം. ഓക്കെ, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് മീഡിയത്തിൽ കുറച്ച് ഫേജുകളെ വളർത്തി. അപ്പോൾ അവന്മാരുടെ DNA നോക്കൂ, ഫോസ്ഫറസിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ പ്രോട്ടീൻ കോട്ട് ആൻഡ് ഓൺലി പ്രസൻറ്റ് ഇൻ DNA കാണുകയുള്ളൂ നിങ്ങൾക്ക് ഫോസ്ഫറസ്. അപ്പോൾ ഇവരുടെ ഫോസ്ഫറസ് നോക്കൂ, ഇവർ വളരുന്നത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് മീഡിയത്തിലാണ്. അപ്പോൾ ഇവരുടെ DNA ഉണ്ടാക്കാനൊക്കെ വേണ്ടി വലിച്ചെടുക്കുന്ന ഫോസ്ഫറസ് മൊത്തം റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആയിരിക്കും. അപ്പോൾ ഇവരുടെ DNA എന്തായിട്ട് മാറി? റേഡിയോ ആക്റ്റീവായിട്ട് മാറി. അപ്പോൾ ഇവരുടെ DNA എന്തായിട്ട് മാറി? റേഡിയോ ആക്റ്റീവായിട്ട് മാറി. ക്ലിയർ അല്ലേ? ഇനി ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് ഫേജുകളെയും അവർ പിടിച്ചിട്ട് നോക്കൂ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു. ടു അറ്റാക്ക് ബാക്ടീരിയ. ഈ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട ഫേജുകളെയും ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെയും ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു. അതിൻ്റെ ഒരു പിക്ചറാണ് ഈ തന്നിട്ടുള്ളത്. അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കൂ. വെൻ ബാക്ടീരിയോഫേജ് അറ്റാക്ക് ബാക്ടീരിയ, ബാക്ടീരിയോഫേജ് ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ദ ജനറ്റിക് മെറ്റീരിയൽ എൻ്റർ ബാക്ടീരിയ, ജനറ്റിക് മെറ്റീരിയൽ ബാക്ടീരിയക്കുള്ളിലേക്ക് കയറിപ്പോവും. അപ്പോൾ ഒന്നാമത്തെ കേസിലും രണ്ടാമത്തെ കേസിലും ജനറ്റിക് മെറ്റീരിയൽ കയറിപ്പോകുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം രണ്ടാമത്തെ കേസിലാണ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ ഉള്ളത്. കാരണം റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് മീഡിയത്തിൽ വളർത്തിയപ്പോഴല്ലേ DNA റേഡിയോ ആക്റ്റീവ് ആയിട്ട് മാറിയത്? അതെ. അപ്പോൾ രണ്ടാമത്തെ കേസിൽ ആക്ച്വലി ബാക്ടീരിയയിലേക്ക് കയറി വന്നത് ആരാണ്? റേഡിയോ ആക്റ്റീവ് DNA ആണ്. ഒന്നാമത്തെ കേസിൽ പ്രോട്ടീൻ കോട്ട്, ആ പുറത്ത് നിൽക്കുന്ന പ്രോട്ടീൻ കോട്ടാണ് റേഡിയോ ആക്റ്റീവ്. അപ്പോൾ അതാണ് ഫസ്റ്റ് സംഭവിക്കുന്നത്, ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ്റെ സമയത്ത് DNA ബാക്ടീരിയയിലേക്ക് കയറുന്നു. അതിനുശേഷം നോക്കൂ, അങ്ങനെ കയറുമ്പോൾ തന്നെ ഈ പ്രോട്ടീൻ കോട്ട് ബാക്ടീരിയൻ്റെ പുറത്ത് ഒട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കും. ആ പ്രോട്ടീൻ കോട്ടിനെ അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യണം. സോ ടു ഡിറ്റാച്ച് പ്രോട്ടീൻ കോട്ട് ഫ്രം ബാക്ടീരിയ ഇവർ ചെയ്തത് ബ്ലെൻഡിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. ദാറ്റ് ഈസ് ഒന്നുമില്ലടാ, നന്നായിട്ട് കുലുക്കി. ഓക്കെ, ദാറ്റ് ഈസ് ബ്ലെൻഡിങ്. റെഡിയല്ല? അല്ലെങ്കിൽ ബ്ലെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിയൊക്കെ ഉണ്ടല്ലോ, മിക്സിയെ ബ്ലെൻഡർ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇവർ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്രോട്ടീൻ കോട്ടൊക്കെ റിമൂവ് ചെയ്യപ്പെട്ടോളും. ക്ലിയർ അല്ലേ? അതിനുശേഷം നോക്കൂ, ഈ പ്രോട്ടീൻ കോട്ടിന് അതിനുശേഷം ഇവർ ചെയ്തത് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. what they have done, centrifugation. എടാ മക്കളെ, സെൻട്രിഫ്യൂഗേഷൻ, നിങ്ങൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്താൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഏതെങ്കിലും തരത്തിലുള്ള സൊല്യൂഷൻ എടുത്ത് സെൻട്രിഫ്യൂഗേഷൻ ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഡെൻസിറ്റി കൂടിയ വെയിറ്റ് കൂടിയ വസ്തുക്കൾ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിഭാഗത്ത് വരും, വെയിറ്റ് കുറഞ്ഞ ആളുകൾ ടെസ്റ്റ് ട്യൂബിൻ്റെ മുകൾ ഭാഗത്ത് വരും. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്.
വെയിറ്റ് കുറഞ്ഞ ആൾ മുകൾ ഭാഗത്തും വെയിറ്റ് കൂടിയ ആൾ താഴേക്കും പോകും. അപ്പോൾ നോക്കൂ, ബാക്ടീരിയനെയും പ്രോട്ടീൻ കോട്ടിനെയും എടുത്താൽ ആർക്കാ വെയിറ്റ് കൂടുതൽ? ബാക്ടീരിയക്കായിരിക്കും അല്ലേ? ചെറിയൊരു വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ട ബാക്ടീരിയ വെയിറ്റ് കൂടുതൽ, ഉറപ്പായിട്ടും ബാക്ടീരിയ ആവും. അപ്പോൾ മൂന്നാമത് ഇവർ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തിയപ്പോൾ ബാക്ടീരിയ എന്തായാലും ഈ മിശ്രിതത്തിലുള്ള ബാക്ടീരിയ താഴോട്ട് വന്നിട്ടുണ്ടാകും. അതേ സമയത്ത് പ്രോട്ടീൻ കോട്ട് മുകളിൽ നിന്നിട്ടുണ്ടാവും അല്ലേ? ഉറപ്പല്ലേ? ഓക്കെ, വെരി ഗുഡ്. നോക്കൂ, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് എടുത്തപ്പോഴാണോ റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ വളർത്തിയപ്പോഴാണോ DNA റേഡിയോ ആക്റ്റീവ് ആയത്? റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് മീഡിയത്തിൽ വളർത്തിയ സമയത്താണ്, ശരിയല്ലേ? ഓക്കെ, വെരി ഗുഡ്. ശ്രദ്ധിക്കട, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് മീഡിയത്തിൽ വളർത്തിയ ഫേജുകളുടെ കേസിൽ ഇവർ സെൻട്രിഫ്യൂഗേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ റേഡിയോ ആക്ടിവിറ്റി ഒബ്സർവ്ഡ് ഇൻ ബാക്ടീരിയ, ബാക്ടീരിയകളിൽ റേഡിയോ ആക്ടിവിറ്റി കാണാൻ പറ്റി. വാട്ട് ഇറ്റ് മീൻസ്? ഇൻ ബാക്ടീരിയ, ബാക്ടീരിയയിൽ റേഡിയോ ആക്ടിവിറ്റി കാണാൻ പറ്റി. സോ അതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ബാക്ടീരിയയിൽ റേഡിയോ ആക്ടിവിറ്റി കാണുന്നുണ്ടെങ്കിൽ വാട്ട് ഇറ്റ് മീൻസ്? വെരി ഗുഡ്, ആ റേഡിയോ ആക്റ്റീവ് DNA ബാക്ടീരിയയിലേക്ക് കയറിപ്പോയിട്ടുണ്ടെന്നല്ല അർത്ഥം? വെരി ഗുഡ്. അതേ സമയത്ത് റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ വളർത്തിയ കേസിൽ ദേ ഫൗണ്ട് റേഡിയോ ആക്ടിവിറ്റി ഇൻ ദ മുകൾ ഭാഗം അല്ലേ? താഴെ ബാക്ടീരിയ വരും, മുകൾ ഭാഗത്തെ റേഡിയോ ആക്ടിവിറ്റി കിട്ടിയത്. മുകൾ ഭാഗത്ത് നമ്മൾ സൂപ്പർ നാറ്റൻ്റ് എന്നാ പറയുക. എന്താ പറയുക? സൂപ്പർ നാറ്റൻ്റ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് മീഡിയത്തിൽ വളർത്തിയ കേസിൽ സൂപ്പർ നാറ്റൻറ്റിൽ റേഡിയോ ആക്ടിവിറ്റി ഇല്ല. സൂപ്പർ നാറ്റൻ എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം. ബിക്കോസ് അവിടെ DNA ആണ് റേഡിയോ ആക്റ്റീവ്. ആ DNA ബാക്ടീരിയൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്റ്റഡ് ഇൻ ബാക്ടീരിയ. അതേസമയത്ത് റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ വളർത്തിയ കേസിൽ നോക്കൂ, റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്റ്റഡ് ഇൻ സൂപ്പർ നാറ്റൻ്റ് അല്ലേ? റേഡിയോ ആക്ടിവിറ്റി സൂപ്പർ നാറ്റൻറ്റിലാണ് കിട്ടിയത്. ക്ലിയർ അല്ലേ? നോ റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്റ്റഡ് ഇൻ ബാക്ടീരിയ, ബാക്ടീരിയയിൽ റേഡിയോ ആക്ടിവിറ്റി കിട്ടിയില്ല. റെഡിയാണോ? ഇത് റെഡിയാണോ കുട്ടികളെ? സോ അവസാനത്തെ സ്റ്റെപ്പാണ് സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ 3 സ്റ്റെപ്പാണ്. ആദ്യം ഇൻഫെക്ഷൻ നടക്കുന്നു, അതിനുശേഷം ബ്ലെൻഡിങ്, അതിനുശേഷം സെൻട്രിഫ്യൂഗേഷൻ. ഈസ് ദാറ്റ് ക്ലിയർ? റെഡിയാണോ? ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് വൈ, ദാറ്റ് ഈസ് ആക്ച്വലി നമ്മളിവിടെ പഠിക്കുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ദാറ്റ് ഈസ് DNAയും RNAയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ജനറ്റിക് മെറ്റീരിയലിന് ഉണ്ടാവേണ്ട പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു ജനറ്റിക് മെറ്റീരിയലിന് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിന് സ്റ്റെബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. വൈ DNA ഈസ് ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ബിക്കോസ് DNA ഈസ് മോർ സ്റ്റേബിൾ ദാൻ RNA. 3 തവണ ചോദിച്ച ചോദ്യമാണിത്. വൈ DNA ഈസ് ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വൈ DNA ഈസ് മോർ സ്റ്റേബിൾ ദാൻ RNA, എന്തുകൊണ്ടാണ് DNA RNAനേക്കാൾ സ്റ്റേബിൾ ആണ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ കുട്ടികളെ? അപ്പോൾ ഒന്നാമത്തെ റീസൺ എന്താടാ? ലുക്ക്, നിങ്ങൾ RNA നോക്കിയാൽ അതിനകത്തെ പെൻഡോസ് ഷുഗർ ആരടാ? RNAയിലെ പെൻഡോസ് ഷുഗർ റൈബോസ് ആണല്ലേ? നോക്കൂ, റൈബോസും ഡിയോക്സി റൈബോസും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം എന്താണെന്ന് പറയുന്നത് നന്നായി ശ്രദ്ധിച്ചോ. ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ റൈബോസ് ആൻഡ് ഡിയോക്സി റൈബോസ് ഈസ് ദിസ്. ശ്രദ്ധിക്ക്, ബാക്കി എല്ലാ സ്ട്രക്ചറും കാർബണിൻ്റെ എണ്ണവും ലൊക്കേഷനും ഒക്കെ സെയിം ആണ്. പക്ഷേ നിങ്ങൾ റൈബോസ് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ കാർബണിൽ ഇവിടെ ഒരു H കാണാൻ പറ്റും, ഇവിടെ ഒരു OH കാണാൻ പറ്റും രണ്ടാമത്തെ കാർബണിൽ. ക്ലിയർ ആണോ? ഇതാണ് റൈബോസിൻ്റെ സ്ട്രക്ചർ. അതേസമയത്ത് DNAയിലോ ഈ രണ്ടാമത്തെ കാർബണിൽ നിങ്ങൾക്ക് OH കാണൂല, പകരം H കാണുകയുള്ളൂ. സോ ദിസ് ഈസ് ഡിയോക്സി റൈബോസ്. അപ്പോൾ നമുക്കറിയാം RNAയിൽ ഡിയോക്സി റൈബോസ് ആണുള്ളത്, റൈബോസ് ആണുള്ളത്, DNA ഡിയോക്സി റൈബോസ് ആണ്. അപ്പോൾ RNAയിൽ ഒരു OH, ഒരു O അധികം വരും അല്ലേ? അപ്പോൾ RNAയിൽ കാണുന്ന ഈ 2' ഗ്രൂപ്പ്, രണ്ടാമത്തെ കാർബണിൽ ഈ OH ഉണ്ടല്ലോ, അതൊരു റിയാക്റ്റീവ് ഗ്രൂപ്പാണ്. ഓക്കെ, സോ ദ 2' ഗ്രൂപ്പ് ഇൻ റൈബോസ് ഓഫ് RNA ഈസ് റിയാക്റ്റീവ്. ഒരാൾ മോർ റിയാക്റ്റീവ് ആയി കഴിഞ്ഞാൽ അയാൾ അൺസ്റ്റേബിൾ ആയിരിക്കും. ഒരാൾ മോർ റിയാക്റ്റീവ് ആയാൽ അയാൾ അൺസ്റ്റേബിൾ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് തന്നെ RNA ഈസ് അൺസ്റ്റേബിൾ വെൻ കമ്പയർഡ് ടു DNA. അടുത്തത്, RNA ആക്ട് as കാറ്റലിസ്റ്റ്സ് ഇൻ മെനി റിയാക്ഷൻസ്. പല റിയാക്ഷനിലും RNA കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്.
സോ അതുകൊണ്ട് തന്നെ ഒരാൾ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ അയാൾക്ക് ചേഞ്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് RNA അൺസ്റ്റേബിൾ ആണ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? RNA ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്, സോ ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. അടുത്തത് നോക്കൂ, DNA ഹാസ് സ്പെഷ്യൽ റിപ്പയർ മെക്കാനിസംസ്. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ DNAക്ക് അതിൻ്റെ സ്ട്രക്ചറിൽ ചേഞ്ച് വന്നാൽ അത് റെഡിയാക്കാൻ വേണ്ടിയുള്ള പ്രത്യേക റിപ്പയർ മെക്കാനിസം ഉണ്ട്. ബട്ട് ദാറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ RNA. അത് RNAയിലില്ല. റെഡി ആണല്ലോ കുട്ടികളെ? ദാറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ RNA. അത് RNAയിലില്ല. റെഡിയാണോ? ഓക്കെ, ദീസ് ആർ ദ പോയിന്റ്സ്. എന്തുകൊണ്ടാണ് DNA ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ബിക്കോസ് DNA ഈസ് മോർ സ്റ്റേബിൾ ദാൻ RNA. നോ, DNA എന്തൊക്കെ കാരണം കൊണ്ടാണ് സ്റ്റേബിൾ എന്ന് ചോദിച്ചാൽ ഈ 3 കാരണങ്ങൾ പറയാം. റെഡിയല്ലേ? എപ്പോഴും 2 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. ലുക്ക്, ഐഡൻറ്റിഫൈ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് RNA ഓവർ DNA ആസ് എ ജനറ്റിക് മെറ്റീരിയൽ. ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്ന രീതിയിൽ RNAക്ക് DNAൻ്റെ മുകളിലുള്ള ഡിസഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. ഇത് അതേ ചോദ്യം തന്നെ ഓപ്ഷൻ തന്നുകൊണ്ട് അവർ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. നന്നായി ശ്രദ്ധിച്ചോ. It was proposed by Francis Crick and it states that the genetic information flow in this direction, that is from DNA to RNA. നമ്മുടെ ബോഡിയിൽ അങ്ങനെയല്ലേ? DNA-യിൽ നിന്ന് RNA ഉണ്ടാകും. DNA-യിലുള്ള ജനറ്റിക് ഇൻഫർമേഷൻ ബേസ് ചെയ്ത് RNA ഉണ്ടാകും. ദെൻ RNA-യിലുള്ള ഇൻഫർമേഷൻ ബേസ് ചെയ്തുകൊണ്ട് പ്രോട്ടീൻ ഉണ്ടാകും. നോക്കട്ടെ, DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക? ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ? ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ. ഇനി RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന പരിപാടിനെ നമ്മൾ എന്നാ വിളിക്കുക മക്കളെ? ട്രാൻസ്ലേഷൻ അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. സെറ്റാണോ? ഇനി DNA-യിൽ നിന്ന് റെപ്ലിക്കേഷൻ നടന്നിട്ടാണ് എന്തുണ്ടാവുക? DNA ഉണ്ടാവുക അല്ലേ? സോ ദിസ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി വിച്ച് വാസ് പ്രപ്പോസ്ഡ് ബൈ ഫ്രാൻസിസ് ക്രിക്ക്. ശ്രദ്ധിക്കുക, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ DNA റെപ്ലിക്കേഷൻ ടേക്സ് പ്ലേസ്. നോക്കൂ, DNA റെപ്ലിക്കേഷൻ്റെ കോൺസെപ്റ്റ് നമുക്ക് പറഞ്ഞത് ആക്ച്വലി വാട്സണും ക്രിക്കുമാണ്. Okay, the process of DNA replication was explained by Watson and Crick. അവർ ആ DNA replication നടക്കുന്നതിനെ പറ്റി പറഞ്ഞത് it takes place by semi-conservative DNA replication. Semi-conservative DNA replication എന്നറിയപ്പെടുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് DNA replication നടക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. So what is this semi-conservative DNA replication? ശ്രദ്ധിക്കുക, എന്താണെന്ന് അങ്ങനെ ചോദിക്കൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ പ്രൂഫാണ് ചോദിക്കുക. DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആയിട്ടാണ് നടക്കുന്നത് എന്ന് തെളിയിക്കാനുള്ള എക്സ്പെരിമെൻ്റൽ പ്രൂഫ് എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ അതറിയണമെങ്കിൽ ആദ്യം എന്താ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ എന്ന് അറിയണ്ടേ? നോക്കൂ, ദിസ് ഈസ് എ DNA. ഈ ഡബിൾ സ്ട്രാൻഡഡ് DNAക്ക് റെപ്ലിക്കേഷൻ നടന്നിട്ട് നിങ്ങൾക്ക് പുതിയ 2 DNA കിട്ടും അല്ലേ? അങ്ങനെ കിട്ടുന്ന DNAകളുടെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ആ 2 DNAകളുടെയും ഒരു സ്ട്രാൻഡ് പഴയ പാരൻറ്റിൻ്റെ സ്ട്രാൻഡും ഒരു സ്ട്രാൻഡ് പുതിയതായി സിന്തസൈസ് ചെയ്ത സ്ട്രാൻഡും ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ദിസ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ. അപ്പോൾ നോക്കൂ, ആക്ച്വലി പുതിയതായിട്ട് നോക്കൂ ഉണ്ടാവുന്നത് ഒരു സ്ട്രാൻഡാണ്, മറ്റേ സ്ട്രാൻഡ് പാരൻ്റൽ സ്ട്രാൻഡ് തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്നും എൻ്റെ കുട്ടികൾ നോക്കണ്ട. ഓക്കെ, നിങ്ങൾ ഡെഫിനിഷൻ ഒന്നും നോക്കണ്ട, ഡെഫിനിഷൻ പഠിക്കണ്ട. ഇതാണ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ. അപ്പോൾ DNA റെപ്ലിക്കേഷൻ ഇങ്ങനെ സെമി കൺസർവേറ്റീവ് ആയിട്ടാണ് നടക്കുന്നത് എന്ന് നമുക്ക് തെളിയിച്ചു തന്നത്, എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിച്ചു തന്നത് 2 ശാസ്ത്രജ്ഞരാണ്. ഇതെന്തായാലും പഠിക്കണം. ദേ ആർ മെസൽസൺ ആൻഡ് സ്റ്റോൾ. ആരൊക്കെയാടാ? നമ്മുടെ തീപ്പരി സാർ ഉണ്ടല്ലോ ഇവിടെ. ഹായ് മക്കളെ, ഞാൻ കുറേ പേരെ കണ്ടിട്ട് കാണാൻ വേണ്ടി വന്നതാ. ഹായ്, ഒരുത്തൻ റബ്ബറിന് വില കൊണ്ടുപോയിട്ടുണ്ട്, കൂടുതല 100 വെച്ചിട്ട്. കുറെ ആയി കണ്ടിട്ട് അവ കണ്ടുപോകാതെ വെച്ച്. അപ്പൊ ആരാണ് കമന്റ് ചെയ്തത്? ക്യാമറക്കും പോയി അതുകൊണ്ടാ തടി കുറഞ്ഞു. എടാ ഹായ് ഹായ്, എടാ എങ്ങനെ പോകുന്നു? ഉഷാറല്ലേ സംഭവം? സെറ്റോസ്കി കുഴപ്പമില്ലാതെ പോകുന്നു. എടാ അതാ പോട്ടാ, വീണ്ടും കാണാം. ഇടയ്ക്കിടയ്ക്ക് വരണ്ട്. എടാ +1 ലൈവ് നടന്നുകൊണ്ടിരിക്കുക, അതിന്റെ തിരക്കിലായിട്ടോ. അതുകൊണ്ടാ. എടാ പോയിട്ട് എന്നാല് ലവ് യു ആൾ. ഓക്കെ, തന്നെ. ഓക്കെ, സെറ്റല്ലേ? ഫിസിക്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴാവൂലേ കാണുന്നത് തീപ്പൊരിയെ?
സെറ്റല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ തീപ്പൊരി സാറിനുള്ള ലവ് സിമ്പലുകളെല്ലാം ഞാൻ കാണുന്നുണ്ട്, സന്തോഷം. ഗൈസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് മെസൽസൺ ആൻഡ് സ്റ്റോൾസ് എക്സ്പെരിമെൻറ്റ്. നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്ത എക്സാമിന്, നാളത്തെ എക്സാമിന് എന്തായാലും നെക്സ്റ്റ് എക്സാമിന് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, ഇവർ ചെയ്തത് ദേ ഗ്രൂ ഈക്കോളൈ ബാക്ടീരിയം ഇൻ N15 മീഡിയം, ഹെവി നൈട്രജൻ ഉള്ള മീഡിയത്തിൽ ഈക്കോളൈ ബാക്ടീരിയത്തിനെ ഇവർ വളർത്തി ഫോർ മെനി ജനറേഷൻസ്, ഒരുപാട് ജനറേഷനിൽ ഹെവി നൈട്രജൻ മീഡിയത്തിൽ. ഓക്കെ, സോ ദേ ഗ്രൂ ഈക്കോളൈ ഇൻ എ മീഡിയം കണ്ടെയ്നിങ് ഹെവി നൈട്രജൻ. N15 അടങ്ങിയ മീഡിയത്തിൽ ഈക്കോളൈ ബാക്ടീരിയനെ ഇവർ കുറേ ജനറേഷൻ വളർത്തി. ഓക്കെ, സോ അങ്ങനെ വളർത്തിയപ്പോൾ ആ ഈക്കോളൈകളുടെ DNA-യിലുള്ള നൈട്രജൻ മൊത്തം ഈ ഹെവി നൈട്രജൻ അടങ്ങിയ DNA ആയിട്ട് മാറി. സോ ദെയർ DNA ബിക്കെയിം ഹെവി DNA. അവരുടെ DNA ഒരു ഹെവി DNA, ഹെവി നൈട്രജൻ അടങ്ങിയ DNA ആയിട്ട് മാറി. ക്ലിയർ ആണോ? സോ ദ ഗ്രൂ ഈക്കോളൈ ബാക്ടീരിയം ഇൻ എ മീഡിയം കണ്ടെയ്നിങ് ഹെവി നൈട്രജൻ ഫോർ മെനി ജനറേഷൻ. സോ വാട്ട് ഹാപ്പൻഡ്? The DNA of E. coli became heavy DNA, and then they transferred these E. coli into a medium containing normal nitrogen. അതിനുശേഷം ഇവർ ഈ E. coli ബാക്ടീരിയനെ കൊണ്ടുപോയിട്ട് നോർമൽ നൈട്രജൻ ഉള്ള മീഡിയത്തിൽ ഇട്ടു. അതിനുശേഷം ഓരോ സെൽ ഡിവിഷൻ കഴിയുന്നതിനുമനുസരിച്ച് സാമ്പിൾസ് എടുക്കുകയും ആ സാമ്പിൾസ് പരിശോധിച്ച് നോക്കാനും തുടങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സെൽ ഡിവിഷൻ കഴിയുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ? നോക്കൂ, ഓരോ റെപ്ലിക്കേഷൻ്റെ സമയത്ത് ഉണ്ടാവുന്ന ഒരു സ്ട്രാൻഡ് പാരൻ്റൽ സ്ട്രാൻഡ് ആയിരിക്കും, മറ്റേ സ്ട്രാൻഡ് പുതിയതായി സിന്തസൈസ് ചെയ്യുന്ന സ്ട്രാൻഡ് ആയിരിക്കും. നോർമൽ മീഡിയത്തിൽ നിന്ന് ഈക്കോളൈക്ക് കിട്ടുന്നത് നോർമൽ നൈട്രജൻ ആവൂലേ? അതേ നോർമൽ നൈട്രജൻ ആകും. അപ്പോൾ നോർമൽ മീഡിയത്തിൽ നിന്ന് ഈക്കോളൈക്ക് കിട്ടുന്നത് നോർമൽ നൈട്രജൻ ആവും അല്ലേ? അപ്പോൾ പുതിയതായി ഉണ്ടാവുന്ന രണ്ട് DNA-കൾ എന്തായിരിക്കും മക്കളെ? ഒരു ഹൈബ്രിഡ് DNA ആയിരിക്കും. ശരിയല്ലേ? രണ്ടുപേരും ഹൈബ്രിഡ് DNA ആയിരിക്കും. ഇനി വീണ്ടും ഒരു ജനറേഷൻ കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും സാമ്പിൾ എടുത്ത് നോക്കിയാലോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വീണ്ടും ഒരു ജനറേഷൻ കൂടെ കഴിഞ്ഞ് സാമ്പിൾ എടുത്താൽ ദേണ്ട് ഈ ഒരു DNA കണ്ടോ? അയാൾക്ക് ഇനി വീണ്ടും റെപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നോക്കൂ, അയാളുടെ ഒരു സ്ട്രാൻഡ് ഇതാ, അടുത്ത സ്ട്രാൻഡ് ഏതാ അയാളുടേത്? ആ പച്ച സ്ട്രാൻഡാണ്. ഇനി പുതിയതായി ഉണ്ടാവുന്ന രണ്ട് സ്ട്രാൻഡുകളും പച്ചയായിരിക്കും. കാരണം എന്താ? പുതിയതായി ഇയാൾക്കുള്ള കിട്ടുന്ന ഇയാൾ എന്ത് മീഡിയത്തിലാണ് ഉള്ളത്? നോർമൽ നൈട്രജൻ ഉള്ള മീഡിയത്തിലല്ലേ മക്കളെ? അപ്പോൾ ഈ ഒരു DNA-ക്ക് റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ, അടുത്ത ജനറേഷൻ കഴിഞ്ഞ് ഈ ഒരു DNA-ക്ക് റെപ്ലിക്കേഷൻ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ ഇയാൾ പാരൻ്റൽ ആണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് പുതിയ സ്ട്രാൻഡ് ഇത് ഉണ്ടായി. ഇനി ഇയാളും പാരൻ്റാണ്, അയാളെ ബേസ് ചെയ്തും പുതിയ സ്ട്രാൻഡ് ഉണ്ടായി. പക്ഷെ പുതിയത് ഉണ്ടാവുന്നതൊക്കെ പച്ച കളറാണ്, അതായത് ലൈറ്റ് DNA ആണ്. റെഡിയാണോടാ? ഓക്കെ, ഇനി താഴെയും ഇതേപോലെ തന്നെയല്ലേ? ഇയാളെ ബേസ് ചെയ്തു ഇങ്ങനെ തന്നെ അല്ലേടാ സംഭവിക്കുക. അപ്പം എന്താ ഉണ്ടാവുക? നോക്ക്, യു ആർ ഗെറ്റിംഗ് അനദർ ദേണ്ട ഹെവി സ്ട്രാൻഡ് ഇതാ, ലൈറ്റ് സ്ട്രാൻഡ് ഇതാ. ഇനി അതിനെ ബേസ് ചെയ്ത് പുതിയതായി ഉണ്ടാവുന്നതൊക്കെ എന്താണ്? ലൈറ്റ് തന്നെയാണ് അല്ലേ? സോ ഡ്യൂറിങ് DNA replication, the two strands of a double stranded DNA, they separate and they act as template for the synthesis of new strands. അതായത് പുതിയ സ്ട്രാൻഡ് ഉണ്ടാവാൻ വേണ്ടി ഇവർ ഓരോരുത്തരും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഇവരെ ബേസ് ചെയ്തിട്ടാണ് പുതിയ സ്ട്രാൻഡ് ഉണ്ടാവുന്നത്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് റെപ്ലിക്കേഷൻ ഈച്ച് DNA ഹാസ് വൺ പാരൻ്റൽ സ്ട്രാൻഡ് ആൻഡ് വൺ ന്യൂലി ഫോംഡ് സ്ട്രാൻഡ്. ഇതാണ് കോൺസെപ്റ്റ്. ഇത് റെഡിയാണോ ഗൈസ്? ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ് പ്ലീസ് പ്ലീസ് പ്ലീസ്. റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇതാണ് നമ്മുടെ NCERT-യിലുള്ള പിക്ചർ. അപ്പോൾ നോക്കൂ, ആഫ്റ്റർ 1 generation യു ആർ ഗെറ്റിംഗ് ഹൈബ്രിഡ് DNA. After 2 generation you are getting equal amount of hybrid DNA and light DNA. കാരണം ഇതിന് വെറും പച്ചയുള്ള ഏതാ? ലൈറ്റ് DNA ആണ്. വെറും പച്ചയുള്ളത് ലൈറ്റ് DNA ആണ്. ക്ലിയർ ആണ് കുട്ടികളെ? വെറും പച്ചയുള്ളത് യു ആർ ഗെറ്റിംഗ് ഈക്വൽ എമൗണ്ട് ഓഫ് ഹൈബ്രിഡ് DNA ആൻഡ് ലൈറ്റ് DNA. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി
ഇതേപോലെയുള്ള എക്സ്പെരിമെൻറ്റ് റേഡിയോ ആക്റ്റീവ് തൈമിൻ ഉപയോഗിച്ചുകൊണ്ട് വിഷിയ ഫാബ അല്ലെങ്കിൽ ഫാബ ബീൻസ് എന്നറിയപ്പെടുന്ന ചെടിയിൽ ഇതേപോലെയുള്ള എക്സ്പെരിമെൻറ്റ് റേഡിയോ ആക്റ്റീവ് തൈമിൻ നിങ്ങൾ കാണുന്നുള്ളൂ അല്ലേ, റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ. ഓക്കെ, റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെയുള്ള എക്സ്പെരിമെൻറ്റ് വിഷിയ ഫാബ അല്ലെങ്കിൽ ഫാബ ബീൻസ് എന്നറിയപ്പെടുന്ന ചെടിയിൽ നടത്തിയ ആളുകളാണ് ടെയ്ലറും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളുകളും. ടെയ്ലർ ആൻഡ് കൊളീഗ്സ്, അല്ലെങ്കിൽ ടെയ്ലർ എന്ന് പറഞ്ഞാൽ മതി, മറ്റൊരു സയൻറ്റിസ്റ്റ് ആണ്. ഇപ്പോൾ ഇത് ചെയ്തത് മെസൽസണും സ്റ്റോളും ആണ്. ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നോ? That is, explain Michelson-Stall's experiment to prove the semi-conservative DNA replication. Semi-conservative DNA replication prove ചെയ്യാനുള്ള മെസൽസൻ്റെയും സ്റ്റോളിൻ്റെയും എക്സ്പെരിമെൻ്റ് എഴുതുക എന്നാണ് ചോദ്യം വരിക. മനസ്സിലായല്ലോ? ദാറ്റ്സ് ഇറ്റ്. റെഡിയാണോ കുട്ടികളെ? റെഡിയല്ലേ? Now let's talk about replication process. So guys, what is replication process? Exactly എങ്ങനെയാണ് replication നടക്കുകയെന്ന് നമുക്ക്. The DNA replication takes place within a small opening of DNA. ഇതിപ്പോൾ നിങ്ങളൊരു ലോങ് DNA മോളിക്യൂൾ ആണെങ്കിൽ ഇതിനകത്തൊരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടാകും. ആ ഓപ്പണിങ്ങിനകത്താണ് ഈ DNA replication നടക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഓപ്പണിംഗ് ഈസ് കോൾഡ് റെപ്ലിക്കേഷൻ ഫോർക്ക്. എന്താ വിളിക്കുക കുട്ടികളെ? റെപ്ലിക്കേഷൻ ഫോർക്ക്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ റെപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ നോക്കൂ, ഇങ്ങനെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇങ്ങനെ കിടന്നിരുന്ന DNA ആണ്. ആ DNA നോക്കൂ, ഇങ്ങനെ കിടന്നിരുന്ന DNA അൺവൈൻഡ് ചെയ്തിട്ട് ഇങ്ങനൊരു ഓപ്പണിംഗ് ഉണ്ടാക്കണം. കണ്ടോ, ഇങ്ങനെ പരസ്പരം വൈൻഡ് ചെയ്ത് കിടന്ന DNA അൺവൈൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കണം. ആൻഡ് ദിസ് ഓപ്പണിംഗ് ഈസ് കോൾഡ് റെപ്ലിക്കേഷൻ ഫോർക്ക്. ഈ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത്. റെപ്ലിക്കേഷൻ ഫോർക്ക്. റെഡിയല്ലേ? ആ റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന എൻസൈമാണ് DNA ഹെലിക്കേസ്. എന്താണ് കുട്ടികളെ? DNA ഹെലിക്കേസ്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് റെപ്ലിക്കേഷൻ ഫോർക്ക്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് റെപ്ലിക്കേഷൻ ഫോർക്കിൻ്റെ പിക്ചർ വരക്കാം. ഓക്കെ, സിമ്പിളായിട്ട് വരച്ചാൽ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, നൗ ലുക്ക്, ഇതിപ്പോൾ ഒരു DNA-യുടെ 5' എൻഡ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? 3' എൻഡ് ആയിരിക്കും അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് 3' ആണെങ്കിൽ ഇത് 5' ആയിരിക്കും, ഇവിടെ 3' ആയിരിക്കും. നോക്കൂ, ഇനി എങ്ങനെയാണ് റെപ്ലിക്കേഷൻ എക്സാക്ട്ലി നടക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ റെപ്ലിക്കേഷന് സഹായിക്കുന്ന മെയിൻ എൻസൈമാണ് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എന്ന് പറയുന്ന ആൾ. ആരടാ? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്. ഓക്കെ, ഇയാളുടെ പ്രത്യേകത ഇറ്റ് കാറ്റലൈസ്. ശ്രദ്ധിക്കുക കുട്ടികളെ, നോക്കൂ കുട്ടികളെ, ഇയാളുടെ പ്രത്യേകത, ഇയാൾ എപ്പോഴും DNA ഉണ്ടാക്കൽ ഏത് ഡയറക്ഷനിലാണെന്നറിയോ? 5' to 3' ഡയറക്ഷനിലാണ്. ഏത് ഡയറക്ഷനിലാണ്? 5' to 3' ഡയറക്ഷനിൽ മാത്രമേ ഇയാൾക്ക് DNA ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതും എങ്ങനെയാന്ന് വെച്ചാൽ, നോക്കൂ, ഇയാൾ ഈ സ്ട്രാൻഡിലേക്ക് നോക്കും. ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ അഡിനിൻ ആണെങ്കിൽ ഇയാൾ ഇവിടെ കൊണ്ടുവന്ന് തൈമിനെ വെക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ സൈറ്റോസിൻ ആണെങ്കിൽ ഇയാൾ ഇവിടെ ഗ്വാനിനെ വെക്കും. ആര്? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കൂ, ഇവിടെ ഗ്വാനിനാണെങ്കിൽ ഇവിടെ ഇയാൾ സൈറ്റോസിനെ വെക്കും. ഇങ്ങനെ പുതിയ സ്ട്രാൻഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോവാന്നുള്ളതാണ് ഇയാൾക്ക് പറ്റുന്ന പരിപാടി. റെഡി ആണല്ലോ? അതും ഇയാൾ എപ്പോഴും 5' നിന്ന് 3' മാത്രമേ ഇയാൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇയാൾ എങ്ങനെയാണ് ഉണ്ടാക്കുക? ഇയാൾ ഈ ഒരു സ്ട്രാൻഡിലേക്ക് നോക്കും. അയാൾ നമ്മൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നാണ് വിളിക്കുക. ആ ടെംപ്ലേറ്റ് സ്ട്രാൻഡിലെ സീക്വൻസ് എന്താന്ന് നോക്കും. ആ സീക്വൻസിന് കോംപ്ലിമെൻ്ററി ആയ ന്യൂക്ലിയോടൈഡുകൾ ഇവിടെ വെച്ചാണ് പോവുക. പക്ഷെ ഇയാൾ ഏത് ഡയറക്ഷനിലേ പോകാൻ പറ്റുള്ളൂ? 5' to 3'. അങ്ങനെ പോയിട്ടാണ് ഇതൊരു പുതിയ DNA ആയിട്ട് മാറുക.
അതുപോലെ തന്നെ ഇയാളുടെ കൂടെയും പുതിയ DNA ഉണ്ടായിട്ട് മാറും. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് സെമി കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷൻ. റെഡി അല്ല മക്കളെ? ഓക്കെ, സോ ലുക്ക്. അപ്പൊ ഈ ഒരു സ്ട്രാൻഡിലേക്ക് നോക്കട്ടെ. ഇവിടെ ഇയാൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താ? ഇറ്റ് ക്യാൻ കാറ്റലൈസ് ഓൺലി ഇൻ 5' to 3' ഡയറക്ഷൻ. അതേ സമയത്ത് തൊട്ടപ്പുറത്തുള്ള സ്ട്രാൻഡിലേക്ക് നോക്കും മക്കളെ. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് മാത്രമേ DNA ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് 5'ആ. അപ്പൊ ഇയാൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി വരാൻ പറ്റൂല. ഇവിടെ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ 3' നിന്ന് 5'ലേക്ക് ഉണ്ടാക്കേണ്ടി വരും. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ എന്താ ചെയ്യാന്നറിയോ? ഇയാൾ കുറേ ചെറിയ ഫ്രാഗ്മെൻറ്റുകൾ എങ്ങനെ ഉണ്ടാക്കും? കുറേ ചെറിയ ഫ്രാഗ്മെൻറ്റ് 5' to 3' ഉള്ള ചെറിയ ഫ്രാഗ്മെൻറ്റുകൾ ഉണ്ടാക്കും. ക്ലിയർ ആണോ? ദീസ് ഫ്രാഗ്മെൻറ്റ്സ് ആർ കോൾഡ് ഓക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. എന്താ വിളിക്കുക കുട്ടികളെ? ഓക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്നാണ് നമ്മൾ ആ കുഞ്ഞി ഫ്രാഗ്മെൻറ്റുകളെ വിളിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ മക്കളെ, നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഇഫ് യു ലുക്ക് അറ്റ് ദ റെപ്ലിക്കേഷൻ ഫോർക്ക് നോക്കൂ, 3', 5' ഡയറക്ഷൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പുതിയ DNA ഉണ്ടാവും അല്ലേ? 5' നിന്ന് 3'ലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. അതേ സമയത്ത് ഇവിടെ നോക്ക്, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഇത് എപ്പോഴും തെറ്റിച്ച് തന്നിട്ട് നമ്മളോട് കറക്റ്റ് ആക്കി വരക്കാൻ വേണ്ടി പറയാറുണ്ട് കേട്ടോ. ഏത് സ്ട്രാൻഡിലാണ് ഡിസ്കണ്ടിന്യൂസ്? 5', 3' പൊളാരിറ്റി ഉള്ള ഈ സ്ട്രാൻഡിൽ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് ആണ് നടക്കുക. ക്ലിയർ അല്ലേ? കാരണം എന്താ? ഇയാൾ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോകാൻ പറ്റില്ല. കാരണം ഇത് 5', ഇത് 3' ആയിട്ട് തുടങ്ങേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ 5' to 3' ഉള്ള ചെറിയ ഫ്രാഗ്മെൻറ്റുകളെ ഉണ്ടാക്കുക. ആൻഡ് ദീസ് ഫ്രാഗ്മെൻറ്റ്സ് ആർ കോൾഡ് ഓക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. സെറ്റാണല്ലോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഒരു സ്ട്രാൻഡിൽ കണ്ടിന്യൂസ് സിന്തസിസ് ആണ് നടക്കുന്നത് അല്ലേ? ആ കണ്ടിന്യൂസ് സിന്തസിസ് നടക്കുന്ന സ്ട്രാൻഡിനെ നമ്മൾ ലീഡിങ് സ്ട്രാൻഡ് എന്ന് വിളിക്കും. ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് നടക്കുന്ന സ്ട്രാൻഡിനെ നമ്മൾ ലാഗിങ് സ്ട്രാൻഡ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ലീഡിങ് സ്ട്രാൻഡ്, ലാഗിങ് സ്ട്രാൻഡ്. സെറ്റ് അല്ലേ? നാളെ റിവിഷൻ ക്ലാസ് ഉണ്ട് കേട്ടോ. സോ വി ഹാവ് ലീഡിങ് സ്ട്രാൻഡ് ആൻഡ് ലാഗിങ് സ്ട്രാൻഡ്. നോക്കൂ, അവസാനം ഈ ലാഗിങ് സ്ട്രാൻഡിൽ ഉണ്ടാവുന്ന ഈ ഫ്രാഗ്മെൻറ്റുകളെ ജോയിൻ ചെയ്യിപ്പിച്ചാലല്ലേ ഇവിടെയും കണ്ടിന്യൂസ് ആയിട്ടൊരു പുതിയ DNA ആയിട്ട് മാറുള്ളൂ. ഇവിടെ ഇയാൾ കണ്ടിന്യൂസ് ആയിട്ട് പുതിയ DNA ആയിട്ട് മാറും. അപ്പോൾ അവസാനം ഈ ഓക്കസാക്കി ഫ്രാഗ്മെൻറ്റുകളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന എൻസൈമാണ് DNA ലൈഗേസ്. ആരടാ? DNA ലൈഗേസ്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയാണ് റെപ്ലിക്കേഷൻ പ്രോസസ്സ്, അതിന് നമ്മളെ സഹായിക്കുന്ന എൻസൈമുകൾ. അപ്പോൾ റെപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുക, സെമി കൺസർവേറ്റീവ് ആയിട്ടാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എന്ന് തെളിയിക്കാനുള്ള എക്സ്പെരിമെൻറ്റുകൾ ഏതൊക്കെയാ? ഒന്ന്, മെസൽസൺ സ്റ്റോൾ എക്സ്പെരിമെൻറ്റ്. അദ്ദേഹം ഈക്കോളൈ ബാക്ടീരിയയിൽ നടത്തിയ എക്സ്പെരിമെൻ്റ് അല്ലേ? ആദ്യം ഈക്കോളയെ ഹെവി നൈട്രജനുള്ള മീഡിയത്തിൽ കുറേ കാലം വളർത്തിയപ്പോൾ ഈക്കോളൈകളുടെ DNA എല്ലാം ഹെവി DNA ആയിട്ട് മാറി. പിന്നെ ആ ഈക്കോളയെ നോർമൽ നൈട്രജൻ ഉള്ള മീഡിയത്തിലേക്ക് പറഞ്ഞയക്കുകയും ഒരു ജനറേഷൻ കഴിഞ്ഞ് സാമ്പിൾ നോക്കുകയും ചെയ്തു. അങ്ങനെ സാമ്പിൾ നോക്കുമ്പോൾ നോക്കൂ, ഈ DNAക്ക് റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ എന്തുണ്ടാവുക? പുതിയതായി കിട്ടുന്ന DNAയിലെ ഒരു സ്ട്രാൻഡ് ഇതായിരിക്കും. ഒരു സ്ട്രാൻഡ് ഇതാ ചോപ്പ് തന്നെ. ഒരു സ്ട്രാൻഡ് പുതിയതായിട്ട് ഉണ്ടായി വരുന്ന സ്ട്രാൻഡ് ആയിരിക്കും. അതാണ് പച്ച, ലൈറ്റ് DNA സ്ട്രാൻഡ് ആയിരിക്കും. കാരണം അയാൾ ഇപ്പോൾ ഉള്ളത് ലൈറ്റ് നൈട്രജനുള്ള, നോർമൽ നൈട്രജനുള്ള മീഡിയത്തിലാണ്. അതേപോലെ തന്നെ ലൈനിത നിങ്ങൾക്ക് ഇതേപോലെ 2 ഹൈബ്രിഡ് DNA കിട്ടും. ഒരു ജനറേഷൻ കൂടെ കഴിഞ്ഞാൽ നോക്കൂ, ഈ DNAക്ക് റെപ്ലിക്കേഷൻ സംഭവിക്കുമ്പോൾ ഈ ചുവപ്പ് സ്ട്രാൻഡിനെ ബേസ് ചെയ്തിട്ട് പുതിയൊരു സ്ട്രാൻഡ് ഉണ്ടാകും ചുവപ്പ് സ്ട്രാൻഡിൻ്റെ കൂടെ. അതാണ് ഇവിടെ കാണിച്ചത്. ചുവപ്പ് ഇതാ, അതിൻ്റെ കൂടെ പുതിയതായിട്ടുണ്ടാവുന്നത് എപ്പോഴും പച്ചയായിരിക്കും. കാരണം ലൈറ്റ് DNA ആയിരിക്കും പുതിയതായിട്ട് ഉണ്ടാവുന്നതൊക്കെ. ശരിയല്ലേ കുട്ടികളെ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ പഠിച്ചാൽ മതി റിഗാർഡിങ് റെപ്ലിക്കേഷൻ. സോ ലുക്ക്, ഇവിടെ കണ്ടോ, റീഡ്രോ ദ ഡയഗ്രാം കറക്റ്റ്ലി ഇഫ് എനി മിസ്റ്റേക്ക് ഈസ് ദർ. ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ ഡയഗ്രാം റീഡ്രോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ കണ്ടോ, നോക്കി കൊടുത്തിട്ടുള്ളത് ഇവിടെ 3' ആണ്, എന്നിട്ട് 5' നിന്ന് ഡിസ്കണ്ടിന്യൂസ് ആയി കൊടുത്തേക്കുവാണ്. ഇത് കറക്റ്റാ? അല്ല, ഇത് തെറ്റാ. അപ്പോൾ അത് കറക്റ്റാക്കി വരക്കാനാണ്. നൗ വാട്ട് ഡസ് ദ ഡയഗ്രാം ഇൻഡിക്കേറ്റ്? ദിസ് ഈസ് റെപ്ലിക്കേഷൻ ഫോർക്ക് അല്ലേ? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് DNA ലൈഗേസ് ഇൻ ദിസ് പ്രോസസ്? നമ്മൾ പറഞ്ഞു 3 മാർക്ക് ചോദ്യമാണിത്. അപ്പോൾ അത് റെഡി ആയല്ലോ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ട്രാൻസ്ക്രിപ്ഷൻ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. നോക്കൂ കുട്ടികളെ, ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നോക്കൂ, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ ഇത് നിങ്ങളുടെ ഒരു ഡബിൾ സ്ട്രാൻഡ് DNA ആണെങ്കിൽ
ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ രണ്ട് സ്ട്രാൻഡിനെയും ബേസ് ചെയ്ത് RNA ഉണ്ടാക്കൂല. ഏതെങ്കിലും ഒരു സ്ട്രാൻഡിനെ ബേസ് ചെയ്ത് മാത്രമാണ് RNA ഉണ്ടാക്കുക. ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ ഓൺലി വൺ സ്ട്രാൻഡ് ഓഫ് എ DNA ഈസ് കോപ്പീഡ് ഇൻ ടു RNA. എന്തുകൊണ്ടാണ് രണ്ട് സ്ട്രാൻഡും ഒരേ സമയത്ത് RNA ആയി മാറ്റാത്തത്? അതാണ് ചോദ്യം. വൈ ബോത്ത് ദ സ്ട്രാൻഡ്സ് ആർ കോപ്പീഡ് ടുഗദർ ഇൻ ടു RNA? എന്തുകൊണ്ടാണ് രണ്ട് സ്ട്രാൻഡ് ഒന്നിച്ച് കോപ്പി ചെയ്യാത്തത്? നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദിസ് DNA. ഓക്കെ, സോ തൽക്കാലം നമുക്ക് ATGCCTTA എടുക്കാം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? TACGGAAT അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നോക്കടാ, നമ്മുടെ RNA ഉണ്ടാക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്. എന്താണ് അയാളുടെ പേര്? DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്. ഓക്കെ, അപ്പോൾ ഈ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് ഈ ഒരു സ്ട്രാൻഡിനെ ബേസ് ചെയ്ത് RNA ഉണ്ടാക്കി കഴിഞ്ഞാൽ RNA എങ്ങനെ ആയിരിക്കും എന്നറിയോ? ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ അഡിനിൻ ആയതുകൊണ്ട് തന്നെ RNAയിൽ അയാൾ യുറാസിലിനെ വെച്ച് കൊടുക്കും. ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് യുറാസിലിനെ വെച്ച് കൊടുക്കും. കാരണം RNAയിൽ തൈമിൻ ഇല്ല. അഡിനിൻ്റെ ഓപ്പോസിറ്റ് തൈമിനാണ് അല്ലേ? അഡിനിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് അഡിനിനോട് ചേർന്ന് അഡിനിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എപ്പോഴും വരലാര തൈമിനാണ്. പക്ഷേ RNAയിൽ തൈമിനില്ല, അതുകൊണ്ട് യുറാസിലിനെ വെച്ച് കൊടുക്കും. ഇനി തൈമിൻ ഉള്ളത് കൊണ്ട് തന്നെ തൈമിൻ്റെ ഓപ്പോസിറ്റ് ആരാ? അഡിനിനല്ലേ ഉണ്ടാവല്, അപ്പോൾ അഡിനിനെ വെച്ച് കൊടുക്കും. ദെൻ ഗോനിൻ ഉള്ളത് കൊണ്ട് സൈറ്റോസിനെ വെച്ച് കൊടുക്കുന്നു, ഗോനിനെ വെച്ച് കൊടുക്കുന്നു, ഗോനിനെ വെക്കുന്നു. തൈമിൻ ഉള്ളതുകൊണ്ട് അഡിനിനെ വെക്കുന്നു, അഡിനിനെ വെക്കുന്നു. അഡിനിൻ ഉള്ളതുകൊണ്ട് തൈമിന് വെക്കണം, പക്ഷേ തൈമിന് പകരം യുറാസിൽ. ഇങ്ങനെ ഒരു RNA ആണ് രൂപപ്പെടുക. അപ്പോൾ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് ഈ ഒരു സ്ട്രാൻഡിനെ ബേസ് ചെയ്ത് RNA ഉണ്ടാക്കുമ്പോൾ വേണ്ട UACGGAAU എന്ന് പറയുന്ന RNA ഉണ്ടാവുക. ഇനി താഴെയുള്ള സ്ട്രാൻഡിനെ ബേസ് ചെയ്ത് RNA ഉണ്ടാവുമ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ ദേണ്ട A വെച്ച് കൊടുക്കുന്നു, U വെച്ച് കൊടുക്കുന്നു, G വെച്ച് കൊടുക്കുന്നു, C വെച്ച് കൊടുക്കുന്നു, C വെച്ച് കൊടുക്കുന്നു, U വെച്ച് കൊടുക്കുന്നു, U വെച്ച് കൊടുക്കുന്നു, A വെച്ച് കൊടുക്കുന്നു. So you will get an RNA like this. So ഒന്നാമത്തെ പ്രശ്നം എന്താ? ഒരു സിംഗിൾ DNA ഫ്രാഗ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സിംഗിൾ ജീൻ എന്ന് പറഞ്ഞാൽ DNAയിലെ ചെറിയ ചെറിയ സെഗ്മെന്റുകളെയാണ് നമ്മൾ ജീൻ എന്ന് പറയുക. ഈ സിംഗിൾ ജീനിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് തരം RNA കിട്ടിയില്ലടാ. ഇതൊരു RNA UACGGAAU, ഇത് AUGCCUUA. അപ്പോൾ you got two different RNAs from a single gene. It is not possible. So look, if both strands act as template for RNA synthesis, they code for RNA molecules with different sequences. ഒരു ജീനിൽ നിന്ന് തന്നെ രണ്ട് വ്യത്യസ്ത സീക്വൻസുള്ള RNAകൾ ഉണ്ടാവുക. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ടാണ് രണ്ട് സ്ട്രാൻഡുകൾ ഒരേ സമയത്ത് RNA ആയി മാറാത്തത്. ഓൺലി വൺ സ്ട്രാൻഡ് ഈസ് കോപ്പീഡ് ഇൻ ടു RNA. രണ്ടാമത്തത്, the two RNA molecules if produced simultaneously, ഒരേ സമയം ഉണ്ടാവും. ഇങ്ങനെ രണ്ട് RNA മോളിക്യൂൾ ഉണ്ടായുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്നറിയോ? ഈ രണ്ട് RNA മോളിക്യൂളുകളും കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ ആണ്. ഇവിടെ നോക്ക്, U, ഇവിടെ A, then AU, AU, GC, GC, CG, AU, UA. അതായത് ഇവർ പരസ്പരം കൂടിച്ചേർന്നൊരു ഡബിൾ സ്ട്രാൻഡഡ് RNA ആവാൻ പറ്റുന്ന ആളുകളാണ്. അപ്പോൾ ചിലപ്പോൾ ഇവർ കൂടിച്ചേരുകയും അങ്ങനെ ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA ആയിട്ട് മാറുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഡബിൾ സ്ട്രാൻഡഡ് RNA ആയി മാറിക്കഴിഞ്ഞാൽ നമുക്ക് RNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റൂല. അപ്പോൾ അതും പ്രശ്നമാണ്. അപ്പോൾ രണ്ട് സ്ട്രാൻഡുകൾ കോപ്പി ചെയ്തിരിക്കുന്ന ഒരു കാരണം നമുക്ക് ഒരു ജീനിൽ നിന്ന് രണ്ട് വ്യത്യസ്ത RNAകൾ കിട്ടുന്നുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് RNAകൾ ഉണ്ടായാലും രണ്ടും കൂടെ കൂടിച്ചേർന്ന് ഡബിൾ സ്ട്രാൻഡഡ് RNA ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ദ ടു RNA molecules if produced simultaneously they would form a double stranded RNA. അവർ രണ്ടും കൂടെ കൂടിച്ചേർന്ന് ഡബിൾ സ്ട്രാൻഡഡ് RNA ആവാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ കുട്ടികളെ? ദിസ് വുഡ് പ്രിവെൻറ്റ് RNA ഫ്രം ബീങ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പ്രോട്ടീൻ. RNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന പരിപാടി തടയപ്പെടാനത് കാരണമാകും. റെഡിയാണോ? ഓക്കെ, നൗ ഗൈസ് ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ നോക്ക്. എ DNA sequence is provided below. Name the enzyme involved in transcription of DNA. ആരടാ? DNA dependent RNA polymerase അല്ലേ? DNA dependent
RNA പോളിമറേസ്. ക്ലിയർ ആണല്ലോ? ഇയാളാണ് നമ്മുടെ എൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം, ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി തുടങ്ങാം അല്ലേ? നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 2 മണിക്കൂറിന് മുകളിലായില്ലേ? ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം. സോ ദാറ്റ് ഈസ് റെഡി അല്ലടാ? ഓക്കെ, റെഡി അല്ലേ? സൗണ്ട് എല്ലാം ഓക്കെയാ? 15 മിനിറ്റ് ആയല്ലേ? ഒന്ന് പുറത്തു പോയപ്പോഴത്തേക്ക് സമയമായി. ഓക്കെ, ഹായ്, വി ആർ ബാക്ക്. ഹായ് ഗായ്സ്, ആർ യു ഹിയർ? കേൾക്കാമോ? ഹലോ 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 ഹലോ. ഓക്കെ, ശരി. വാട്ട് എവർ ബീറ്റ്, ലെറ്റ് സ്റ്റാർട്ട്. ഗൈസ്, ആർ യു ഹിയർ? യെസ് 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 യെസ്. ഓക്കെ, ശരി. ഓക്കെ മക്കളെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി ട്രാൻസ്ക്രിപ്ഷൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്? അപ്പോൾ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെയാണ് ബേസിക്കലി നടക്കുക? 2 സ്ട്രാൻഡ് ഒരേ സമയത്ത് ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല, ഓൺലി 1 സ്ട്രാൻഡിനെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ റീസൺസ് നമ്മളോട് ചോദിക്കാറുണ്ട്. ആ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇനി നോക്കൂ, ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെഗ്മെൻറ്റ് ഓഫ് DNA വേർ ട്രാൻസ്ക്രിപ്ഷൻ ടേക്സ് പ്ലേസ്. DNA-യിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സെഗ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ഓക്കെ, സോ വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്? ഇറ്റ് ഈസ് ദ സെഗ്മെൻറ്റ് ഓഫ് DNA വേർ ട്രാൻസ്ക്രിപ്ഷൻ ടേക്സ് പ്ലേസ്. ഓക്കെ, സോ ലുക്ക്, ശ്രദ്ധിക്കുക. നമുക്കൊരു DNA എടുക്കാം. DNAയുടെ ഒരു ചെറിയ സെഗ്മെൻറ്റ്. ഓക്കെ, സോ ഈ ഒരു സെഗ്മെൻറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഒരു പ്രത്യേക സീക്വൻസിൽ നിന്നായിരിക്കും ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സീക്വൻസിനെ നമ്മൾ പ്രത്യേകമായിട്ട് വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടർ സീക്വൻസ്. എന്താ വിളിക്കുക? പ്രൊമോട്ടർ സീക്വൻസ്. ആൻഡ് വി ഹാവ് സ്പെഷ്യൽ സീക്വൻസ് വേർ ദ ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേറ്റ്സ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ടെർമിനേറ്റർ സീക്വൻസ്. എന്താ വിളിക്കുക മക്കളെ? ടെർമിനേറ്റർ സീക്വൻസ്. ടെർമിനേറ്റർ സീക്വൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ദ സ്പേസ് അല്ലെങ്കിൽ ദ റീജിയൺ ഓഫ് DNA ബിറ്റ്വീൻ ദിസ് പ്രൊമോട്ടർ സീക്വൻസ് ആൻഡ് ടെർമിനേറ്റർ സീക്വൻസ്, ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള DNA-യുടെ സീക്വൻസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രക്ചറൽ ജീൻ. എന്താ വിളിക്കുക? സ്ട്രക്ചറൽ ജീൻ. ഓക്കെ, ഇനി നോക്കിട്ടോ, നമ്മൾ ഈ സ്ട്രക്ചറൽ ജീനിലേക്ക് നോക്കിയാൽ ഇതിപ്പോൾ 5' എൻഡ് ആണെങ്കിൽ ഇത് 3' ആയിരിക്കും, ഇത് 5' ആയിരിക്കും, ഇത് 3' ആയിരിക്കും. നമ്മുടെ RNA ഉണ്ടാക്കാൻ സഹായിക്കുന്ന എൻസൈം ആരാന്ന് ഞാൻ പറഞ്ഞു തന്നു ഓൾറെഡി. DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് ആണ് നമ്മളെ RNA ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആളല്ലേ. ആ എൻസൈമിൻ്റെ പ്രത്യേകത, അയാളും 5' to 3' ഡയറക്ഷനിൽ മാത്രമേ പുതിയ RNA ഉണ്ടാക്കുകയുള്ളൂ. അയാളും 5' to 3' ഡയറക്ഷനിൽ മാത്രമേ പുതിയ RNA ഉണ്ടാക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കടാ, ഈ സ്ട്രാൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് RNA ഉണ്ടായാൽ ഇയാൾക്ക് 3' നിന്ന് 5'ലേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഇയാളെ ബേസ് ചെയ്തുകൊണ്ടാണ് RNA ഉണ്ടാവുന്നതെങ്കിൽ ഇവിടെ 3' നിന്ന് തുടങ്ങി 5'ലേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് 5' ആണ് ഈ ഒരു എൻഡ്. അപ്പോൾ 5' ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 3' സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസിന് എപ്പോഴും 5' to 3' ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കൂ, ഇതിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കി തുടങ്ങിയാലോ, ഇവിടെ 3' ആയതുകൊണ്ട് തന്നെ 5' നിന്ന് ഉണ്ടാക്കി 3'ലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഏത് സ്ട്രാൻഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും RNA ഉണ്ടാവുക? ഇതിൻ്റെ ഈ താഴെയുള്ള ഈ സ്ട്രാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ് RNA ഉണ്ടാക്കാൻ പോകുന്നത്. ആ സ്ട്രാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. എന്താ മക്കളെ വിളിക്കുക? ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഏതൊരു സ്ട്രാൻഡിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ RNA ഉണ്ടാക്കുന്ന ആ സ്ട്രാൻഡിനെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കും. ആൻഡ് ദ സ്ട്രാൻഡ് വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് അല്ലെങ്കിൽ വിച്ച് ഈസ് ഡിസ്പ്ലേസ്ഡ് ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ക്രിപ്ഷനിൽ ഉപയോഗിക്കാത്ത സ്ട്രാൻഡിനെ നമ്മൾ കോഡിംഗ് സ്ട്രാൻഡ് എന്നും വിളിക്കും. എന്താ വിളിക്കുക? കോഡിംഗ് സ്ട്രാൻഡ്. സോ വി ഹാവ് കോഡിംഗ് സ്ട്രാൻഡ് ആൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. റെഡിയാണോ? ഓക്കെ, ഇത് ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളോട് ചോദിക്കും.
സെറ്റ്, വെരി ഗുഡ്. അപ്പോൾ നമ്മളത് പഠിച്ചു കേട്ടോ. ഐഡൻറ്റിഫൈ ABC കണ്ടോ, പ്രൊമോട്ടർ ഇതാ, ടെർമിനേറ്റർ ഇതാ, ടെംപ്ലേറ്റ് ഉണ്ട്, കോഡിംഗ് ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചത്, ദിസ് ഈസ് സ്ട്രക്ചറൽ ജീൻ. മൊത്തത്തിൽ ടെംപ്ലേറ്റിനെയും കോഡിനെയും കൂടി ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് സ്ട്രക്ചറൽ ജീൻ. ഇനി വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ? എക്സാക്ട്ലി ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെയാണ് നടക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, ട്രാൻസ്ക്രിപ്ഷന് സിംപ്ലി 3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമത്തത് ഇനീഷിയേഷൻ, രണ്ടാമത്തത് ഇലോങ്ങേഷൻ, മൂന്നാമത്തത് ടെർമിനേഷൻ. ഇനീഷിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ RNA ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആളാരാ? DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ് അല്ലേ. പക്ഷേ അയാൾക്ക് സ്വന്തമായിട്ട് ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല, അതിനുള്ള കാപ്പബിലിറ്റി അയാൾക്കില്ല. ട്രാൻസ്ക്രിപ്ഷൻ തുടക്കണമെങ്കിൽ അയാൾ ഈ പ്രൊമോട്ടർ റീജിയനിൽ വന്നിങ്ങനെ നിൽക്കും. DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ് ഈ പ്രൊമോട്ടർ റീജിയനിൽ വന്നിങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ അയാളിലേക്ക് സിഗ്മ ഫാക്ടർ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് വന്ന് ബൈൻഡ് ചെയ്യും. ആരാ ബൈൻഡ് ചെയ്യുക? സിഗ്മ ഫാക്ടർ. സോ എ പ്രോട്ടീൻ കോംപ്ലക്സ് കോൾഡ് സിഗ്മ ഫാക്ടർ ബൈൻഡ് ടു DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ് അറ്റ് പ്രൊമോട്ടർ സീക്വൻസ്. അങ്ങനെ ബൈൻഡ് ചെയ്താൽ ദാറ്റ് ലീഡ് ടു ഇനീസിയേഷൻ. ഇയാൾ ട്രാൻസ്ക്രിപ്ഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഡ്യൂറിങ് ദ ഇലോങ്ങേഷൻ ഫേസ്, അതാണ് ഇനീസിയേഷൻ. അതിനുശേഷം ഡ്യൂറിങ് ഇലോങ്ങേഷൻ ഫേസ് അതിൽ ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇയാൾ ഇവിടെയൊക്കെയുള്ള ഓരോ സീക്വൻസുകളെയും നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയ ന്യൂക്ലിയോടൈഡുകളെ വെച്ച് RNA ഉണ്ടാക്കും. ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് ടെർമിനേറ്റർ, ഇയാൾ ഇങ്ങനെ മുന്നോട്ട് നടക്കും, നടന്ന് വെൻ ഇറ്റ് റീച്ചസ് ടെർമിനേറ്റർ, ഇയാൾ ടെർമിനേറ്റർ സീക്വൻസിൽ എത്തുന്ന സമയത്ത് അനദർ ഫാക്ടർ കോൾഡ് റോ ഫാക്ടർ ബൈൻഡ് ടു RNA പോളിമറൈസ്. RNA പോളിമറൈസിലേക്ക് റോ ഫാക്ടർ എന്ന് പറയുന്ന ഒരാൾ ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്താൽ ട്രാൻസ്ക്രിപ്ഷൻ അങ്ങ് അവസാനിക്കും. ദാറ്റ് ഈസ് കോൾഡ് ടെർമിനേഷൻ. അപ്പോൾ 3 സ്റ്റെപ്പാണ്. ഏതൊക്കെയാണ്? നമ്പർ 1 ഇനീഷിയേഷൻ, നമ്പർ 2 ഇലോങ്ങേഷൻ, നമ്പർ 3 termination. So what is initiation? At promoter sequence, at promoter what happens? Sigma factor കേട്ടോ, സിഗ്മ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഈ സിമ്പിൾ കാണിച്ചാലും മതി. സിഗ്മ ഫാക്ടർ ബൈൻഡ് ടു RNA പോളിമറൈസ്. RNA പോളിമറൈസിലേക്ക് സിഗ്മ ഫാക്ടർ ബൈൻഡ് ചെയ്യുന്നു. ദാറ്റ് ലീഡ് ടു ഇനീഷിയേഷൻ. ഡ്യൂറിങ് ഇലോഗേഷൻ ഫേസ് ന്യൂക്ലിയോടൈഡ്സ് ആർ അറ്റാച്ച്ഡ് 1 by 1 ടു ഫോം RNA. അവസാനം ഫോർ ടെർമിനേഷൻ അയാൾ സഞ്ചരിച്ച് ടെർമിനേറ്ററിൽ എത്തുമ്പോൾ അനദർ ഫാക്ടർ കോൾഡ് അറ്റ് ടെർമിനേറ്ററിൽ എത്തുന്ന സമയത്ത്, ടെർമിനേറ്റർ സീക്വൻസിൽ എത്തുന്ന സമയത്ത് റോ ഫാക്ടർ, ഒന്നുകിൽ റോ എന്ന് ഇങ്ങനെ സിമ്പിൾ കാണിക്കാം, അല്ലെങ്കിൽ റോ ഫാക്ടർ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? റോ ഫാക്ടർ ബൈൻഡ് ടു RNA പോളിമറൈസ്, ദാറ്റ് ലീഡ് ടു ടെർമിനേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണിച്ചിട്ടുള്ളത്. കണ്ടോ, സിഗ്മ ഫാക്ടർ ദ പ്രൊമോട്ടറിൻ്റെ അവിടെ വെച്ച് ബൈൻഡ് ചെയ്യുന്നു. ദറ്റ് ഈസ് ഇനീഷിയേഷൻ ആൻഡ് ദെൻ ഇലോങ്ങേഷൻ ആൻഡ് ഫൈനലി ടെർമിനേഷൻ. റോ ഫാക്ടർ ഇതാ, RNA പോളിമറൈസ് ഇതാ, അതിലേക്ക് റോ ഫാക്ടർ ബൈൻഡ് ചെയ്യുന്നു. വെരി ഗുഡ്. സോ ഡിസ്ക്രൈബ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. 3 മാർക്കാണ്. ഇനീഷിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ 3 എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അടുത്തത് ടൈപ്സ് ഓഫ് RNAs. നോക്കൂ കുട്ടികളെ, പലതരം RNAകൾ നമ്മുടെ സെല്ലിനകത്ത് കാണാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട 3 ടൈപ്പ് RNAകൾ ആരൊക്കെയാണെന്ന് അറിയോ? നമ്പർ 1 വി ഹാവ് mRNA. ഇറ്റ് ആക്ട് as ടെംപ്ലേറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് mRNAകളെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, റൈബോസോമുകൾ mRNAയിലെ സീക്വൻസ് നോക്കിയിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാക്കുക. അടുത്താണ് rRNA. R എന്ന് പറഞ്ഞാൽ തന്നെ റൈബോസോം എന്നാണ് അർത്ഥം. അവർ റൈബോസോം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് rRNA ആൻഡ് പ്രോട്ടീൻസ്. rRNAയും പ്രോട്ടീനും കൂടെ ചേർത്തിട്ടാണ് റൈബോസോം ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്താണ് tRNA. ഇറ്റ് ആക്ട് as കാരിയർ ഓഫ് അമിനോ ആസിഡ്സ് ഡ്യൂറിങ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിൻ്റെ സമയത്ത് അമിനോ ആസിഡുകളെ ക്യാരി ചെയ്യുന്ന മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് tRNAകളുടെ ഫംഗ്ഷൻ. ക്ലിയർ ആണോ? mRNA, rRNA, tRNA 3 പേരുടെയും ഫംഗ്ഷൻ പഠിച്ചില്ലേ? വെരി ഗുഡ്. ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് RNA പ്രോസസ്സിങ്. നോക്കടാ, നമ്മളല്ല, പ്രോകാരിയോട്ടിൻ്റെ കേസിൽ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണിത് എന്ന് ഇമാജിൻ ചെയ്യൂ. ഓക്കെ, ആ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടന്നാൽ നേരിട്ട് നിങ്ങൾക്ക് mRNA കിട്ടും, നേരിട്ട് rRNA കിട്ടും, നേരിട്ട് tRNA കിട്ടും, എല്ലാം നേരിട്ട് കിട്ടും. അപ്പോൾ ഇവിടുന്ന് നേരിട്ട് നിങ്ങൾക്ക് mRNA കിട്ടുന്നുണ്ട്. ആ mRNAനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റും ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്സ്. ബട്ട് ഗൈസ്, ഇൻ കേസ് ഓഫ് യൂകാരിയോട്സ് ശ്രദ്ധിക്കട്ടോ, നമ്മൾ യൂകാരിയോട്ടിൻ്റെ കേസിൽ ദിസ് ഈസ് അവർ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ഓക്കെ, ആ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് നമുക്ക് കിട്ടുന്ന ഈ RNA ഉണ്ടല്ലോ, ദിസ് ഈസ് നോട്ട് mRNA.
ഈ RNAക്ക് ചില പ്രോസസ്സിങ്ങുകൾ നടന്നു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് mRNA കിട്ടുക. ദിസ് ഈസ് യുവർ mRNA. ഇതാണ് mRNA. ഈ mRNAനെ ബേസ് ചെയ്തിട്ടാണ് ഇനി എന്തുണ്ടാവുന്നത്? പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന ഉടനെ നിങ്ങൾക്ക് കിട്ടിയത് mRNA അല്ല. ട്രാൻസ്ക്രിപ്ഷൻ നടന്ന ഉടനെ കിട്ടിയ ഇത്രയും നീളമുള്ള RNAയിൽ നിന്ന് പല ഭാഗങ്ങളും നഷ്ടപ്പെട്ട് കുറച്ചുകൂടെ ചെറിയ ആളാണ് ഈ mRNA എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ യൂക്കാരിയോട്സിൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്ന RNAയിൽ ആവശ്യമില്ലാത്ത ചില സീക്വൻസുകൾ, ചില ഭാഗങ്ങൾ കിടക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ കുട്ടികളെ? ആവശ്യമില്ലാത്ത ചില ഭാഗങ്ങൾ കിടക്കുന്നുണ്ട്. ആ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെ റിമൂവ് ചെയ്യുകയും ആവശ്യമുള്ള ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കുകയും ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് അവസാനം നമുക്ക് എന്ത് കിട്ടുന്നത്? മെച്ചുവർ mRNA കിട്ടുന്നത്. ശരിയല്ലേ കുട്ടികളെ? സോ ഇങ്ങനത്തെ ഈ ഒരു RNAനെ നമ്മൾ വിളിക്കുന്ന പേരാണ് HNRNA. എന്താ വിളിക്കുക കുട്ടികളെ? HNRNA. ഉറക്കെ പറഞ്ഞേ, HNRNA എന്നാണ് വിളിക്കുക. അപ്പോൾ ആ HNRNAക്ക് ചില പ്രോസസ്സിങ് നടന്നിട്ടാണ് പിന്നീട് mRNA ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ പ്രോസസ്സിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നന്നായി ശ്രദ്ധിച്ചോ. ഓക്കെ, സോ RNA processing has 3 steps. നമുക്ക് നോക്കാം. സോ വൺസ് അഗെയിൻ, ദിസ് ഈസ് യുവർ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. അവിടുന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന ഉടനെ ഞാൻ പറഞ്ഞു നമുക്ക് കിട്ടുന്നത് എന്തല്ല? മെച്ചുവർ RNA അല്ല, പകരം HNRNA എന്ന് പറയുന്ന ഒരു ഇമ്മെച്ചുവർ RNA ആണ്. അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത സീക്വൻസുകൾ ഉണ്ട്, അല്ലേ? കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഈ കളറ്? മേ നോട്ട് ബി ദാറ്റ് വിസിബിൾ, അല്ലേ? ഒരു മിനിറ്റ്, ഞാനൊരു പണി ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. നീല കാണുന്നില്ലേ? ഓക്കെ, സോ ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗമുണ്ട്, ആവശ്യമില്ലാത്ത ഭാഗമുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളെ നമ്മൾ എക്സോൺസ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? എക്സോൺസ്, അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് സീക്വൻസ്. ആവശ്യമില്ലാത്ത സീക്വൻസുകൾ നമ്മൾ ഇൻട്രോൺസ് അല്ലെങ്കിൽ ഇൻ്റർവീനിങ് സീക്വൻസസ് എന്നാണ് പറയുക. ഓക്കെ, എനിവേ, സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ ഈ ഒരു HNRനെ എടുത്താൽ അതിനൊരു 5' എൻഡ് ഉണ്ടാകും, അതിനൊരു 3' എൻഡ് ഉണ്ടാകും. RNA പ്രോസസ്സിങ്ങിൽ ആദ്യം നടക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. എന്താടാ? ക്യാപ്പിംഗ്. സോ ഇൻ ക്യാപ്പിംഗ് എ സ്പെഷ്യൽ ന്യൂക്ലിയോടൈഡ് കോൾഡ് മീഥൈൽ ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ്, a special nucleotide called methyl guanosine triphosphate. ഓക്കെ സാർ, ജീൻ എക്സ്പ്രഷൻ്റെ സ്റ്റെപ്പ് എന്താ? അങ്ങോട്ട് എത്തുമ്പോൾ പറഞ്ഞാൽ പോരെ? അതിപ്പോൾ പറയണോ ഇതിൻ്റെ ഇടയിൽ? മീഥൈൽ ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഈസ് ആഡഡ് ടു 5' എൻഡ് ഓഫ് HNRNA. HNRNAയുടെ 5' എൻഡിലേക്ക് മീഥൈൽ ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നറിയപ്പെടുന്ന ഒരു ന്യൂക്ലിയോടൈഡിനെ നമ്മൾ കൊണ്ടുപോയി ആഡ് ചെയ്ത് കൊടുക്കും. അതാണ് ക്യാപ്പിംഗ്. വാട്ട് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്? രണ്ടാമത്തെ സ്റ്റെപ്പാണ് കുട്ടികളെ സ്പ്ലൈസിങ്. എന്താണ് സ്പ്ലൈസിങ്? സ്പ്ലൈസിങ് എന്ന് പറഞ്ഞാൽ ബൈ ദിസ് സ്റ്റെപ്പ് വി റിമൂവ് ഇൻട്രോൺസ് ആൻഡ് വി ജോയിൻ എക്സോൺസ്. ആ ഇൻട്രോണുകളെ റിമൂവ് ചെയ്ത് എക്സോണുകളെ മാത്രം ജോയിൻ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ക്യാപ്പ് വന്നിട്ടുണ്ട് 5' എൻഡിൽ മീഥൈൽ ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ക്യാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇൻട്രോണുകളെ റിമൂവ് ചെയ്തു, എക്സോണുകളെ ജോയിൻ ചെയ്തു. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, സ്പ്ലൈസിങ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് കുട്ടികളെ ടെയിലിങ്. എന്താണ് ടെയിലിങ്? So in this step 200 to 300 അഡിനൈലൈറ്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ അഡിനിൻ ന്യൂക്ലിയോടൈഡ്സ്, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അഡിനൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അഡിനിൻ്റെ ന്യൂക്ലിയോടൈഡുകളെയാണ് അഡിനൈലൈറ്റ് എന്ന് പറയാം. So 200 to 300 അഡിനൈലൈറ്റ് മോളിക്യൂൾസ് ആർ ആഡഡ് ടു 3' എൻഡ് ഓഫ് HNRNA. HNRNAയുടെ 3' എൻഡിലേക്ക് 200 to 300 അഡിനിൻ ന്യൂക്ലിയോടൈഡ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആണ് കുട്ടികളെ? ഓക്കെ, സോ ഐ വിൽ ഷോ യു. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ. കണ്ടോ? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു കുട്ടികളെ? ക്യാപ്പിംഗ് ചെയ്യുന്നു, ആൻഡ് ദെൻ ദ സ്പ്ലൈസിങ് ചെയ്യുന്നു. അവസാനമാണ് ശരിക്കും ഇത് സംഭവിക്കുന്നത് ടെയിലിങ്. ദാറ്റ് ഈസ് പോളി അഡിനൈൽ ടെയിൽ എന്ന് പറയും. 200 to 300 അഡിനിൻ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് കൊടുക്കും. റെഡിയാണോ? അപ്പോൾ ഇതാണ് RNA പ്രോസസ്സിങ്. നൗ എക്സാമിൻ ദ ഡയഗ്രാം ഓഫ് mRNA ഗിവൺ ബിലോ. താഴെ തന്ന mRNA ഡയഗ്രാം നോക്കുക. Now mark the 5' and 3' end of mRNA by giving reasons. ഇതിൽ 3' end ഏതാണ്, 5' end ഏതാണ്? വേഗം പറഞ്ഞോളൂ. ഒരു mRNAയുടെ പിക്ചർ തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ 3'ഉം 5'ഉം കണ്ടെത്തണം.
യെസ്, വെരി ഗുഡ്. ഇത് 5 പ്രൈം ആണ്, ഇത് 3 പ്രൈം ആണ്. എങ്ങനെയാണ് മനസ്സിലായത്? ഇവിടെ ഒരുപാട് അഡിനിൻ കാണുന്നുണ്ട് അല്ലേ? സോ ഇതാണ് പോളി അഡിനൈൽ ടെയിൽ. ഓക്കെ ഗൈസ്, ഇതാണ് പോളി അഡിനൈൽ ടെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് പഠിച്ചു കേട്ടോ. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ദാറ്റ് ഈസ് ട്രാൻസ്ലേഷൻ. സോ വാട്ട് ഈസ് ട്രാൻസ്ലേഷൻ? ദ പ്രോസസ് ഓഫ് പോളിമറൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ടു ഫോം പ്രോട്ടീൻസ്. അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന പരിപാടിയാണ് അല്ലേ? ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ പ്രസന്റ് ഓൺ mRNA. mRNAയിലെ ഇൻഫർമേഷൻ ബേസ് ചെയ്തുകൊണ്ട് അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. സെല്ലുകളുടെ സൈറ്റോപ്ലാസത്തിലാണ് നടക്കുക. ആൻഡ് ദ സെല്ലുലാർ ഓർഗനലെ റെസ്പോൺസിബിൾ ഈസ് റൈബോസോം. നോക്കൂ, ട്രാൻസ്ലേഷൻ നടക്കാൻ നമ്മളെ സഹായിക്കുന്ന സെല്ലുലാർ ഓർഗനൽ എന്ന് പറയുന്നത് റൈബോസോമാണ്. ഇനി നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് ജനറ്റിക് കോഡ് എന്താണ്, അല്ലെങ്കിൽ ജനറ്റിക് കോഡിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. നോക്കൂ, നമ്മൾ mRNAയിലെ ഇൻഫർമേഷൻ ബേസ് ചെയ്തുകൊണ്ട് പ്രോട്ടീൻ ഉണ്ടാക്കുമ്പോൾ നോക്കേണ്ടുന്ന ചില നിയമങ്ങളാണ് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സെല്ലുകൾ നോക്കി പോരുന്ന ചില നിയമങ്ങളാണ്. ചില നിയമങ്ങളെ ബേസ് ചെയ്തിട്ടാണ് mRNAയിലെ ഇൻഫർമേഷൻ ബേസ് ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ആ നിയമങ്ങളെയാണ് നമ്മൾ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കൂ, ആക്ച്വലി ഡ്യൂറിങ് പ്രോട്ടീൻ സിന്തസിസ് അഡ്ജസൻറ്റ് 3 ന്യൂക്ലിയോടൈഡ്സ്, തൊട്ടടുത്തടുത്തായിട്ടുള്ള 3 ന്യൂക്ലിയോടൈഡ്സ് ടുഗദർ ദേ ആക്ട് ആസ് എ കോഡോൺ. അവർ ഒന്നിച്ചൊരു സിംഗിൾ കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഈച്ച് കോഡോൺ കോഡ് ഫോർ ആൻ അമിനോ ആസിഡ്. ഓരോ കോഡോണും ഓരോ അമിനോ ആസിഡിന് വേണ്ടി കോഡ് ചെയ്യും. ദിസ് ഈസ് ഹൗ ഇറ്റ് ടേക്സ് പ്ലേസ്. ഓക്കെ, നമുക്ക് നോക്കാം. ശ്രദ്ധിക്കടാ, നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 ബേസ് ഉണ്ട് അല്ലേ? AGCU 4 എണ്ണം ഉണ്ട്. നിങ്ങൾക്ക് 4 തരത്തിലുള്ള ബേസുകൾ RNAയിൽ കാണാൻ പറ്റും. ഈ 4 ബേസുകൾ വെച്ച് 3 കോഡോണുള്ള കോമ്പിനേഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, 3 ന്യൂക്ലിയോടൈഡുള്ള കോമ്പിനേഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 64 കോഡോൺ കിട്ടും. ഓക്കെ, സോ എന്തൊക്കെയാണ് ജനറ്റിക് കോഡിൻ്റെ സാലിയൻ്റ് ഫീച്ചേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ കാണുന്നില്ലേ? ഓക്കെ, സോ ഒന്നാമത്താണ് ദർ ആർ ഓൾ ടുഗദർ 64 കോഡോൺസ് in which 61 codons code for amino acids and 3 codon do not code for any amino acids. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ 64 കോഡോണുകളിൽ 61 കോഡോണുകൾ അമിനോ ആസിഡിന് വേണ്ടി കോഡ് ചെയ്യുന്നുണ്ട്. 1 സെക്കൻഡ് ബഡീസ്. ഓക്കെ, ഇപ്പോൾ കാണാത്ത പ്രോബ്ലം സോൾവ് ആയി എന്ന് കരുതുന്നു. 61 കോഡോണുകൾ അമിനോ ആസിഡിന് കോഡ് ചെയ്യുന്നുണ്ട്. 3 കോഡോൺ ഒരു അമിനോ ആസിഡിനും കോഡ് ചെയ്യുന്നില്ല. ആൻഡ് ദേ ആർ കോൾഡ് സ്റ്റോപ്പ് കോഡോൺസ്. അവർ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പ് കോഡോൺസ്. അപ്പോൾ ആരൊക്കെയാണ് ഈ സ്റ്റോപ്പ് കോഡോൺ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ദേ ആർ ഊ ആഗ് ആഗ. ഇങ്ങനെ ഒന്ന് ഓർത്ത് നോക്കിയേ, താഴോട്ട് ഊ ആഗ് ആഗ. ഓക്കെ, അങ്ങനെ പഠിക്കുക. ഊ ആഗ് ആഗ ഒന്ന് പറഞ്ഞ എൻ്റെ കൂടെ, ഊ ആഗ് ആഗ അല്ലേ? നമ്മളെ സ്ഥിരം കോഡാ. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഒന്നാമത്തെ UAA. വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം കേട്ടോ, എഴുതുന്നതാണ് ഊ ആഗ് ആഗ. ഇനി UAA, UAG, UGA, ഇത് 3 സ്റ്റോപ്പ് കോഡോൺ. സെറ്റാണ് കുട്ടികളെ? വെരി ഗുഡ്. ഇത് 3 നമ്മുടെ സ്റ്റോപ്പ് കോഡോൺസ് എന്ന് പറയുന്നത്. നമ്മളോട് ചോദിക്കും ഏതൊക്കെയാണ് സ്റ്റോപ്പ് കോഡോൺസ്. അപ്പോൾ 64 കോഡോണിലെ 3 പേര് സ്റ്റോപ്പ് കോഡോണാണ്. അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അമിനോ ആസിഡ് ഇല്ല. ബാക്കി 61 കോഡോണിനും കറസ്പോണ്ടിങ് ആയി അമിനോ ആസിഡ് ഉണ്ട്. അടുത്ത് നോക്ക്, സം അമിനോ ആസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ. ചില അമിനോ ആസിഡുകൾക്ക് ഒന്നിലധികം കോഡോണുകൾ ഉണ്ടാകും. ഹെൻസ് ദ കോഡ് ഈസ് ഡീജനറേറ്റ്. അപ്പോൾ നമുക്ക് പറയാം ജനറ്റിക് കോഡ് ഡീജനറേറ്റ് ആണെന്ന് പറയാം. അതിൻ്റെ അർത്ഥം ഇതാണ്, ചില അമിനോ ആസിഡുകൾക്ക് ഒന്നിലധികം കോഡോണുകൾ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, ല്യൂസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള കോഡോണുകളാണ് UUA, UUG, അതുപോലെ തന്നെ CUU, CUC, CUA. ഇതെല്ലാം ല്യൂസിന് വേണ്ടി കോഡ് ചെയ്യുന്ന കോഡോണുകളാണ്. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് ജനറ്റിക് കോഡ് ഡീജനറേറ്റ് ആണെന്ന് പറയാം. ഇനി എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, വൈ ജനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ? എന്തുകൊണ്ടാണ് ജനറ്റിക് കോഡ് യൂണിവേഴ്സൽ ആണ് എന്ന് പറയുന്നത്? ഇത് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ശ്രദ്ധിക്കടാ, നിങ്ങൾ ബാക്ടീരിയ മുതൽ മനുഷ്യൻ വരെയുള്ള ഏത് ജീവികളെ എടുത്താലും ഈ ജീവികളിലെല്ലാം തന്നെ ജനറ്റിക് കോഡ് സെയിം ആണ്, കോഡോണുകൾ സെയിം ആണ്. വളരെ കുറച്ച് എക്സെപ്ഷൻസ് മാത്രമേ ഉള്ളൂ. സോ ഫോർ എക്സാമ്പിൾ, ഫ്രം ബാക്ടീരിയ ടു ഹ്യൂമൻ കോഡ്സ് ആർ ഓൾമോസ്റ്റ് സെയിം വിത്ത് വെരി ഫ്യൂ എക്സെപ്ഷൻ. അങ്ങനെ പഠിച്ചാൽ മതി. കോഡ്സ് ആർ ഓൾമോസ്റ്റ് സെയിം വിത്ത് വെരി ഫ്യൂ എക്സെപ്ഷൻ. കോഡോൺസ് ആർ ഓൾമോസ്റ്റ് സെയിം. ഇപ്പോൾ ഉദാഹരണത്തിന് UUU എന്ന് പറയുന്ന കോഡോണ് ബാക്ടീരിയ മുതൽ മനുഷ്യൻ വരെ എടുത്ത് ആരെടുത്താലും വുഡ് കോഡ് ഫോർ ഫീനൈൽ അലാനിൻ. റെഡി അല്ലേ? സോ അതുകൊണ്ടാണ് നമ്മൾ ജനറ്റിക് കോഡ് നിയർലി യൂണിവേഴ്സൽ. ബട്ട് ദർ ആർ സം എക്സെപ്ഷൻസ്.
Some exceptions are there, only few exceptions are there. ഇനി the codon AUG has dual function. AUG എന്ന് പറഞ്ഞ codon രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. നമ്പർ 1, ഇറ്റ് കോഡ് ഫോർ അമിനോ ആസിഡ് കോൾഡ് മെത്തിയോണിൻ. അയാൾ മെത്തിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ ഉണ്ടാക്കുന്ന ആളാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇനീഷ്യേറ്റർ കോഡോൺ. ഇയാളാണ് എപ്പോഴും ഇനീഷ്യേറ്റർ കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ട്രാൻസ്ലേഷൻ തുടങ്ങൽ. നോക്കൂ ഗൈസ്, ട്രാൻസ്ലേഷൻ തുടങ്ങൽ ഈ സ്റ്റാർട്ട് കോഡോണിൽ നിന്ന് മാത്രമാണ്. സ്റ്റാർട്ട് കോഡോൺ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ റൈബോസോം എന്ത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അമിനോ ആസിഡിനെ ചേർത്ത് വെച്ച് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഇനീഷ്യേറ്റർ കോഡോൺ എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? ഇത് നമ്മൾ സ്റ്റോപ്പ് കോഡോൺ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. റെഡി അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. ലുക്ക് അറ്റ് ആൻ mRNA. ഒരു mRNA നോക്ക്. ദിസ് ഈസ് ആൻ mRNA. ഇവിടെ കോഡോൺ ഇപ്പോൾ നമുക്ക് തൽക്കാലം UCC, CUU, AUG, CCU, GUC, AAC, UAA, UCC, CCU. Okay, so look at this mRNA. This is 5' end and this is 3' end. നോക്കൂ, നമ്മുടെ റൈബോസോം mRNAയുടെ 5' എൻഡിൽ വന്നിങ്ങനെ നിൽക്കും. എന്നിട്ട് mRNAയിലേക്ക് റൈബോസോം ഒന്ന് നോക്കും. എന്ന് നോക്കിയിട്ട് ഈ 5' നിന്ന് 3' ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങും. റെഡി ആണല്ലോ? അങ്ങനെ സഞ്ചരിച്ച് റൈബോസോം ഇവിടെ ദേണ്ട വന്ന് ഒരു കോഡോൺ നോക്കി. പക്ഷെ റൈബോസോം സ്റ്റാർട്ട് ചെയ്യൂല, കാരണം അത് UCC ആണ്. റൈബോസോം മുന്നോട്ട് നീങ്ങുമ്പോൾ റൈബോസോം ഇവിടെ CUU കാണുന്നത്, സ്റ്റാർട്ട് ചെയ്യൂല. ആൻഡ് വെൻ റൈബോസോം റീച്ച് ഹിയർ, ഇവിടെ റൈബോസോം AUGയെ കാണുന്നു, ഇവിടെ നിന്ന് ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ ആണോ? AUGക്ക് കറസ്പോണ്ടിങ് ആയ അമിനോ ആസിഡ് ഏതാ? മെത്തിയോണിൻ. അതിനെ കൊണ്ടുവന്ന് വെക്കും. പിന്നെ CUUന് കറസ്പോണ്ടിങ് ആയ അമിനോ ആസിഡിനെ കൊണ്ടുവന്ന് വെക്കുന്നു. പിന്നെ GUCക്ക് കറസ്പോണ്ടിങ് ആയ അമിനോ ആസിഡിനെ കൊണ്ടുവന്ന് വെക്കുന്നു. പിന്നെ AACക്ക് കറസ്പോണ്ടിങ് ആയ അമിനോ ആസിഡിനെ കൊണ്ടുവന്ന് വെക്കുന്നു. പക്ഷെ പിന്നീട് റൈബോസോം കാണുന്ന കോഡോൺ നോക്ക്, ദാറ്റ് ഈസ് UAA. AUGയിൽ നിന്ന് തുടങ്ങി പിന്നെ കാണുന്നത് UAA ആണ്. UAA ഈസ് എ സ്റ്റോപ്പ് കോഡോൺ. അതിന് കറസ്പോണ്ടിങ് ആയി അമിനോ ആസിഡ് ഇല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യും, ട്രാൻസ്ലേഷൻ ടെർമിനേറ്റ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു mRNAയിൽ ഇത്രയും ഭാഗത്തിന് മാത്രമാണ് ട്രാൻസ്ലേഷൻ നടന്നത്. The codons before അല്ലെങ്കിൽ the sequences before start codon or initiator codon and after stop codon, they are not translated into protein. അത് രണ്ടും പ്രോട്ടീനായി മാറിയിട്ടില്ല. ആ ഭാഗങ്ങളെയാണ് നമ്മൾ UTRs അല്ലെങ്കിൽ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? റെഡി ആണോ കുട്ടികളെ? They are called untranslated region. So genetic code is nearly universal. Substantiate this statement. എന്തുകൊണ്ടാണ് genetic code nearly universal എന്ന് പറയുന്നത്? From bacteria to human, almost all codons are same with very few exception. അടുത്തത്, mention any two other salient features of genetic code. നിങ്ങൾക്ക് ഡീജനറേറ്റ് ആണെന്ന് പറയാം. അതുപോലെ 64 കോഡോൺ ഉണ്ട്, അതിൽ 3 കോഡോൺ സ്റ്റോപ്പ് കോഡോൺ ആണെന്നുള്ള ആ കാര്യം പറയാം. പിന്നെ അതുപോലെ AUGക്ക് 2 ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളത് പറയാം. ഏതെങ്കിലുമൊക്കെ 2 സാലിയൻറ്റ് ഫീച്ചേഴ്സ് കൂടെ പറഞ്ഞു കൊടുത്താൽ മതി. അടുത്തത്, റീഡ് കെയർഫുള്ളി ദ സീക്വൻസ് ഓഫ് കോഡോൺസ് ഇൻ ദ mRNA യൂണിറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. വാട്ട് ചേഞ്ച് ഈസ് നീഡഡ് ഇൻ ദ ഫസ്റ്റ് കോഡോൺ ടു സ്റ്റാർട്ട് ദ ട്രാൻസ്ലേഷൻ പ്രോസസ്? ഈ ആദ്യത്തെ കോഡോണിൽ എന്ത് ചേഞ്ച് വന്നാലാണ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക? AUA മാറി AUG ആവണം അല്ലേ? അടുത്തത്, ഇഫ് ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ബൈ ദാറ്റ് ചേഞ്ച് ടിൽ വിച്ച് കോഡോൺ ക്യാൻ ഇറ്റ് കണ്ടിന്യൂ? ഏത് കോഡോൺ വരെ അത് കണ്ടിന്യൂ ചെയ്യും? അപ്പോൾ സ്റ്റോപ്പ് കോഡോൺ ഉണ്ടോ നോക്കിയാൽ മതി അല്ലേ? ഇവിടെ സ്റ്റോപ്പ് ഉണ്ടോ? ഇല്ല. ഇത് സ്റ്റോപ്പാണോ? അല്ല. ഇത് സ്റ്റോപ്പാണോ? അല്ല. ഇത് സ്റ്റോപ്പാണോ? അല്ല. ദെൻ ഇത് സ്റ്റോപ്പാണോ? അല്ല. പിന്നെയോ UGA അല്ലേ? ഇതേണ്ടേ, ദിസ് ഈസ് എ സ്റ്റോപ്പ് കോഡോൺ. അപ്പോൾ സ്റ്റോപ്പ് കോഡോൺ വരെ ഇത് പോവുള്ളൂ അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സാർ ക്ലാസ് 1 PM തീരുമോ? ഞാൻ തീർക്കും കേട്ടോ, പേടിക്കണ്ട. നമ്മൾ പരിഹാരം ഉണ്ടാക്കും. പരിഹാരമില്ലാത്ത വിഷയങ്ങളേ ഇല്ല. So come here. Let's talk about this point. Scientists contributed toward the deciphering or the understanding of genetic code. ഈ ജനറ്റിക് കോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി തരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത സയൻറ്റിസ്റ്റുകൾ ആരൊക്കെയാണ്? നമ്പർ 1, ജോർജ് ഗാമോ. അദ്ദേഹമാണ് കോഡോൺ ഒരു ട്രിപ്ലെറ്റ് ആണെന്ന് പ്രപ്പോസ് ചെയ്തത്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, ബഫറിംഗ് ഉണ്ടോ?
സോ ഇറ്റ് ഈസ് പ്രപ്പോസ് ഈ കോഡോൺ എപ്പോഴും ട്രിപ്ലറ്റ് ആയിരിക്കും, മൂന്ന് ന്യൂക്ലിയോടൈഡുകൾ ഒന്നിച്ചാണ് കോഡോൺ ആയിട്ടുണ്ടാവുക എന്ന് പ്രപ്പോസ് ചെയ്ത ആളാണ് ജോർജ് ഗാമോ. പിന്നീട് നോക്കൂ, കെമിക്കൽ സിന്തസിസ് ഓഫ് RNA, ദറ്റ് ഈസ് സെൽ ഫ്രീ സിന്തസിസ് ഓഫ് RNA. സെല്ലിന് വെളിയിൽ കെമിക്കലി RNA ഉണ്ടാക്കിയ സയൻറ്റിസ്റ്റാണ് ഹർഗോബിന്ദ് ഖൊരാന. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ജനറ്റിക് കോഡ് തിരിച്ചറിയാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്, ജനറ്റിക് കോഡിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ. അതുപോലെ അടുത്ത ആളാണ് മാർഷൽ നിരൻബർഗ്. മാർഷൽ നിരൻബർഗ് ആണ് സെൽ ഫ്രീ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ, സെല്ലിന് വെളിയിൽ പ്രോട്ടീൻ ഉണ്ടാക്കിയ ആൾ മാർഷൽ നിരൻബർഗ് ആണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സും നമ്മളെ ജനറ്റിക് കോഡ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നോക്കൂ, സെല്ലിന് വെളിയിൽ കെമിക്കലി RNAയുടെ സിന്തസിസ് നടത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് സെവരോ ഒക്കോവ എൻസൈം. സെവരോ ഒക്കോവ ലബോറട്ടറിയിൽ ഉണ്ടാക്കിയ എൻസൈം ആയതുകൊണ്ടാണ് ആ പേര് വന്നത്. ഓക്കെ, ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. ചേരുംപടി ചേർക്കാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ജോർജ് ഗാമോ, കോഡോൺ ഈസ് ട്രിപ്ലെറ്റ്. ഹർഗോബിന്ദ് ഖൊരാന, സെൽ ഫ്രീ സിന്തസിസ് ഓഫ് RNA. മാർഷൽ നിരൻബർഗ്, സെൽ ഫ്രീ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. അതുപോലെ സെവരോ ഒക്കോവ എൻസൈം, പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. ഇതിങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. Okay, now let's talk about tRNA. tRNA is otherwise called transfer RNA അല്ലേ. നോക്കൂ, അമിനോ ആസിഡുകളെ ചേർത്ത് വെച്ച് റൈബോസോം പ്രോട്ടീൻ ഉണ്ടാക്കുന്നുണ്ട്. ശരി, റൈബോസോമിന് പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ അമിനോ ആസിഡിനെ കൊണ്ടുവന്ന് കൊടുക്കണ്ടേ. അമിനോ ആസിഡിനെ റൈബോസോമിന് കൊണ്ടുവന്ന് കൊടുക്കുന്ന കാരിയർ വണ്ടി ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ആര് കുട്ടികളെ, tRNA എന്ന് പറയുന്നത്. tRNA ആക്ട് as കാരിയർ ഓഫ് അമിനോ ആസിഡ്സ്. ഇതാണ് കാരിയർ ഗുഡ്സ് വണ്ടി. ഓക്കെ, അതായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ആര്, നമ്മുടെ tRNA എന്ന് പറയുന്നത്. സോ ഇഫ് യു ലുക്ക് അറ്റ് tRNA, യു ക്യാൻ സി ആൻ അമിനോ ആസിഡ് അസെപ്റ്റർ എൻഡ്. അമിനോ ആസിഡിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു എൻഡ് tRNAയിൽ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ tRNAയുടെ ഈ ഭാഗത്തൊരു ആൻറ്റി കോഡോൺ ലൂപ്പ് ഉണ്ടാകും. അതായത് ഏതാണോ കോഡോൺ, ആ കോഡോണിൻ്റെ കോംപ്ലിമെൻ്ററി ബേസുകൾ, കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ അതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ബേസുകൾ. ഇപ്പോൾ അഡിനിൻ ആണെങ്കിൽ ഇവിടെ യുറാസിൽ, ഗുവാനാണെങ്കിൽ ഇവിടെ സൈറ്റോസിന്, യുറാസിലാണെങ്കിൽ അഡിനിൻ. ഇങ്ങനെ അതിലേക്ക് കോംപ്ലിമെൻ്ററി ആയി അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ബേസുകളാണ് ആൻറ്റി കോഡോൺ ലൂപ്പിൽ ഉണ്ടാവുക. ക്ലിയർ ആണോ? സോ ഇതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക കുട്ടികളെ? ദർ വിൽ ബി ആൻ അമിനോ ആസിഡ് അസെപ്റ്റർ എൻഡ്, അതുപോലെ ആൻറ്റി കോഡോൺ ലൂപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുക. Now look അടുത്തത് നോക്ക്. Observe the diagram given below. Identify the type of RNA molecule. ഏതാ? This is tRNA. Now write the base sequence complementary to anticodon loop. Anticodon loopന് കോംപ്ലിമെൻ്ററി ആയ ബേസ് സീക്വൻസ് ഇത് AUG ആണ്. അപ്പോൾ ബേസ് സീക്വൻസ് ഇതിന് കോംപ്ലിമെൻ്ററി എന്ന് പറയുമ്പോൾ UAC അല്ലേ, UAC. ക്ലിയർ ആണോ മക്കളെ? Now let's talk about translation process. ട്രാൻസ്ലേഷൻ പ്രോസസ്സിലും 3 സ്റ്റെപ്പാണുള്ളത്. നമ്മൾ ട്രാൻസ്ക്രിപ്ഷനിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഒന്നാമത്തത് ഇനീഷിയേഷൻ, രണ്ടാമത്തത് ഇലോങ്ങേഷൻ, മൂന്നാമത്തത് ടെർമിനേഷൻ. ഓക്കെ, സോ വാട്ട് ഈസ് ഇനീഷിയേഷൻ? സോ ദിസ് ഈസ് ആൻ mRNA. ഒരു mRNAയിൽ സ്റ്റാർട്ട് കോഡോൺ അല്ലെങ്കിൽ ഇനീഷ്യേറ്റർ കോഡോണിൽ എത്തിക്കഴിഞ്ഞാൽ, വെൻ റൈബോസോം എൻകൗണ്ടർ എ സ്റ്റാർട്ട് കോഡോൺ, ഒരു mRNAയിൽ റൈബോസോം ഒരു അറ്റത്ത് നിന്ന് ഇങ്ങനെ സഞ്ചരിച്ചു തുടങ്ങും. എന്നിട്ട് റൈബോസോം മുന്നോട്ട് പോയിട്ട് ഒരു സ്റ്റാർട്ട് കോഡോൺ റൈബോസോം കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ വെൻ റൈബോസോം എൻകൗണ്ടർ എ സ്റ്റാർട്ട് കോഡോൺ, എന്ന് ഉറക്കെ പറഞ്ഞേ, വെൻ റൈബോസോം എൻകൗണ്ടർ എ സ്റ്റാർട്ട് കോഡോൺ, ദാറ്റ് ലീഡ് ടു ഇനീഷിയേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ. So then look, a tRNA with methionine comes and it binds here. അയാൾ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും റൈബോസോമിലേക്ക്. റെഡി ആണല്ലോ? അങ്ങനെ മനസ്സിലാക്കുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, now what is elongation? During elongation phase, tRNAs with corresponding amino acids, ഓരോ കോഡോണിനും കറസ്പോണ്ടിങ് ആയുള്ള അമിനോ ആസിഡുകളുമായിട്ട് tRNAകൾ വരും. ആൻഡ് ദ പ്രോസസ് ഓഫ് പോളിമറൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ് കണ്ടിന്യൂസ്. അമിനോ ആസിഡുകൾ പോളിമറൈസ് ചെയ്യുന്ന ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. And what is termination? When ribosome reaches terminator or stop codon, റൈബോസോം ഈ സ്റ്റോപ്പ് കോഡോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ there are no corresponding amino acids for stop codon. സ്റ്റോപ്പ് കോഡോണിന് കറസ്പോണ്ടിങ് ആയ അമിനോ ആസിഡ് ഇല്ല. So then a special protein called release factor. bind to RNA polymerase. റിലീസ് ഫാക്ടർ ബൈൻഡ് ടു mRNA. mRNAയിലേക്ക് റിലീസ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് വന്ന് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ആവാൻ കാരണമാകും. ഒന്നുകൂടെ നോക്ക്. വെൻ റൈബോസോം എൻകൗണ്ടർ എ സ്റ്റാർട്ട് കോഡോൺ ഓർ ഇനീഷ്യേറ്റർ കോഡോൺ, that lead to initiation of translation. Then what happens?
tRNA with methionine comes and it binds here. അങ്ങനെ പറഞ്ഞാൽ മതി, അയാൾ ഇവിടെ ബൈൻഡ് ചെയ്ത് നിൽക്കും. ആൻഡ് പിന്നീട് എന്താ സംഭവിക്കുക, ഡ്യൂറിങ് ഇലോങ്ങേഷൻ ഫേസ് റൈബോസോം മൂവ്സ് ഓവർ mRNA. റൈബോസോം mRNAയിലൂടെ മുന്നോട്ട് നടക്കും. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അമിനോ ആസിഡ്സ്, കറസ്പോണ്ടിങ് അമിനോ ആസിഡ്സ് ആർ ക്യാരീഡ് ബൈ tRNAs. ഇങ്ങോട്ട് ഓരോ ഭാഗത്തേക്കും കറസ്പോണ്ടിങ് ആയുള്ള അമിനോ ആസിഡുകളുമായി tRNAകൾ വരും. ആൻഡ് ദ പ്രോസസ് ഓഫ് പോളിമറൈസേഷൻ കണ്ടിന്യൂസ്. ആൻഡ് ഫൈനലി വെൻ ദ റൈബോസോം റീച്ചസ് ടെർമിനേറ്റർ കോഡോൺ or the stop codon, what happens? A release factor, a protein complex called release factor bind to stop codon, and that a release factor bind to the mRNA or the stop codon, that lead to termination of transcription. അത് എന്തിലേക്ക് നയിക്കൂടാ, ട്രാൻസ്ക്രിപ്ഷൻ്റെ ട്രാൻസ്ലേഷൻ്റെ ടെർമിനേഷനിലേക്ക് നയിക്കും. ക്ലിയർ ആണോ? റെഡി ആണോ ഗൈസ്? നമ്മുടെ സാർക്ക് ഉഷാറില്ല മക്കളെ. എടാ രാവിലെ മുതൽ നോമ്പ് നോറ്റിട്ട് ഇങ്ങനെ സൗണ്ട് ഇട്ട് ക്ലാസ് എടുക്കുകയല്ലേ, നല്ല എനർജി വേണ്ടേ? ഓക്കെ ശരി, എൻ്റെ ഉഷാറൊക്കെ പോയിട്ടുണ്ട്. So look, the following diagram shows a process in the ribosome. Identify the process and explain. അപ്പോൾ ഇത് ജസ്റ്റ് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. 2 മാർക്കിനൊക്കെ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഈ 3 സ്റ്റെപ്പുകൾ എഴുതിയിട്ട് ജസ്റ്റ് അത് എന്താ നേരെ എഴുതി കൊടുക്കുക. ഈ പ്രോസസ്സ് എന്താ, ട്രാൻസ്ലേഷൻ ആണ്. അത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ പരിപാടി തീർന്ന 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിച്ചാൽ 3 മാർക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ക്ലിയർ ആണോ? മ്യൂട്ടേഷൻ ഒന്നും നമുക്ക് സാധാരണ നമ്മളോട് ചോദിക്കാറില്ല, കാര്യമായിട്ട് ഈ അടുത്തൊന്നും നമ്മളോട് ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, ഓ സന്തോഷമായി, നമ്മൾ പാട്രിക് എന്തോ പറഞ്ഞുണ്ട്, സന്തോഷം. നൗ ഗൈസ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. തീരാൻ പോവുക. ലാക്കോപ്പറോണും ഹ്യൂമൻ ജീനോം പ്രോജക്റ്റും DNA ഫിംഗർപ്രിൻറ്റും കൂടെ പറഞ്ഞ പരിപാടി തീർന്നു. റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. നോക്കൂ, നമ്മുടെ ജീനിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം, ജീൻ എക്സ്പ്രസ് ചെയ്യണോ വേണ്ടത് എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ, ഇൻ യൂകാരിയോട്സ് നമ്മൾ യൂകാരിയോട്ടിൽ ഒരു ജീൻ എക്സ്പ്രസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ജീൻ എങ്ങനെ തീരുമാനിക്കാം? ഒന്ന്, ആ ജീനിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കണ്ടെന്ന് തീരുമാനിച്ചാൽ പോരെ. സോ ഇറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ. എടാ ഒരു ജീൻ എപ്പോഴാണ് എക്സ്പ്രസ് ചെയ്യുക? ആ ജീനിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുമ്പോഴാണ്. നിങ്ങളോട് ഒരാൾ ചോദിക്കുക എപ്പോഴാണ് ജീൻ എക്സ്പ്രസ് ചെയ്യുക, അപ്പോൾ നിങ്ങൾ പറയും ആ ജീനിനെ ബേസ് ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാകുമ്പോഴാണ് ജീൻ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ജീൻ എക്സ്പ്രസ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചാൽ ആ ജീന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കണ്ടെന്ന് തീരുമാനിച്ചാൽ പോരെ. So it can be regulated at transcriptional level. Gene expression can be regulated at transcriptional level. Transcription നടന്ന് RNA ഉണ്ടായാലല്ലേ, HNRNA എങ്കിലും ഉണ്ടായാലല്ലേ ബാക്കി പരിപാടി നടക്കുള്ളൂ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഇനിയിപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടന്നു, എടാ പേടിക്കണം, നമ്മൾ യൂകാരിയോട്ടിൻ്റെ കേസിൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന ഉടനെ mRNA കിട്ടുമോ? ഇല്ല, HNRNA ആണ് കിട്ടുക. ആ HNRNAക്ക് പിന്നെ പ്രോസസ്സിങ് നടന്നിട്ട് വേണം mRNA ആയിട്ട് മാറാൻ. സോ അത് നടത്തണ്ട വെച്ചാൽ പോരെ, സെല്ല് അത് തീരുമാനിച്ചാൽ പോരെ. സോ ഇറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് പ്രോസസ്സിങ് ലെവൽ. ഇനി വിചാരിക്കുക പ്രോസസ്സിങ്ങും നടന്ന്, ഇത് ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയസിൽ HNRNA ഉണ്ടായിരുന്നു, അത് പിന്നീട് mRNA ആയിട്ട് മാറി. ശരി, ആ mRNA ന്യൂക്ലിയസിലുണ്ടായ mRNA ന്യൂക്ലിയസിൽ നിന്ന് എങ്ങോട്ട് വരണം? സൈറ്റോപ്ലാസത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടണം. അതല്ലേ അടുത്ത പ്രോസസ്സ് ചെയ്യേണ്ടത്, എന്നാലല്ലേ സൈറ്റോപ്ലാസത്തിൽ വെച്ച് ട്രാൻസ്ലേഷൻ നടക്കുകയുള്ളൂ. So it can be regulated at transport level, that is transport of mRNA to cytoplasm. ആ ഒരു ലെവലിലും നമുക്ക് എന്താക്കാം, ആ ഒരു ലെവലിലും നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി അങ്ങനെ ട്രാൻസ്പോർട്ട് നടന്ന് സൈറ്റോപ്ലാസത്തിലെത്തി, mRNA സൈറ്റോപ്ലാസത്തിലെത്തി, ആ mRNAക്ക് ട്രാൻസ്ലേഷൻ നടക്കണ്ടെന്ന് വെച്ചാൽ പോരെ. ഇത് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് ട്രാൻസ്ലേഷണൽ ലെവൽ ഓൾസോ. ക്ലിയർ ആണോ? സോ ദീസ് ആർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ യൂകാരിയോട്സ്. യൂകാരിയോട്സിൽ നിങ്ങൾക്ക് ഈ 4 ലെവലിൽ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാം. ഏതൊക്കെ? ട്രാൻസ്ക്രിപ്ഷൻ, പ്രോസസ്സിങ്, ട്രാൻസ്പോർട്ട്, ട്രാൻസ്ലേഷൻ. ബട്ട് ഇൻ പ്രോകാരിയോട്സ്, അതാണ് ചോദ്യം കേട്ടോ, ഏതൊക്കെ ലെവലിൽ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ബട്ട് ഇൻ പ്രോകാരിയോട്ട് ദ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഈസ് ആക്ച്വലി അറ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ. ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിലാണ് പ്രോകാരിയോട്ടിൽ ജീൻ എക്സ്പ്രഷൻ്റെ റെഗുലേഷൻ വരുന്നത്. നമുക്ക് നോക്കാം ഹൗ ഇറ്റ് വർക്ക്സ്.
നമ്മുടെ NCERT-യിൽ അതിൻ്റെ ഉദാഹരണമായിട്ട് തന്നിട്ടുള്ളത് ലാക്കോപ്പറോൺ ആണ്. ലാക്ടോസ് മെറ്റബോളിസത്തെ എങ്ങനെയാണ് ലാക്ടോസ് മെറ്റബോളിസം നടക്കാനുള്ള എൻസൈമുകൾ അല്ലെങ്കിൽ പ്രോട്ടീനുകളുടെ പ്രൊഡക്ഷനെ എങ്ങനെയാണ് ഈക്കോളൈ ബാക്ടീരിയയിൽ അത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്, ആ ജീനുകളുടെ ഫംഗ്ഷൻ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്, അതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സോ ലുക്ക്, സോ ആക്ച്വലി you can see two structural genes in this. രണ്ട് ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്നാമത്തെ ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് ദേണ്ട ഇവിടെ ഒരു പ്രൊമോട്ടർ ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ യു ഹാവ് ആൻ ഐ ജീൻ ഹിയർ. ഇവിടെ ഒരു ഐ ജീൻ എന്ന് പറയുന്ന ജീൻ ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ടെർമിനേറ്റർ ഉണ്ടാകും. പക്ഷേ NCERT ടെർമിനേറ്റർ കാണിച്ചിട്ടില്ല. NCERT-കാർ വിചാരിച്ചുള്ളത് നിങ്ങൾക്ക് അറിയാം, ഒരു പ്രൊമോട്ടറും സ്ട്രക്ചറൽ ജീനും വന്നാൽ ടെർമിനേറ്റർ ഉണ്ടാവും എന്ന് അറിയാം എന്നാണ് NCERT മനസ്സിലാക്കിയത്. അപ്പോൾ ഇതൊരു ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് ആണ്. ഇനി അടുത്ത ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് ദേണ്ട അടുത്ത ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് ആണ് വരയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രൊമോട്ടറാണിത്, അതിൻ്റെ സ്ട്രക്ചറൽ ജീൻ ഉണ്ട്, ഇനി അതിനും ഒരു ടെർമിനേറ്റർ ഉണ്ട്. പക്ഷേ NCERT-കാർ ടെർമിനേറ്റർ കൊടുത്തിട്ടില്ല. കാരണം അവർക്ക് അറിയാം, നിങ്ങൾക്ക് നല്ല വിവരമുണ്ട്, നിങ്ങൾക്ക് അറിയാം ഒരു പ്രൊമോട്ടർ വന്നാൽ ടെർമിനേറ്റർ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം എന്നുള്ള കാര്യം NCERT-കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരത് കൊടുക്കാത്തത്. ക്ലിയർ അല്ലേ? ഇനി നോക്ക്, ചിലപ്പോൾ ചില ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ ഈ പ്രൊമോട്ടറിന് ശേഷം സ്ട്രക്ചറൽ ജീൻ ആവൂല വരിക, അതിന് തൊട്ട് മുമ്പ് മറ്റ് ചില സീക്വൻസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ചില ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റുകളിൽ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. ഈ ഒരു രണ്ടാമത്തെ ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റിൽ പ്രൊമോട്ടറിൻ്റെയും സ്ട്രക്ചറൽ ജീൻ്റെയും ഇടയിൽ ഓപ്പറേറ്റർ എന്നറിയപ്പെടുന്ന മറ്റൊരു സീക്വൻസ് കൂടിയുണ്ട്. ആരുടെ? ഓപ്പറേറ്റർ സീക്വൻസ്. അതിനുശേഷമാണ് സ്ട്രക്ചറൽ ജീൻ വരുന്നത്. സോ ദിസ് ഈസ് ദ സ്ട്രക്ചറൽ ജീൻ ആൻഡ് ദിസ് ഈസ് പ്രൊമോട്ടർ. പക്ഷേ പ്രൊമോട്ടറിൻ്റെയും സ്ട്രക്ചറൽ ജീനിൻ്റെയും ഇടയിൽ ഓപ്പറേറ്റർ സീക്വൻസ് എന്നറിയപ്പെടുന്ന പുതിയൊരു സീക്വൻസ് കൂടെ ഇതിനകത്ത് ഉണ്ട്. അത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, റെഡിയാണോ? സോ ലുക്ക്, നോക്കൂ, ഈ ഒരു സ്ട്രക്ചറൽ ജീനിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് 3 കുഞ്ഞ് ജീനുകളുണ്ട് ഈ ഒരു സിംഗിൾ സ്ട്രക്ചറൽ ജീനിനകത്ത്. ദാറ്റ് ഈസ് Z, അടുത്താണ് Y ആൻഡ് ദെൻ A. 3 കുഞ്ഞ് സ്ട്രക്ചറൽ ജീനുകൾ ഈ ഒരു സിംഗിൾ സ്ട്രക്ചറൽ ജീനകത്ത് ഉണ്ട്. ക്ലിയർ അല്ലേ കുട്ടികളെ? ശ്രദ്ധിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഒന്നാമത്തെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഉണ്ടല്ലോ, ഇതൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്, ഇത് മറ്റൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. പ്രൊമോട്ടർ ഇതാ, സ്ട്രക്ചറൽ ജീൻ ഇതാ, ടെർമിനേറ്റർ ഇവിടെ ഉണ്ട്, സങ്കല്പിച്ചോ. അതിനിടയിൽ മറ്റൊരു സീക്വൻസ് കൂടെ ഉണ്ട്, ഓപ്പറേറ്റർ. അത് ചില ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റുകളിൽ കാണാൻ പറ്റും. ഇനി ശ്രദ്ധിക്കട്ടോ, ഈ ഒന്നാമത്തെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഉണ്ടല്ലോ, ഇതിനെല്ലാ സമയത്തും ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. ഒന്നാമത്തെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന് എല്ലാ സമയത്തും ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അങ്ങനെ ഇവിടെ നിന്നുണ്ടാവുന്ന mRNA നമ്മൾ വിളിക്കുന്ന പേരാണ് റിപ്രസർ mRNA. എന്താ വിളിക്കുക? റിപ്രസർ mRNA. ഈ ജീൻ നമ്മൾ ലാക്ക് ഇൻഹിബിറ്റർ ജീൻ എന്നാണ് വിളിക്കുക. ദിസ് ജീൻ ഈസ് കോൾഡ് ലാക്ക് ഇൻഹിബിറ്റർ ജീൻ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഓപ്പറേറ്റർ സീക്വൻസ്. ഓക്കെ, എനിവേ ഈ ലാക്ക് ഇൻഹിബിറ്റർ ജീനിന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയും അവിടെ നിന്ന് റിപ്രസർ mRNA എന്ന് പറയുന്ന mRNA ഉണ്ടാവുകയും ചെയ്യും. ആ mRNAക്ക് ട്രാൻസ്ലേഷൻ നടക്കുകയും റിപ്രസർ പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ ഉണ്ടാവുകയും ചെയ്യും. റിപ്രസർ പ്രോട്ടീൻ. ക്ലിയർ ആണോ? ഇങ്ങനെ റിപ്രസർ പ്രോട്ടീൻ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ റിപ്രസർ പ്രോട്ടീൻ ഉണ്ടല്ലോ, ഇറ്റ് ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ സീക്വൻസ്. അയാൾ പോയിട്ട് ഓപ്പറേറ്റർ സീക്വൻസിലേക്ക് അങ്ങ് പോയി ബൈൻഡ് ചെയ്യും. ഈ റിപ്രസർ പോയിട്ട് ഇറ്റ് ബൈൻഡ് വിത്ത് ദ ഓപ്പറേറ്റർ സീക്വൻസ്. ഈ റിപ്രസർ ഓപ്പറേറ്റർ സീക്വൻസിലേക്ക് അങ്ങ് പോയി ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് പ്രിവെൻറ്റ് ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദി സെക്കൻഡ് സ്ട്രക്ചറൽ ജീൻ. ഈ സ്ട്രക്ചറൽ ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ഇത് പ്രിവെൻറ്റ് ചെയ്യും. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് യൂഷ്വലി. നോർമലി ഈ കോളയിൽ നിരന്തരമായിട്ട് ഇതാ സംഭവിക്കുക. അപ്പോൾ എല്ലാ സമയത്തും റിപ്രസർ ഉണ്ടാവും, റിപ്രസർ ഇവിടെ ബൈൻഡ് ചെയ്യും, ഈ സ്ട്രക്ചറൽ ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യപ്പെടും. പക്ഷേ വെൻ ലാക്ടോസ് ഈസ് പ്രസൻറ്റ് ഇൻ ദ മീഡിയം, ഈ മീഡിയത്തിൽ ലാക്ടോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്നറിയോ? ശ്രദ്ധിക്കുക കേട്ടോ. ഇഫ് ലാക്ടോസ് ഈസ് പ്രസൻറ്റ് ഇൻ ദ മീഡിയം, ഈ മീഡിയത്തിലേക്ക് ലാക്ടോസ് എത്തിക്കഴിഞ്ഞാൽ ലാക്ടോസ് ബൈൻഡ് വിത്ത് ദ റിപ്രസർ. അപ്പോൾ ഈ മീഡിയത്തിലേക്ക് ഇഫ് യു ആഡ് ലാക്ടോസ് ഓർ അലോ ലാക്ടോസോ നിങ്ങൾ ഈ മീഡിയത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു, ഇതാണ് ലാക്ടോസ് എന്ന് ഇമാജിൻ ചെയ്യൂ. ഇറ്റ് ബൈൻഡ് വിത്ത് ദ റിപ്രസർ ആൻഡ് ഇറ്റ് ഇനാക്ടിവേറ്റ് ദ റിപ്രസർ. അയാൾ റിപ്രസറിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. ഇറ്റ് ഇനാക്ടിവേറ്റ് ദ റിപ്രസർ.
അയാൾ റിപ്രസറിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ റിപ്രസറിന് ഇവിടെ പോയി ഇരിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ ഈ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യപ്പെടൂല. റിപ്രസർ ഇവിടെ പോയി ഇരുന്നാലേ പ്രിവെൻറ്റ് ചെയ്യപ്പെടുള്ളൂ. സോ വെൻ ലാക്ടോസ് ഈസ് പ്രസൻറ്റ് ഇൻ ദ മീഡിയം, ഈ കോളയെ വളർത്തുന്ന മീഡിയത്തിൽ ലാക്ടോസ് ഉണ്ടെങ്കിൽ ലാക്ടോസ് ബൈൻഡ് ടു റിപ്രസർ ആൻഡ് ഇറ്റ് ഇനാക്ടിവേറ്റ് റിപ്രസർ. സോ ഈ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന് ട്രാൻസ്ക്രിപ്ഷൻ സംഭവിക്കും. അങ്ങനെ ഇവിടെ നിന്ന് യു വിൽ ഗെറ്റ് mRNA. ഈ mRNAക്ക് ട്രാൻസ്ലേഷൻ നടന്നാൽ Z എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ബീറ്റ ഗാലക്ടോസിഡേസ് എന്നറിയപ്പെടുന്ന എൻസൈം ഉണ്ടാകും. ഒരു പ്രോട്ടീനാണത്. ദെൻ Y എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് പെർമിയേസ് എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാകും. പെർമിയേസ്. A എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ട്രാൻസ് അസറ്റൈലേസ് എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാകും. ക്ലിയർ ആണല്ലോ? ഈ 3 പ്രോട്ടീനുകളും എൻസൈമാണ്. ഓക്കെ, ദേ ഹെൽപ്സ് ഇൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ലാക്ടോസ് ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. അതായത് അല്ലെങ്കിൽ ദേ ഹെൽപ്പ് ഇൻ ദ മെറ്റബോളിസം ഓഫ് ലാക്ടോസ്. ലാക്ടോസിൻ്റെ മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമുകളാണ് ഇവരെല്ലാം. അപ്പോൾ ഇപ്പോൾ നോക്കൂ, ലാക്ടോസ് മീഡിയത്തിലേക്ക് ആഡ് ചെയ്ത സമയത്ത് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയും ഇത്രയും എൻസൈമുകൾ ഉണ്ടാവുകയും ചെയ്തു, അല്ലെങ്കിൽ ഇത്തരം പ്രോട്ടീനുകൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇയാളുടെ വർക്ക് തുടങ്ങണോ വേണ്ടയോ എന്നുള്ളത് റെഗുലേറ്റ് ചെയ്യാൻ ഇയാൾ സഹായിക്കുന്നുണ്ട്. സെറ്റാണല്ലോ? ഇതാണ് ലാക്കോപ്രോണിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കൂല. ഇൻ ദ പ്രസൻസ് ഓഫ് ലാക്ടോസ്, ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ്, ലാക്കോപ്രോണിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദിക്കുക. അത് വരച്ച് കാണിക്കാൻ പറയുകയും ചെയ്യും. പിന്നെ ബീറ്റ ഗാലക്ടോസിഡേസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കും. ബ്രേക്ക് ഡൗൺ ഓഫ് ലാക്ടോസിൻ്റെ ബ്രേക്ക് ഡൗൺ. Now what is the function of permease? നോക്കൂ, ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് ലാക്ടോസ് എത്തിയാലല്ലേ ലാക്ടോസിനെ മെറ്റബോളിസം നടത്താൻ പറ്റുള്ളൂ. പെർമിയേസ് ഇൻക്രീസ് ദ പെർമിയബിലിറ്റി ഓഫ് ലാക്ടോസ് ഇൻ ടു ബാക്ടീരിയൽ സെൽ. ബാക്ടീരിയൽ സെല്ലിൻ്റെ ഉള്ളിലേക്കുള്ള ലാക്ടോസിൻ്റെ പെർമിയബിലിറ്റി, ലാക്ടോസിന് കടന്നു പോകാനുള്ള കാപ്പബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് പെർമിയേസിൻ്റെ പണി. ഇറ്റ് ഇൻക്രീസ് പെർമിയബിലിറ്റി ഓഫ് ലാക്ടോസ് ഇൻ ടു ബാക്ടീരിയ. സെറ്റല്ലേ കുട്ടികളെ? ഓക്കെ, സോ ഇതാണ് ചോദ്യം. ലാക്കോപ്രോൺ ഇൻ ദ ആബ്സെൻസ് ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ലാക്ടോസിൻ്റെ പ്രസൻസിലും ആബ്സെൻസിലും എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് കാണിക്കാനാണ് നമ്മളോട് പറയുക. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. സെറ്റല്ലേ മക്കളെ? നോക്കൂ, HGP കുറിച്ച് ഒന്നാമത്തെ ചോദ്യം, വൈ HGP ഈസ് എ മെഗാ പ്രൊജക്ട്? ബിക്കോസ് ഇറ്റ് വാസ് എ 13-year പ്രൊജക്ട് ലോഞ്ച്ഡ് ഇൻ 1990. 1900 ഇയർ ഒന്നും പഠിക്കണമെന്നില്ല. ഇറ്റ് വാസ് എ 13-year പ്രൊജക്ട്, അത്ര പഠിച്ചാൽ മതി. ഇതൊരു 13-year പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു മെഗാ പ്രൊജക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. അടുത്തത്, ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് വാസ് $9 billion. $9 billion ചെലവുള്ളൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു മെഗാ പ്രൊജക്റ്റ് ആണെന്ന് പറയാം. ആൻഡ് ഇറ്റ് വാസ് എക്സ്പെക്റ്റഡ് ടു പ്രൊഡ്യൂസ് ഇനോർമസ് എമൗണ്ട് ഓഫ് ഡാറ്റ. അത്രയും അധികം ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു, അല്ലെങ്കിൽ അത്രയധികം ഡാറ്റ ഉണ്ടായ ഒരു എന്താ പറയുക പ്രൊജക്റ്റാണിത്. അതുകൊണ്ട് ഇതൊരു മെഗാ പ്രൊജക്റ്റ് ആണെന്ന് പറയാം. സോ വാട്ട് ആർ ദ റീസൺസ്? ഒന്ന്, ഇറ്റ് വാസ് എ 13-year പ്രൊജക്ട് ആൻഡ് ദ കോസ്റ്റ് വാസ് അറൌണ്ട് $9 billion. ഇറ്റ് വാസ് എക്സ്പെക്റ്റഡ് ടു പ്രൊഡ്യൂസ് ഇനോർമസ് എമൗണ്ട് ഓഫ് ഡാറ്റ. ഓക്കെ, സോ കണ്ടോ, ഹ്യൂമൻ ജീനോം പ്രൊജക്ട് ഈസ് എ മെഗാ പ്രൊജക്ട്. ഗീവ് ദ റീസൺസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളോട് ഇവിടുന്ന് ചോദിക്കുക, ഫിൽ ദ ബ്ലാങ്ക്സ്, അല്ലെങ്കിൽ എക്സ്പാൻഷൻ എഴുതാനാണ് പറയുക. YACയുടെ എക്സ്പാൻഷൻ എന്താ? ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. BACയുടെ എക്സ്പാൻഷൻ എന്താ കുട്ടികളെ? ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. എന്താണ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം? ഓക്കെ, we have bacterial artificial chromosome, yeast artificial chromosome. അടുത്തത് EST. What is EST? That is expressed sequence tags. BAC YAC നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, EST എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ്. ഓക്കെ, ഫുൾ ഫോം ആ ചോദിക്കുക. Now what is SNP? SNP എന്ന് പറഞ്ഞാൽ സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. VNTR എന്ന് പറഞ്ഞാൽ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. എന്താടാ? വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ അറിയേണ്ടത്. വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി റിഗാർഡിങ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. ഓക്കെ, നൗ
ലെറ്റ്സ് ടോക്ക് അബൌട്ട് DNA ഫിംഗർ പ്രിൻറ്റിങ്. നോക്കടാ, DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ടെക്നിക്ക് നമുക്ക് പറഞ്ഞു തന്നത് സർ അലക് ജെഫ്രീസ് എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റാണ്. ആരാണ്? അലക് ജെഫ്രീസ്. ഇത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നോക്കൂ, എന്താ പറയുക, ലാക്കോപ്രോണിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് പറഞ്ഞു തന്ന 2 സയൻറ്റിസ്റ്റുകളുണ്ട് കേട്ടോ. ഒന്ന് ഫ്രാങ്കോയിസ് ജേക്കബും അതുപോലെ തന്നെ ജെയ്ക്ക് മൊണോഡും. ഇത് ചോദിക്കും കേട്ടോ, MONOD, മൊണോഡ്. ജേക്കബും മൊണോഡും ആണ് ലാക്ക് ഓപ്പറോണിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് പറഞ്ഞു തന്നത്. ചോദിക്കും, ലാക്ക് ഓപ്പറോണിൻ്റെ കോൺസെപ്റ്റ് ആരാ പറഞ്ഞു തന്നത്? ഫ്രാങ്കോയിസ് ജേക്കബും ജാക്ക് മൊണോഡും, അതായത് ജേക്കബ് ആൻഡ് മൊണോഡ്. അതുപോലെ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ടെക്നിക്ക് നമുക്ക് പറയുന്നത് സർ അലക് ജെഫ്രീസ്. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ടെക്നിക്സ് ഓഫ് DNA ഫിംഗർ പ്രിൻറ്റിങ്. ഈ ടെക്നിക്സ് 6 പോയിന്റ്, ഈ സ്റ്റെപ്പ് ഇതേപോലെ പഠിച്ചിരിക്കണം. ഒന്ന്, നമുക്ക് വാട്ട് ഈസ് ആക്ച്വലി DNA ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറഞ്ഞാൽ എന്നാ? ഇപ്പം എൻ്റെ DNA ഉള്ള സീക്വൻസ് അതേപോലത്തെ സീക്വൻസ് ലോകത്ത് ഒരാൾക്കും ഉണ്ടാവില്ല, അത് എനിക്ക് തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ എൻ്റെ DNA മൊത്തം നമുക്ക് ഏകദേശം 6.6 × 10⁻⁹ ബില്യൺ സീക്വൻസ് ഉണ്ട്. ആ മൊത്തം സീക്വൻസ് സെയിം ആണോ എന്ന് നോക്കണ്ട. നമ്മുടെ DNA ചില ഭാഗങ്ങളിൽ പ്രത്യേക സീക്വൻസുകളുണ്ട്. അവരിങ്ങനെ ഇപ്പോൾ ലൈക്ക് GAACCC ഇങ്ങനത്തെ ഒരു സീക്വൻസ്, അത് നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ബോഡിയിൽ, എൻ്റെ ഒക്കെ DNA ഉണ്ട്. പക്ഷേ എൻ്റെ DNA ചിലപ്പോൾ ആ ഒരു സീക്വൻസ് 50 വട്ടം റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ടാവും. GACCC ഇങ്ങനെ അത്രയും ലെങ്ത്തിൽ കിടക്കുന്നുണ്ടാവും. നിങ്ങളുടെ ബോഡിയിൽ ചിലപ്പോൾ അത് 500 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അത്രയും ലെങ്ത്തിലുണ്ടാവും. പക്ഷേ ഒരാളുടെ ബോഡിയിൽ കുറച്ചുകൂടെ ലെങ്ത്തിൽ തന്നെ ഈ ഒരു റിപ്പീറ്റിംഗ് സീക്വൻസ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ബോഡിയിൽ ഇത്തരം സീക്വൻസുകളെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ചില സീക്വൻസുകളുണ്ട്. ആ സീക്വൻസ് എൻ്റെയും നിങ്ങളുടെയൊക്കെ ബോഡിയിൽ അതിൻ്റെ ലെങ്ത്ത്, അതായത് അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്നത് അനുസരിച്ച് മാറ്റമുണ്ട്. യു ഗോട്ട് ദ പോയിന്റ്. അപ്പോൾ നമ്മൾ ഈ 6.6 × 10⁻⁹ ബേസ് പെയർ നോക്കുന്നതിന് പകരം ഞാൻ ഈ പറഞ്ഞ ചില പ്രത്യേക സീക്വൻസുകൾ ഉണ്ടല്ലോ, അത് നമ്മുടെയൊക്കെ ബോഡിയിൽ റിപ്പീറ്റ് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ സീക്വൻസുകളെ മാത്രം പരിഗണിച്ചാൽ പോരെ, മതി, അതിനെ മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ബോഡിയിൽ അത് 10 വട്ടമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ബോഡിയിൽ 50 വട്ടമായിരിക്കും, മറ്റൊരാളുടെ ബോഡിയിൽ 70 വട്ടമായിരിക്കും. അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്ത്, ഈ DNA ബിലാലിൻ്റെതാണോ അതോ അജാസിൻ്റെതാണോ അതോ തീപ്പൊരിയുടേതാണോ, ആരുടേതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. യു ഗോട്ട് ദ പോയിന്റ്. അതാണ് നമ്മൾ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. ആൻഡ് ദാറ്റ്, ഞാൻ ഈ പറഞ്ഞ ഇത്തരം സീക്വൻസുകൾ നമ്മൾ വിളിക്കുന്ന പേരാ VNTRകൾ. എന്താണ്? വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്താണ് നമ്മൾ ബേസിക്കലി നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു DNA കിട്ടി, ഒരു ക്രൈം സീനിൽ നിന്ന് ഒരു DNA കിട്ടി, ഇവിടെ ഒരു കൊലപാതകം നടന്നു, ഇവിടെ ഒരു DNA കിട്ടി. DNA നമുക്ക് നേരിട്ട് കിട്ടൂല, ഒരു സെല്ലാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ആദ്യം ആ കിട്ടിയ സെല്ലിൽ നിന്ന് DNA ഐസോലേറ്റ് ചെയ്തെടുക്കണം. ദാറ്റ് ഈസ് ഐസോലേഷൻ ഓഫ് DNA. അതിനുശേഷം നമ്മൾ ആ DNA നമുക്ക് ആ DNA മൊത്തത്തിൽ നോക്കേണ്ട കാര്യമില്ല, നമുക്ക് അതിലെ ചില ഫ്രാഗ്മെൻറ്റുകളെ മാത്രം കിട്ടിയാൽ മതി. അതാരാ? നമുക്ക് ആ VNTR എന്ന് പറയുന്ന ഈ ഫ്രാഗ്മെൻറ്റുകളെ, ഈ ചില നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്രാഗ്മെൻറ്റ് കിട്ടിയാൽ മതി. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കിട്ടിയ DNA നമ്മൾ മൊത്തത്തിൽ എന്താക്കുന്നു? ഫ്രാഗ്മെൻറ്റേഷൻ നടത്തുന്നു. സോ ദാറ്റ് ഈസ് ഫ്രാഗ്മെൻറ്റേഷൻ ഓർ ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം ഉപയോഗിച്ച് DNA ഡൈജഷൻ ഓർ ഫ്രാഗ്മെൻറ്റേഷൻ നടത്തുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാന്നറിയോ? നമുക്ക് ആ ഫ്രാഗ്മെൻറ്റുകളെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയാലല്ലേ നമുക്ക് വേണ്ട ഫ്രാഗ്മെൻറ്റിനെ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുശേഷം സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഇലക്ട്രോഫോറസിസിലെ നമ്മൾ പഠിച്ച കാര്യമാണ്. DNA ഫ്രാഗ്മെൻറ്റുകളെ സെപ്പറേറ്റ് ആക്കി എടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇലക്ട്രോഫോറസിസ്. സെറ്റാണല്ലോ, വെരി ഗുഡ്. അങ്ങനെ നമ്മൾ ഇലക്ട്രോഫോറസിസ് പ്ലേറ്റിൽ ഈ ഫ്രാഗ്മെൻറ്റുകളെ ഇങ്ങനെ നമ്മൾ ഇലക്ട്രോഫോറസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറേ ഫ്രാഗ്മെൻറ്റുകളായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ഈ ഫ്രാഗ്മെൻറ്റുകളെ ഇലക്ട്രോഫോറസിസ് പ്ലേറ്റിൽ നിന്ന് ഒരു നൈട്രോ സെല്ലുലോസ് പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുക. ഈ ഫ്രാഗ്മെൻറ്റുകളെ നമ്മൾ ഇലക്ട്രോഫോറസിസ് ചെയ്ത പ്ലേറ്റിൽ നിന്ന് ഒരു നൈട്രോ സെല്ലുലോസ് പേപ്പറിലേക്ക് അല്ലെങ്കിൽ ഒരു നൈലോൺ ഷീറ്റിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുക. സോ ദാറ്റ് ഈസ് കോൾഡ് സദേൺ ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ ബ്ലോട്ടിംഗ്. ട്രാൻസ്ഫറിങ് ഓഫ് സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഫ്രം electrophoresis plate to synthetic membrane such as nitrocellulose or nylon sheath. നൈട്രോസെല്ലുലോസ് അല്ലെങ്കിൽ നൈലോൺ ഷീറ്റിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അതിനുശേഷം നോക്കൂ, അപ്പോൾ നമുക്ക് ആ കിട്ടിയ നൈലോൺ ഷീറ്റിലേക്ക് നിങ്ങളിപ്പോൾ ഒരുപാട് ഫ്രാഗ്മെൻറ്റുകളെ മാറ്റി, DNA ഫ്രാഗ്മെൻറ്റുകളെ മൊത്തം. എടാ, അതിനകത്ത് എല്ലാ ഫ്രാഗ്മെൻറ്റുകളെയും നിങ്ങൾ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ VNTRകളെ മാത്രം നോക്കിയാൽ മതി.
ആ VNTRകൾ നോക്കിയിട്ട് തന്നെ നമുക്ക് പറയാം ഈ DNA ആരുടേതാണെന്ന് അല്ലേ. അപ്പോൾ നമ്മൾ VNTRകളെ മാത്രം കണ്ടെത്താനുള്ള ഒരു ഐഡിയ ആണ്. നോക്കൂ, VNTR പ്രോബുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക സീക്വൻസുകളുണ്ട്. അത് നിങ്ങൾ ഈ നൈട്രോസെല്ലുലോസ് പേപ്പറിലേക്ക് ആ സീക്വൻസുകളെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നൈട്രോസെല്ലുലോസ് പേപ്പറിലുള്ള VNTR DNA ഉണ്ടല്ലോ, അതിലേക്ക് ആ ഫ്രാഗ്മെൻറ്റുകളിലേക്ക് മാത്രം ഇയാൾ പോയി അറ്റാച്ച് ചെയ്യും. നോക്കൂ, എൻ്റെ ഈ കയ്യിൽ VNTR പ്രോബ് എന്ന് പറയുന്ന ചില ന്യൂക്ലിയോടൈഡുകൾ അടങ്ങിയ ഒരു സൊല്യൂഷൻ എൻ്റെ ഈ കയ്യിലുണ്ട്. ഈ കയ്യിൽ നൈട്രോസെല്ലുലോസ് അല്ലെങ്കിൽ നൈലോൺ ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റിൽ നിറയെ DNA ഫ്രാഗ്മെൻറ്റുകളാണ്. പക്ഷെ എനിക്ക് വേണ്ടത് ഈ ഫ്രാഗ്മെൻറ്റുകളുടെ കൂട്ടത്തിലെ VNTRകളെ മാത്രം കണ്ടെത്തണം. അതിന് ഞാൻ ചെയ്യുന്ന പരിപാടി, ഈ VNTR പ്രോബുകളുള്ള ഈ സൊല്യൂഷൻ ഉണ്ടല്ലോ, VNTR പ്രോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു പ്രത്യേക തരത്തിലുള്ള DNAകളാണ്. ആ പ്രോബുകളുള്ള ഈ സൊല്യൂഷൻ ഈ നൈട്രോസെല്ലോസ് പേപ്പറിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ഷീറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഷീറ്റിലുള്ള VNTR DNAകളിലേക്ക് VNTR പ്രോബുകൾ പോയി അറ്റാച്ച് ചെയ്യും. ക്ലിയർ ആണോ? അപ്പം എന്താ മെച്ചം? ആ പ്രോബ് ഏതിലേക്കാണോ അറ്റാച്ച് ചെയ്തത് അയാളെ ഇനി നമ്മൾ പരിഗണിച്ചാൽ മതി. ക്ലിയർ അല്ലേ? അതാണ് സംഭവിക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഹൈബ്രിഡൈസേഷൻ യൂസിങ് ലേബൽഡ് VNTR പ്രോബ്. അങ്ങനെ തന്നെ പഠിച്ചോട്ടോ, ലേബൽഡ് അല്ലെങ്കിൽ റേഡിയോ ലേബൽഡ് VNTR പ്രോബ്. ആ പ്രോബുകൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോബുകൾ പറ്റിപ്പിടിക്കും VNTRലേക്ക് മാത്രം. അതിനുശേഷം നമുക്ക് നോക്കൂ, ആ VNTRകൾ ഏതാ, ഇപ്പോൾ പ്രോബ് പറ്റിപ്പിടിച്ചത് ഏതിലേക്കായിരിക്കും? VNTRലേക്കായിരിക്കും. അപ്പം ഇനി അയാളെ കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ആ പ്രോബ് ഏതിലേക്കൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഓട്ടോ റേഡിയോഗ്രഫി. ആ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് പ്രോബ് എവിടെയൊക്കെയാണ് പറ്റിപ്പിടിച്ചത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക. സോ ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് ഫ്രാഗ്മെൻറ്റ്സ്, ഈ പ്രോബ് പറ്റിപ്പിടിച്ച ഫ്രാഗ്മെൻറ്റുകളല്ല അവർ ഡിറ്റക്ട് ചെയ്യുന്നു ബൈ ഓട്ടോ റേഡിയോഗ്രഫി. ഓട്ടോ റേഡിയോഗ്രഫിയിലൂടെ ഡിറ്റക്ട് ചെയ്യുന്നു. ഈ 6 സ്റ്റെപ്പും മസ്റ്റായിട്ട് പഠിക്കണം. മസ്റ്റായിട്ട് ഇതാ നോക്ക്, ഡ്രോ എ ഫ്ലോ ചാർട്ട് ഷോയിങ് സ്റ്റെപ്സ്. 3 മാർക്കിനാണ്. 3 മാർക്കിന് 6 പോയിന്റ് എഴുതിയാൽ തന്നെ കിട്ടുള്ളൂ. വീണ്ടും ഫ്ലോ ചാർട്ട്, വീണ്ടും ഫ്ലോ ചാർട്ട്, വീണ്ടും ഫ്ലോ ചാർട്ട് ഇതവിടെ. അതായത് നിരന്തരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നിരന്തരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, നൗ ഗൈസ്, ക്ലിയർ ആണല്ലോ? ഇനി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഇത് ക്രൈം സീനിൽ നിന്ന് കിട്ടിയ, ശ്രദ്ധിക്കട്ടോ, ഇത് ക്രൈം സീനിൽ നിന്ന് കിട്ടിയ DNAയുടെ ഫിംഗർ പ്രിൻ്റ് ആണ്. ഇത് നമ്മൾ സംശയിക്കുന്ന A എന്ന് പറയുന്ന ആളുടെ ഫിംഗർ പ്രിൻറ്റ്, DNA ഫിംഗർ പ്രിൻറ്റ്, ഇത് Bയുടെ DNA ഫിംഗർ പ്രിൻറ്റ്. ആരാണ് കുറ്റവാളി? ഉറപ്പിച്ചൂടെ? ക്രൈം സീനിൽ നിന്ന് കിട്ടിയതുമായിട്ട് സാമ്യം ഏതാ? Bയുടേതാണ്. അപ്പോൾ B ആണ് കുറ്റവാളി. B ഈസ് ദ കൾപ്രിറ്റ്. ഇനി DNA ഫിംഗർ പ്രിൻറ്റിങ് എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? നമ്പർ 1, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തത് പാരൻ്റൽ ഡിസ്പ്യൂട്ട്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, ഞാൻ അല്ലെങ്കിൽ ഒരാൾ വന്ന് കുറേ കാലം കഴിഞ്ഞ ഒരാൾ വന്ന് പറയാം ഞാൻ അയാളുടെ അച്ഛനാണെന്ന് പറഞ്ഞാൽ DNA ഫിംഗർ പ്രിൻറ്റിങ് ചെയ്ത് നോക്കിയാൽ മതി. കാരണം എന്താ? നിങ്ങളുടെ VNTRകളുടെ, നിങ്ങളുടെ ടോട്ടൽ DNAയുടെ പകുതി ഫാദറിൽ നിന്നും പകുതി മദറിൽ നിന്നും അല്ല കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിലുള്ള ടോട്ടൽ VNTRകളുടെ പകുതി നിങ്ങളുടെ ഫാദറിൽ നിന്നും പകുതി നിങ്ങളുടെ മദറിൽ നിന്നുമാണ് കിട്ടിയിട്ടുണ്ടാവുക. ക്ലിയർ ആണോ? നിങ്ങളുടെ കയ്യിലുള്ള ടോട്ടൽ VNTRകളുടെ പകുതി നിങ്ങളുടെ ഫാദറിൽ നിന്നും പകുതി നിങ്ങളുടെ മദറിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ VNTRകൾ പകുതി നിങ്ങളുടെ ഫാദറിനോട് എന്തായാലും സാമ്യം ഉണ്ടാവും. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഒരാൾ വന്ന് പറയുകയാണ് ഞാൻ അയാളുടെ അച്ഛനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണി ഞാൻ പറയും, നേരെ DNA ഫിംഗർ പ്രിൻറ്റിങ് ചെയ്യാൻ പറയും. അപ്പോൾ അയാളുടെ VNTRകളുടെ പകുതി എൻ്റെ VNTRകളുമായി കറക്റ്റ് സാമ്യം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, കണ്ടം വഴി ഓടുക. ഓക്കെ, അമേരിക്കയിലേക്ക് നാട് വിടുക, വേറെ ഒന്നും ചെയ്യാനില്ല. സോ ദാറ്റ്സ് ഇറ്റ്. സെറ്റാണല്ലോ മക്കളെ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് DNA ഫിംഗർ പ്രിൻറ്റിങ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അവിടെ ഞാൻ ഡിസ്കസ് ചെയ്യണമെന്ന് കരുതിയതാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്ക്, നമ്മൾ രാത്രി ഡിസ്കസ് ചെയ്യാം. ഞാൻ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഓക്കെ, രാവിലെ തുടങ്ങിയതല്ലേ, നോമ്പ് നോറ്റിട്ട്. അപ്പോൾ റിയലി സോറി ഒന്നും വേണ്ട, നിങ്ങൾക്ക് പഠിക്കാൻ സമയം വേണ്ട. ബാക്കി നമുക്ക് രാത്രി അടിപൊളിയായിട്ട് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് തീർക്കാം കേട്ടോ. ഓക്കെ, ബൈ, ഓൾ ദി ബെസ്റ്റ്.